A very warm good morning to everyone. Honorable Chief Guest Professor Dr. S. Sridevi Ma'am, respected principal, teachers, and dear friends. Today, we are conducting the next session of the Sri Ashanga Memorial Webinar Series titled Shaping the Artistry of the Prospective Teachers. So, let's begin our session. It is a mark of our undying tradition to invoke the Almighty at the beginning of an important event. I would like to welcome Ms. Ashwini Prasannan for the prayer. ദൈവമേ കാത്തുകൊള്ളുകങ്ങ് കൈവിടാതിന്നു ഞങ്ങളെ നാവികൻ നീ ഭവാബ്ധിക്ക് ഒരാവിവൻ തോണി നിൻപദം ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടം ദൃക്കുപോലുള്ളം നിന്നില സ്പന്ദമാകണം അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീയൊന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയുമെന്നുള്ളിലാകണം നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീയല്ലോ മായയും മായാവിയും മായാവിനോദനും നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും നീ സത്യം ജ്ഞാനമാനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ല ഓതും മൊഴിയുമോർക്കിൽ നീ അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻ പദം പുകഴ്ത്തുന്നു ഞങ്ങൾ അങ്ങ് ഭഗവാനെ ജയിക്കുക ജയിക്കുക മഹാദേവ ദീനാവന പരായണ ജയിക്കുക ചിദാനന്ദ ദയാ സിന്ധോ ജയിക്കുക ആഴമേറും നിൻ മഹസാം ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. Thank you, Ashwini. Next, I would like to invite Dr. Sangeeta NR, Assistant Professor of Srinarayana Training College, for the welcome speech. Thank you, Julia. A warm good morning to one and all. ഇന്ന് നമ്മുടെ അശങ്കർ മെമ്മോറിയൽ വെബിനാർ സീരീസിന്റെ പുതിയൊരു വെബിനാർ ആണ് ആൻഡ് ഇറ്റ് ഇസ് ടൈറ്റിൽഡ് ആസ് ഷേപ്പിംഗ് ദ ആർട്ടിസ്ട്രി ഓഫ് പ്രോസ്പെക്റ്റീവ് ടീച്ചേഴ്സ്. അതായത് അധ്യാപനം എന്ന് പറയുന്നത് ഒരു കലയാണ്. ഓരോ അധ്യാപകനും ഒരു ആർട്ടിസ്റ്റാണ്, ഒരു കലാകാരനാണ്. സോ അതിന്റെ ഒരു കലാകാരനെ വാർത്തെടുക്കാൻ വേണ്ട അതിന്റെ ചേരുവകൾ ഏതൊക്കെ, അതെങ്ങനെയൊക്കെയാണ് ചേർക്കേണ്ടത്, അതിന്റെ മൂല്യം ഒട്ടും തന്നെ കുറയാതെ എങ്ങനെ നമ്മുടെ ഈ അധ്യാപന വൃത്തിയിൽ അത് കൊണ്ടുവരണം എന്നതിനെ കുറിച്ചൊക്കെയുള്ള ഒരു വിഷയമാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്നത്. അതിന് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള നമ്മുടെ ടീച്ചർ എഡ്യൂക്കേഷൻ ഫീൽഡിലെ തന്നെ ഏറ്റവും സീനിയർ മോസ്റ്റ് പ്രഗത്ഭയായിട്ടുള്ള പ്രിയപ്പെട്ട ശ്രീദേവി ടീച്ചറിനെയാണ്. സോ ഞാൻ ആമുഖമായി ഇത് പറഞ്ഞുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി നമ്മുടെ ഈ ഇന്നത്തെ വെബിനാറിന് അധ്യക്ഷത വഹിക്കുന്ന കോളേജ് പ്രിൻസിപ്പൽ
ഡോക്ടർ ഷീബ പി, നമ്മുടെ എല്ലാ പരിപാടിയുടെയും നെടുന്തൂണായ ടീച്ചറിനെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീദേവി ടീച്ചറിനെ കുറിച്ച് കൂടുതൽ ആധികാരികമായിട്ട് ടീച്ചറിനെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഡോക്ടർ വിജി വി, നമ്മുടെ വിജി ടീച്ചറാണ്. എന്നാലും ഞാൻ അറിയുന്ന ശ്രീദേവി ടീച്ചറിനെ കുറിച്ച്, ഞങ്ങൾ ഇതുവരെ പരസ്പരം കണ്ടിട്ടില്ലെങ്കിൽ പോലും ഞാൻ അറിയുന്ന ശ്രീദേവി ടീച്ചറിനെ കുറിച്ച് ഒരു 2 വാക്ക് ഈ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കാൻ. അപ്പൊ ടീച്ചർ ഏത് വിഷയവും സംസാരിക്കാൻ ഉതകുന്ന ഒരു വ്യക്തിയാണ്. ആദ്യമായിട്ട് ഞാൻ ഗവേഷണവുമായിട്ട് ബന്ധപ്പെട്ട് റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ടാണ് ടീച്ചറിനെ പരിചയപ്പെടുന്നത്. പിന്നീട് ടീച്ചറിന്റെ പല ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തു. അത് ടീച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട്, കവിതയുമായിട്ട്, സാഹിത്യം, കല, എന്തുമായിട്ട് ബന്ധപ്പെട്ടും ടീച്ചർ സംസാരിക്കും. അപ്പം ഏത് വിഷയം വേണം എന്നുള്ളത് ടീച്ചർ പറയാം, നിങ്ങളുടെ ആവശ്യം ഇങ്ങോട്ട് പറയാം, ഞാൻ അതിനനുസരിച്ച് പ്രിപ്പയർഡ് ആയിട്ട് വന്നോളാം എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ടീച്ചർ ആസ് എ പ്രിൻസിപ്പൽ-ആയിട്ട് 1997 GCT ഗവൺമെന്റ് ട്രെയിനിങ് കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്യുന്നത്. ഒരുപക്ഷെ ആ സമയത്ത് നിങ്ങൾ പലരും ജനിച്ചിട്ട് പോലും ഉണ്ടാവില്ല. അപ്പം അത്രയേറെ എക്സ്പീരിയൻസ് ഉള്ള, അനുഭവ സമ്പത്തുള്ള ഒരു അധ്യാപികയാണ്. ഒരു കവയിത്രി എന്നൊക്കെ പറയാം, നല്ലൊരു ഗവേഷക, എല്ലാം പറയുന്ന. നമ്മൾ പലപ്പോഴും ചില വ്യക്തികളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പറയുന്നത് ഷീസ് എക്സ്പേർട്ട് ഇൻ ദ ഫീൽഡ് ഓഫ് എന്ന് പറഞ്ഞിട്ട് പറയും. ഇത് ഒരു ഫീൽഡിലല്ല. അപ്പൊ ഈ ഒരു വിഷയത്തിൽ അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാൻ നമ്മുടെ ഈ കൊച്ചു കോളേജിലോട്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ ശ്രീദേവി ടീച്ചറിനെ സ്നേഹത്തിന്റെ ഭാഷയിൽ, ഹൃദയത്തിന്റെ ഭാഷയിൽ ആദരവോടെ ബഹുമാനപൂർവ്വം അങ്ങേയറ്റം ഇഷ്ടത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം ശ്രീദേവി ടീച്ചർ. അടുത്തതായിട്ട് ഈ ഒരു ചടങ്ങിൽ ആശംസ അറിയിക്കുന്ന നമ്മുടെ കോളേജിന്റെ സീനിയർ മോസ്റ്റ് ഫാക്കൽറ്റി അസോസിയേറ്റ് പ്രൊഫസർ പ്രമോദ് സാറിനെയാണ്. സാറിനെ ആദരപൂർവ്വം ഞാൻ ഈ വേദിയിലോട്ട് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് നമ്മുടെ ശ്രീദേവി ടീച്ചറിനെ നമ്മുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്ന വിജി ടീച്ചറിനെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം ഞാൻ വേദിയിലോട്ട് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഞാൻ എല്ലാ വെബിനാറിനും പറയുന്നത് പോലെ, ഒരു വെബിനാർ ഇപ്പൊ നമുക്ക് സെമിനാർ അല്ല, വെബിനാർ ആയാലും ശരി, അത് സക്സസ്ഫുൾ ആകണമെങ്കിൽ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ നമ്മളുടെ ഒപ്പം ഉണ്ട്. അവരെ പ്രത്യേകിച്ചും ജൂലിയ, അശ്വനി പ്രസന്നൻ, വിനീഷ, അമൃത പ്രകാശ്, അവരെല്ലാം ഇതിന്റെ പിന്നിൽ ഒരു കോർഡിനേറ്റർ പ്രവർത്തിച്ച ശ്രീലക്ഷ്മി, ഇവരെ ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇനി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മറ്റ് സ്ഥാപനങ്ങളിലെ അധ്യാപകർ, എനിക്ക് തോന്നുന്നു ശ്രീദേവി ടീച്ചറിന്റെ പേര് കണ്ടുകൊണ്ട് ഒരുപാട് സ്ഥാപനങ്ങളിലെ ടീച്ചേഴ്സ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ടീച്ചറിന്റെ ക്ലാസ് ആണ്, ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ലിങ്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ശ്രീദേവി ടീച്ചറിനെ ക്ലാസ് ശ്രവിക്കാൻ വേണ്ടി എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ അധ്യാപകരെയും സ്നേഹപൂർവ്വം SNTCയിലോട്ട് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം നമ്മുടെ കോളേജിലെ പ്രിയങ്കരായ അധ്യാപകർ, നമ്മുടെ ഇതിന്റെ ഈ ഒരു ക്ലാസിന്റെ ഉപഭോക്താക്കൾ എന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളാണ്. ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് അഷ്വർ ചെയ്യാം, നിങ്ങൾക്ക് ഒരിടത്തും കിട്ടാത്ത അനുഭവ സമ്പത്തും അറിവും തീർച്ചയായിട്ടും ശ്രീദേവി ടീച്ചറിന്റെ മുഖത്ത് നിന്ന് നിങ്ങൾക്ക് വാക്കുകളിൽ കൂടെ നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ പറ്റും. അതിനുവേണ്ടി ഞാൻ പറഞ്ഞു, ടീച്ചറിന് കൃത്യനിഷ്ഠയുണ്ട്. നിങ്ങൾ 9:30 മുൻപേ തന്നെ ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ നേരത്തെ ലിങ്ക് ഇട്ട്, നല്ലൊരു ശതമാനം കുട്ടികളും അതിന് മുന്നേ തന്നെ എല്ലാവരും ജോയിൻ ചെയ്തു. സോ എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, Sangeeta ma'am. Next, I respectfully welcome Dr. Sheba P., Principal of Srinarayana Training College, for the Presidential Address. ഗുഡ് മോർണിംഗ്. എത്രയും ബഹുമാനപ്പെട്ട, എത്രയും പ്രിയപ്പെട്ട നമ്മുടെ ഇന്നത്തെ വിശിഷ്ട അതിഥി, അധ്യാപക ശ്രേഷ്ഠ ശ്രീദേവി ടീച്ചർ, എൻ്റെ അധ്യാപക സുഹൃത്തുക്കളെ, മറ്റു കോളേജിൽ നിന്നും നമ്മുടെ ഈ വെബിനാറിൽ പങ്കെടുക്കാനെത്തിയ സഹാധ്യാപകരെ, വിദ്യാർത്ഥികളെ, നമ്മുടെ കോളേജിലെ വിദ്യാർത്ഥികളെ, സുഹൃത്തുക്കളെ, ശ്രീനാരായണ ട്രെയിനിങ് കോളേജിനെ സംബന്ധിച്ച് ഇത് ഒരു അസുലഭ നിമിഷമാണ്. കാരണം
നമ്മുടെ കോളേജിൽ എത്തുന്ന വിശിഷ്ട വ്യക്തികളിൽ ഒരു പ്രധാനപ്പെട്ട ടീച്ചർ തന്നെ നേരത്തെ പറഞ്ഞിരുന്നു, 3 പ്രാവശ്യം നമ്മുടെ കോളേജിൽ എത്തിയിരുന്നു, അതായത് 90s അതിനുശേഷം ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ടീച്ചറിനെ നമുക്ക് ഓൺലൈൻ മാധ്യമത്തിൽ കൂടിയെങ്കിലും നമ്മുടെ ഒരു ഗ്രൂപ്പിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചത്. അത് നമ്മൾക്കെല്ലാം വളരെയധികം സന്തോഷമുണ്ട്. നമുക്കറിയാം, നമ്മള് വിദ്യാഭ്യാസത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഏറ്റവും സാധാരണ നമ്മൾക്ക് ലഭിക്കുന്ന ആ വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള ചിന്തകരിൽ ഏറ്റവും ഉത്തമമായ ചിന്തകൾ വെച്ചു പുലർത്തുന്ന ഒരു അധ്യാപികയാണ് നമുക്കിന്ന് നമ്മോടൊപ്പം ലഭിച്ചിരിക്കുന്നത്. നമ്മൾ കൂടുതലും തിയറി ക്ലാസ്സുകളിൽ വിദ്യാഭ്യാസത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്ന പല അനുഭവങ്ങളും, കേൾക്കുന്ന പല പാഠങ്ങളും ടീച്ചറിനെ പോലെയുള്ള വ്യക്തികളുടെ അനുഭവങ്ങളാണ്. നമുക്കറിയാം, വിദ്യയാണ് ഏറ്റവും വലിയ സമ്പത്ത്, വിദ്യാഭ്യാസം ഏറ്റവും ഉയർന്ന നിക്ഷേപവും. നമ്മൾ സാധാരണ എക്കണോമിക്സിന്റെ ഭാഷയിൽ പറയുമ്പോൾ ഈ നിക്ഷേപ മേഖല കാലാനുസൃതമായി പരിണാമ വിധേയമായി കൊണ്ടിരിക്കുന്നു. ഇന്നത്തെ ഈ പാൻഡമിക് സിറ്റുവേഷനിൽ ഓൺലൈൻ ക്ലാസ്സസ്, ഹോം ലേണിംഗ് ഇതെല്ലാം നിലനിൽക്കുന്നു എങ്കിലും ഔപചാരിക വിദ്യാഭ്യാസത്തിൽ ഏറ്റവും പ്രധാനം അധ്യാപകന് തന്നെയാണ്. അധ്യാപകന് നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂട്ട് നൽകാൻ സാധിക്കുകയില്ല. കുട്ടികൾ വിദ്യാലയത്തിലൂടെ കടന്നു പോവുകയല്ല, മറിച്ച് വിദ്യ അവരിലേക്ക് കടന്നു ചെല്ലുകയാണ് ചെയ്യുന്നത്. അതിനുള്ള ഒരു ചാലക ശക്തിയാണ് അധ്യാപകൻ. കാരണം വസ്തുക്കളെയല്ല, വ്യക്തികളെയാണ് ഒരു അധ്യാപകൻ കൈകാര്യം ചെയ്യുന്നത്. അതായത് ഒരു ക്ലാർക്ക് കുറച്ച് നിർജീവമായ ഫയലുകളെ കൈകാര്യം ചെയ്യുമ്പോൾ അധ്യാപകൻ ജീവനുള്ള, സത്തുള്ള ഒരു കുട്ടിയെയാണ് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ല എങ്കിൽ തകർന്നു പോകാനും സാധ്യതയുണ്ട്. ഒരു കാലത്ത് നമ്മൾ പഠനം എന്ന് പറയുന്നത് ഉരുവിട്ട് പഠിക്കുക, റോഡ് ലേണിങ്ങിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. എന്നാൽ ഇന്ന് അതെല്ലാം മാറി നമ്മൾ എക്സ്പീരിയൻസിൽ കൂടി, ആക്ടിവിറ്റിയിൽ കൂടി നമ്മൾ ആ കാര്യങ്ങൾ ഹൃദിസ്ഥമാക്കുകയാണ്. അതായത് നമ്മളുടെ എക്സ്പീരിയൻസിൽ കൂടി പെരുമാറ്റത്തിൽ ഉണ്ടാക്കുന്ന പരിവർത്തനമായി നമ്മൾ പഠനത്തെ കാണാൻ തുടങ്ങി. സമൂഹം അംഗീകരിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റ രൂപങ്ങൾ വികസിപ്പിക്കുന്നതിന് വേണ്ടി കുട്ടികളെ സഹായിക്കുക എന്നതായി അധ്യാപകന്റെ റോൾ, അല്ലെങ്കിൽ അധ്യാപകന്റെ ധർമ്മം. സ്വഭാവ രൂപവൽക്കരണത്തിൽ അധ്യാപകന്റെ പങ്ക് നിസ്സീമമാണ്. മൂല്യബോധമുള്ള, ആത്മവിശ്വാസമുള്ള പൗരന്മാരായി തലമുറയെ മാറ്റണമെങ്കിൽ അത്തരം അധ്യാപകർ കാലാകാലങ്ങളിൽ ഉണ്ടാകണം. അറിവ് ജ്ഞാനവുമായി മാറുമ്പോൾ മാത്രമേ അധ്യാപനം പൂർത്തിയാകുകയുള്ളൂ. ഏതൊരു കുട്ടിക്കും ജന്മനിയോഗമുണ്ട്. അവനിലെ ജ്വലിക്കുന്ന വ്യക്തിയെ അധ്യാപകൻ ഊതിക്കാച്ചിയെടുക്കണം. നാളെ നമ്മൾ ഓരോരുത്തരും, നിങ്ങൾ നാളത്തെ അധ്യാപകരായി കഴിയുമ്പോൾ നിങ്ങൾ ഈ ഒരു ആശയം നിങ്ങളുടെ മനസ്സിൽ വെച്ചുകൊണ്ട് കുട്ടിയിലെ ജന്മ നിയോഗത്തെ അവനിലെ മാക്സിമം ഡെവലപ്മെന്റിലൂടെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കണം. പഠനം എന്നാൽ അവനിലേക്കുള്ള യാത്രയാണ്. സ്വന്തത്തെ കണ്ടെത്താനുള്ള, സ്വന്തം ഇടം അടയാളപ്പെടുത്താനുള്ള യാത്ര. മറ്റുള്ളവർക്ക് അപ്രകാരം പ്രകാശം നൽകിക്കൊണ്ട് എരിയുന്ന വിളക്കുതിരിയായി അധ്യാപകൻ മാറണം. ഇത്തരത്തിലുള്ള അധ്യാപനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രായത്തിലും ആ അധ്യാപനം, അതായത് ടീച്ചർ 1997 റിട്ടയർ ചെയ്തു എന്ന് പറഞ്ഞു. അത്തരത്തിലുള്ള ഇപ്പോഴും ടീച്ചറിന്റെ, നമ്മളൊക്കെ ആണെങ്കിൽ അത് റിട്ടയർ ചെയ്ത് കഴിയുമ്പോൾ സർവീസിൽ നിന്ന് റിട്ടയർ അല്ല, അധ്യാപനത്തിൽ നിന്ന് പോലും റിട്ടയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിലല്ലാതെ ഈ ഒരു കാലത്തും ഇത്തരത്തിലുള്ള ഒരു അധ്യാപികയാകാൻ കഴിഞ്ഞ ശ്രീദേവി ടീച്ചറിനെ നമുക്ക് ലഭിച്ചതിൽ നിങ്ങൾ ഓരോരുത്തരും മാക്സിമം അതിനെ യൂട്ടിലൈസ് ചെയ്ത് ടീച്ചറിന്റെ വാക്കുകളെ ശ്രവിച്ച് അത് മാക്സിമം ഒരു എഫക്റ്റീവ് സെഷൻ ആക്കി ഇത് മാറ്റണം എന്നാണ് കുഞ്ഞുങ്ങളോട് എനിക്ക് പറയാനുള്ളത്. ടീച്ചറിനെ കുറിച്ച് പറയുമ്പോൾ ടീച്ചർ ആരായിരുന്നു, ഇപ്പൊ സംഗീത ടീച്ചർ പറഞ്ഞപ്പോൾ തന്നെ ടീച്ചർ ആരായിരുന്നു എന്ന് ചിന്തിക്കുമ്പോൾ, നമ്മുടെ റിസോഴ്സ് പേഴ്സൺ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം നിങ്ങൾ എല്ലാവരും ചിന്തിക്കുന്നത് ടീച്ചർ ആരായിരുന്നു. അപ്പൊ എനിക്ക് ഏറ്റവും സന്തോഷമുള്ളത് ടീച്ചർ ആരല്ലായിരുന്നു എന്ന് പറയുന്നതാണ്. അത് പറയാൻ തന്നെ നമുക്ക് വാക്കുകളില്ല. അതായത് ടീച്ചർ ചിന്തകയാണ്, സാഹിത്യകാരിയാണ്, അധ്യാപികയാണ്, ഗവേഷകയാണ്, ഇതിലെല്ലാത്തിലും നമ്പർ 1 ആണ്.
അതാണ് ടീച്ചറിന്റെ ഒരു പ്രത്യേകത. അതുപോലെ തന്നെ മലയാള സാഹിത്യവും ഇംഗ്ലീഷ് സാഹിത്യവും ഒരുപോലെ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിത്വവുമാണ്. സാധാരണ നമ്മൾ പറയുമ്പോൾ എന്റെ സബ്ജക്ട് മലയാളമാണ് അല്ലെങ്കിൽ എന്റെ സബ്ജക്ട് ഇംഗ്ലീഷാണ് എന്നാണ് ഓരോരുത്തരും പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷ് ചെയ്യണമെങ്കിൽ ഞാൻ നോട്ട് പ്രൊഫിഷ്യന്റ് ഇൻ മലയാളം എന്നുള്ള രീതിയിലാണ് പോകുന്നത്. ടീച്ചർ ഈ രണ്ട് ഭാഷകളും ഒരുപോലെ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ടീച്ചറിന്റെ ഒരു ഡയറക്റ്റ് സ്റ്റുഡന്റ് ആകാൻ എനിക്ക് സൗകര്യം കിട്ടിയിട്ടില്ല എങ്കിലും ടീച്ചറിന്റെ ക്ലാസ്സുകൾ ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. കൂടാതെ നമ്മുടെ എല്ലാം പ്രഭാതം ആരംഭിക്കുന്നത് മിക്കവാറും ദിവസം ടീച്ചറിന്റെ വാക്കുകളിലൂടെയാണ്. അതായത് ആകാശവാണിയിലെ എനിക്ക് തോന്നുന്നു സുപ്രഭാതം എന്ന പരിപാടിയാണെന്ന് തോന്നുന്നു, രാവിലെ മെസ്സേജ് നൽകുന്ന ആ പരിപാടി നമ്മളൊക്കെ വീട്ടിൽ അടുക്കളയിലായിരിക്കുന്ന സമയത്ത് രാവിലെ 6 മണിക്ക് പരിപാടിയുടെ പേര് ഞാനങ്ങ് പെട്ടെന്ന് മറന്നുപോയി, ഓൺ ചെയ്യുമ്പോൾ ഒരു മെസ്സേജ് ലഭിക്കുന്നുണ്ട്. ആ മെസ്സേജോട് കൂടിയാണ് നമ്മളുടെ എല്ലാം മിക്കവാറും ദിവസങ്ങളിൽ ടീച്ചറിന്റെ മെസ്സേജാണ് ഉണ്ടാകാറുള്ളത്. ആ ഒരു മെസ്സേജോട് കൂടിയാണ് നമ്മുടെ ആ ശുഭചിന്തയോ അങ്ങനെ എന്തോ ആണ് ടീച്ചർ, സുപ്രഭാതമെന്നോ ശുഭചിന്തയെന്നോ ആണ്, ആ മെസ്സേജോട് കൂടിയാണ് നമ്മുടെ എല്ലാം മിക്കവാറും ദിനങ്ങളെല്ലാം തുടങ്ങുന്നത് തന്നെ. അത്തരത്തിൽ ഒരു എല്ലാവിധത്തിലും ഒരു ശ്രേഷ്ഠയായ അധ്യാപികയെ നമുക്ക് ലഭിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഒരിക്കൽ കൂടി ടീച്ചറിനെ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ടീച്ചറിന്റെ വിലപ്പെട്ട സമയമാണ്. അപ്പൊ ടീച്ചറിനെ ഒരിക്കൽ കൂടി ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, Sheba ma'am. Next, I invite Dr. VGV, Assistant Professor of Srinarayana Training College, for introducing the resource person. നമസ്കാരം. ബഹുമാനപ്പെട്ട കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഷീബ ടീച്ചർ, നമ്മുടെ വിശിഷ്ട അതിഥിയായ ഡോക്ടർ ശ്രീദേവി ടീച്ചർ, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, കുട്ടികളെ. ഡോക്ടർ എസ് ശ്രീദേവി ടീച്ചർ, ഫോമർ പ്രിൻസിപ്പൽ, ഗവൺമെന്റ് കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ, തിരുവനന്തപുരം. ടീച്ചറിന്റെ വിദ്യാഭ്യാസം, ഔദ്യോഗിക ജീവിതം, സമഗ്ര സംഭാവനകൾ എന്നിവയിലൂടെയുള്ള ഒരു എത്തിനോട്ടം. ടീച്ചറിന്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുമ്പോൾ MA മലയാളം, MA ഇംഗ്ലീഷ്, MEd, PhD എല്ലാ ഡിഗ്രികളും കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ടീച്ചർ എടുത്തിരിക്കുന്നത്. ഹൈസ്കൂൾ ടീച്ചറായി തന്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ച ശ്രീദേവി ടീച്ചർ പിന്നീട് പാലക്കാട് ആർട്സ് കോളേജ്, പാലക്കാട് വിക്ടോറിയ കോളേജ്, തലശ്ശേരി, തൃശൂർ, കോഴിക്കോട് എന്നിവിടങ്ങളിലെ ഗവൺമെന്റ് ട്രെയിനിങ് കോളേജുകൾ എന്നിവിടങ്ങളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തെ ഗവൺമെന്റ് കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനിലെ പ്രിൻസിപ്പലായി 1997 മാർച്ചിൽ സർവീസിൽ നിന്ന് വിരമിക്കുകയും തുടർന്ന് നാലാഞ്ചിറ മാർ തിയോഫിലസ് ട്രെയിനിങ് കോളേജ്, പ്രാവച്ചമ്പലം നാഷണൽ ട്രെയിനിങ് കോളേജ്, തിരുവല്ലം BNV കോളേജ് എന്നിവിടങ്ങളിൽ സേവനമനുഷ്ഠിക്കുകയും ചെയ്തു. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ടീച്ചർ 5 പുസ്തകങ്ങളുടെ രചയിതാവാണ് എന്നതാണ്. സൂര്യനു മുകളിൽ, മാലാഖമാരുടെ ശബ്ദം, പേമ കഥ പറയുന്നു, അന്നപൂർണിയുടെ വീടുകൾ, CV മറ്റൊരു മുഖം. DD കേരളം, സൂര്യ, ഏഷ്യാനെറ്റ്, കൈരളി, അമൃത എന്നീ ചാനൽ പ്രേക്ഷകർക്കെല്ലാം ടീച്ചർ സുപരിചിതയാണ്. തിരുവനന്തപുരം ഓൾ ഇന്ത്യ റേഡിയോയിൽ സുഭാഷിതം പരിപാടിയിലെ പതിവ് ശബ്ദമാണ് ടീച്ചറിൻ്റെത്. NCERT-യിലും SCERT-യിലും കാര്യവട്ടത്തെ അക്കാഡമിക് സ്റ്റാഫ് കോളേജിലും റിസോഴ്സ് പേഴ്സണായി പ്രവർത്തിക്കുന്നു. കൂടാതെ ടീച്ചർ ഒരു റിസർച്ച് ഗൈഡും കൂടിയാണ്. ടീച്ചറിന്റെ വിദ്യാർത്ഥിയാണ് എന്നും ടീച്ചറിനോടൊപ്പം ജോലി ചെയ്യാൻ സാധിച്ചു എന്നും അഭിമാനത്തോടുകൂടി പറയുന്ന അനേകം പേർ കേരളത്തിലുടനീളമുണ്ട്. എന്നും നമ്മുടെ കോളേജിന്റെയും അവിടുത്തെ ഏവരുടെയും നന്മ ആഗ്രഹിക്കുന്ന ടീച്ചർ പലതവണ നമ്മുടെ കോളേജിൽ പ്രാക്ടിക്കൽ ബോർഡ് മെമ്പറായി എത്തിയിട്ടുണ്ട്. ഡോക്ടർ എസ് ശ്രീദേവി ടീച്ചർ എന്ന ഈ ബഹുമുഖ പ്രതിഭയെ ശ്രവിക്കാൻ സാധിക്കുന്നതിനുള്ള സന്തോഷത്തോടുകൂടി നിർവൃതിയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, Viji ma'am. Next, I would like to welcome Dr. Pramoji Nair, Assistant Professor of Srinarayana Training College, for the facilitation. ഏവർക്കും നമസ്കാരം. കേൾക്കാമോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ബഹുമാനിയായ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഷീബ പി, സർവാദരണീയം പരമാദരണീയമായ ഇന്നത്തെ മുഖ്യ പ്രഭാഷക, തെക്കാട് ഗവൺമെന്റ് കോളേജ് ഫോർ ടീച്ചർ എഡ്യൂക്കേഷനിലെ മുൻ പ്രിൻസിപ്പൽ എസ് ശ്രീദേവി ടീച്ചർ, ആർ ശങ്കർ മെമ്മോറിയൽ സെമിനാർ പരമ്പരയുടെ കൺവീനർ, ഈ കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗം അധ്യാപിക ഡോക്ടർ റീത്ത രവി, ഇന്നത്തെ വെബിനാറിന്റെ കോർഡിനേറ്റർ
ഡോക്ടർ സംഗീത, എൻ്റെ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ, ഈ വെബിനാറിൻ്റെ ഏറ്റവും നല്ല ഉപഭോക്താക്കളായ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, ശ്രീനാരായണീയ പ്രസ്ഥാനങ്ങളുടെ സ്ഥാപക മാനേജരായ, കോളേജുകളുടെയും സ്ഥാപക മാനേജരായ ആർ ശങ്കർ സാറിൻ്റെ പേരിൽ ഒരു തുടർ വെബിനാർ പരമ്പര നടത്തണമെന്നുള്ള തീരുമാനം ഏറെ പ്രയോജനപ്രദമാവുന്നു എന്നിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. 4ാമത്തെ വെബിനാറാണ് ഇന്ന് യാഥാർത്ഥ്യവൽക്കരിക്കുന്നത്. അതിനിടയാക്കിയ എല്ലാവരെയും, ആ ചടങ്ങിൽ പങ്കെടുത്ത പ്രശസ്തരായ, നമ്മുടെ ഓരോ വെബിനാറിലും പങ്കെടുത്ത പ്രശസ്തരായ അധ്യാപകരെയും നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് ഞാൻ ഈ ചടങ്ങിലൂടെ എൻ്റെ കർത്തവ്യം പൂർത്തിയാക്കട്ടെ. ഇന്ന് തികച്ചും വ്യത്യസ്തമായ നൂതനമായ ഒരു വിഷയമാണ് ചർച്ചയ്ക്ക് വരുന്നത്. ദ ഷേപ്പിംഗ് ഓഫ് ആർട്ടിസ്ട്രി ഓഫ് പ്രോസ്പെക്റ്റീവ് ടീച്ചേഴ്സ്. ഏറെ മാനങ്ങളുള്ള, ഏറെ വൈവിധ്യതയുള്ള, ഏറെ നമ്മൾ പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ അതിൻ്റെ പരിധികൾ നീണ്ടുപോകുന്ന ഒരു വിഷയമാണ് ഇന്ന് ഈ വെബിനാറിൽ ആവിഷ്കരിക്കുന്നത്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരുപക്ഷെ BEd കാലഘട്ടം മുതൽ ഇന്ന് വരെയുള്ള കാലഘട്ടത്തിൽ ബൃഹദാരണ്യ ഉപനിഷത്തിലെ ഒരു ശ്ലോകത്തിൽ മാത്രം ഉൾക്കൊള്ളുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു പഴയ വിശ്വാസമാണ് എന്നെ ഇന്നും പിന്തുടരുന്നതെന്ന് പറയാം. അസതോമ സദ്ഗമയ, തമസോമ ജ്യോതിർഗമയ, മൃത്യോമ അമൃതംഗമയ. അർത്ഥം നിങ്ങൾക്കറിയാമായിരിക്കും. അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും, തമസിൽ നിന്ന് പ്രകാശത്തിലേക്കും, മരണത്തിൽ നിന്ന് അമരത്വത്തിലേക്കും ഒരു മനുഷ്യനെ നയിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് സഞ്ജീവനി മഹർഷി പിന്നീട് വിദ്യാഭ്യാസത്തിന്റെ ഒരു നിർവചനമായി പുരാതന കാലത്ത് നൽകിയിട്ടുള്ളത്. പക്ഷേ പഴയ കാലങ്ങളിലെ അധ്യാപക വൃത്തി അല്ലെങ്കിൽ അധ്യാപകർ പ്രോസ്പെക്റ്റീവ് ടീച്ചേഴ്സ് തന്നെ ആയിരുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. ബുദ്ധിസ്റ്റ് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഒരുപക്ഷെ അധ്യാപകൻ എന്ന് പറയുന്ന വ്യക്തി ലോകത്തിലെ ഏറ്റവും ഔന്നത്യം അറിയിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഓരോ മതത്തിനും, ഓരോ ജാതിക്കും അല്ലെങ്കിൽ ഓരോ വിഭാഗത്തിനും അതിൻ്റെതായ വിദ്യാഭ്യാസ ദർശനങ്ങൾ ഉണ്ടായിരുന്നു. കാലഘട്ടത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഉൾക്കൊള്ളുന്ന വിദ്യാഭ്യാസ ദർശനങ്ങൾ നമുക്ക് വളരെയേറെ വ്യക്തമായിട്ട് തൊട്ടറിയാനും കണ്ടറിയാനും കഴിഞ്ഞിട്ടുണ്ട്. ജൈനമത വിശ്വാസികളും മുസ്ലിം വിഭാഗങ്ങളും യഹോവ സാക്ഷികളും എല്ലാവരും വിദ്യാഭ്യാസത്തിനെ അവരവരുടേതായ മാനങ്ങൾ നിർണ്ണയിക്കുകയും നിശ്ചയിക്കുകയും വിളംബരപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ വിദ്യാഭ്യാസത്തിന് ഒരു നേർക്കാഴ്ചയിലൂടെ നോക്കുകയാണെങ്കിൽ ഒരു കഞ്ചിരിയോടെ നമുക്ക് പറയാൻ കഴിയും, ഇന്നത്തെ വിദ്യാഭ്യാസം ആധുനിക വാണിജ്യ വ്യാവസായികവൽക്കരണത്തിന്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ അധ്യാപകന് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു അനുഷ്ഠാനമല്ല, പകരം മറ്റേ ആരെയും പോലെ അവന്റെ ജീവിതം മുന്നോട്ട് നീക്കാനുള്ള ഒരു തൊഴിൽ മാത്രമായിട്ട് പരിമിതപ്പെടുത്തേണ്ടി വരുന്നു എന്നുള്ള സത്യം, എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. ഈ നിമിഷങ്ങളിലാണ് വിദ്യാഭ്യാസത്തിന്റെ കാലിക പ്രസക്തിയെക്കുറിച്ചും അതിന്റെ ഭാവിയെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അത് ചർച്ച ചെയ്യാൻ ഉചിതമായ സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ പരിപ്രേക്ഷത്തിൽ മുന്നിൽ നിൽക്കുന്ന നമ്മുടേതുപോലെയുള്ള ട്രെയിനിങ് കോളേജുകളും ടീച്ചർ പരിശീലന കേന്ദ്രങ്ങളും ആണെന്നുള്ളത് സത്യമാണ്. അതിനേക്കാളേറെ നമുക്ക് ഈ വിഷയത്തിൽ കിട്ടിയ ഭാഗ്യം എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിന്റെ കർമ്മം കൊണ്ടും പ്രവൃത്തി കൊണ്ടും ജന്മം കൊണ്ടും അനുഭവങ്ങൾ കൊണ്ടും എല്ലാ മേഖലകളിലും തൊട്ടതെല്ലാം പൊന്നാക്കിയ വിദ്യാഭ്യാസ രംഗത്തെ ഒരു മഹാവ്യക്തിത്വമാണ് നമ്മളെ ഇന്ന് അഭിമുഖീകരിച്ച് സംസാരിക്കുന്നത്. ഏറെ സന്തോഷം. ഏറെ ടീച്ചറിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ മേഖലയിൽ പണിയെടുത്തിട്ടുണ്ടെങ്കിലും 10-22 വർഷമായിട്ട് ട്രെയിനിങ് കോളേജ് വിദ്യാഭ്യാസത്തിലുണ്ടെങ്കിലും മുഖാമുഖം കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല, കേട്ടറിവ് മാത്രമേ ഉള്ളൂ. ഈ നിമിഷങ്ങളിൽ ഈ വിഷയത്തിലേക്ക് വസ്തുനിഷ്ഠവും ഏറെ ആഴത്തിലുള്ള പഠനങ്ങളും അനുഗ്രഹങ്ങളും സംഭാഷണങ്ങളും ലഭിക്കുവാൻ വേണ്ടി നമ്മളോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്ന ടീച്ചറിനെ സ്നേഹപൂർവ്വം എൻ്റെ ഈ ചടങ്ങിലേക്ക് ഒന്നുകൂടി ഞാനായിട്ട് കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാ ആശംസകളും ഈ ചടങ്ങിന്, ഇതിന്റെ പ്രവർത്തകർക്ക്, ഈ വെബിനാർ സീരീസിന്റെ കോർഡിനേറ്റേഴ്സിന്, ഇത് കേൾക്കുന്ന കുട്ടികൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, Pramod sir. Next is the most awaited session of the day. I honorably welcome Professor Dr. Sridevi ma'am for the resource talk. Can you hear me? കേൾക്കാമോ?
കേൾക്കാം ടീച്ചർ. Welcome, Miss. എനിക്ക് നമ്മുടെ വെബിനാറിന്റെ ഏകദേശം പകുതി ഭാഗം ഇപ്പൊ തന്നെ തീർന്നു കഴിഞ്ഞു. ഞങ്ങളെല്ലാവരും അതൊക്കെ ഫില്ലപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി പുതിയതായിട്ട് എന്ത് പറയണം എന്നുള്ളൊരു അങ്കലാപ്പിലാണ് ഞാൻ. പക്ഷെ നല്ലതാണ്. എന്താണെന്നറിയാമോ, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞതൊക്കെ പറയപ്പെടേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് എനിക്ക് എൻ്റെ ജോലി വളരെ ലഘൂകരിച്ച് കിട്ടിയിട്ടുണ്ട്. ഞാൻ ആദ്യമേ ശ്രദ്ധിച്ചിട്ടുള്ളത്, മനുഷ്യരെ കുറെ കൂടി നല്ല മനുഷ്യരാക്കാൻ ശ്രമിച്ച ശ്രീനാരായണ ഗുരുവിൻ്റെ പേര്. തലശ്ശേരിയിലായിരുന്നപ്പോൾ ജഗന്നാഥ ക്ഷേത്രത്തിലെ സുകുമാർ അഴീക്കോടിൻ്റെ കൂടെ ഒരുമിച്ച് ശ്രീനാരായണ ഗുരുവിനെ പറ്റിയുള്ള ഒരു മീറ്റിങ്ങിലുണ്ടായിരുന്നു. ഞാൻ ഒരിക്കലും വിചാരിക്കാത്ത പോലെ തൊട്ടടുക്കൽ സുകുമാർ അഴീക്കോട് സാറിനെ കാണുകയും സാറിൻ്റെ സാഗര ഗർജനം കേൾക്കുകയും ചെയ്തു. സത്യം പറഞ്ഞാൽ ജീവിതം സഫലമായി എന്നൊക്കെ തോന്നുന്നത് പോലെ നാരായണ ഗുരുവിനെ പറ്റി അസലായിട്ട് സംസാരിച്ചു. ഞാനാണെങ്കിൽ ഇന്നത്തെ പ്രെയർ, ആ പ്രെയർ സാധാരണക്കാരൻ്റെ ഉപനിഷത്ത് എന്ന പേരിൽ ഞാനും സംസാരിച്ചു. ഒടുവിൽ എൻ്റെ ഒരു ബുക്കിനകത്ത് സുകുമാർ അഴീക്കോട് എഴുതി തന്നു, സാധാരണക്കാരൻ്റെ ഉപനിഷത്ത് എന്ന് പറഞ്ഞ ഈ ഉപനിഷത്ത് പറഞ്ഞ ശ്രീദേവി അസാധാരണയാണ് എന്നെഴുതി. ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് നിധി പോലെ എൻ്റെ കയ്യിൽ. ഒരുപാട് ഗുരുത്വമുള്ള ഒരാളാണ് വാസ്തവത്തിൽ. ഗുരുത്വം എന്ന് പറഞ്ഞാൽ നല്ല ഗുരുക്കന്മാർ, ശുദ്ധാത്മാക്കളായ ഗുരുക്കന്മാർ അവരുടെ ക്ലാസ്സിൽ ഇരിക്കാൻ എന്നെ അനുവദിച്ചിട്ടുണ്ട്. പല കോഴ്സിലായിട്ട് ഞാൻ അങ്ങനെ ഇരുന്നിട്ടുണ്ട്. എന്താണ് നല്ല വിദ്യാഭ്യാസത്തിൻ്റെ ഒരു മാതൃക എന്ന് പഠിച്ചിട്ടുണ്ട്. 1ാം ക്ലാസ് മുതൽ നോക്കി എൻ്റെ പഠനം അവസാനിച്ചിട്ടില്ലാത്ത ഈ അവസരത്തിലും മറക്കാനാവാത്തത് വാസ്തവത്തിൽ എൻ്റെ പൂർവ്വ അധ്യാപകരെ തന്നെയാണ്. ആരും നമുക്ക് അന്യരല്ല എന്ന് മനസ്സിലാക്കി തരുന്ന, എല്ലാവരും നമുക്ക് വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കി തരുന്നതാണ് എൻ്റെയൊക്കെ വിദ്യാഭ്യാസം. ഞാൻ പഠിക്കുന്ന കാലത്ത് ഇന്നത്തെ യാതൊരു സൗകര്യവുമില്ല. 40കളിൽ ഞാൻ പഠിക്കുമ്പോൾ ഒരു സൗകര്യവുമില്ല. പക്ഷെ ഉള്ള സൗകര്യം കൊണ്ട് മനുഷ്യക്കുട്ടികളെ കുറെ കൂടെ നല്ല മനുഷ്യക്കുട്ടികളാക്കുന്ന അധ്യാപകരാണ് ഞങ്ങളെയൊക്കെ കൈകാര്യം ചെയ്തത്. ഞാൻ അവർക്ക് എപ്പോഴും സ്തുതി പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരു അധ്യാപക ദിനത്തിൽ മാത്രമല്ല അവർക്ക് ഞാൻ പ്രത്യേക സ്നേഹം അർപ്പിക്കുന്നു. വാസ്തവത്തിൽ വിദ്യാഭ്യാസം ഒരു പാരസ്പര്യമാണ്. നിങ്ങൾക്കറിയാം, അധ്യാപക വിദ്യാർത്ഥി സംഗമമാണ്. അപ്പൊ ഈ രണ്ടു കൂട്ടർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയം ഉണ്ടാവുമ്പോഴാണ് നല്ല വിദ്യാഭ്യാസം തീർച്ചയായിട്ടും നടക്കും. സംശയമില്ല അതിനെപ്പറ്റി. അപ്പോൾ അതിങ്ങനെ ഓർക്കുമ്പോൾ എൻ്റെ പൂർവ്വകാല സ്മരണകളിൽ എത്രയോ ദൈവതുല്യരായ മനുഷ്യരെ പഠിപ്പിച്ചു പോയതിൻ്റെ ഓർമ്മയിലാണ് ഞാനും എപ്പോഴും പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിച്ചത്, ഞാൻ നേരിൽ കണ്ടിട്ടുള്ളതും പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ളതും എൻ്റെ മുഖ്യമന്ത്രിയും കൂടെ ആയിരുന്ന സ്വർഗസ്ഥനായ ആർ ശങ്കറിൻ്റെ, അദ്ദേഹത്തിൻ്റെ മകനെയും മകളെയും എനിക്ക് പരിചയം. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയുള്ള ഒരു വെബിനാറിൽ വിദ്യാഭ്യാസത്തെ പറ്റി സംസാരിക്കാൻ എന്നെ നിങ്ങൾ ക്ഷണിച്ചത് എനിക്ക് നിങ്ങളെക്കാളേറെ സന്തോഷമുള്ള കാര്യം, വളരെ സന്തോഷമുള്ള കാര്യം. അതിന് പ്രധാന കാരണം എനിക്ക് വിദ്യാഭ്യാസവും അധ്യാപനവും ഇഷ്ടമാണ് എന്നുള്ളത്. ഞാൻ ഒരിക്കലും മടുപ്പോടെ മതിയായി എന്ന് പറഞ്ഞിട്ടേ ഇല്ല. ഒരുപക്ഷെ 80ാം വയസ്സിലായിട്ട് പോലും എനിക്ക് ഇത്തരം കാര്യങ്ങളിലുള്ള ഒരു വല്ലാത്ത ഇഷ്ടം അതാണ്. അധ്യാപനത്തിൻ്റെതായ ഒരു മാസ്മരിക ലോകം ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ അറിഞ്ഞിട്ടുണ്ട്, തൊട്ടിട്ടുണ്ട്, മനസ്സിലാക്കി. അതുകൊണ്ട് നിങ്ങൾ അധ്യാപക വിദ്യാർത്ഥികൾ എന്ന പേരുള്ള ഇന്നത്തെ BEd ട്രെയിനീസിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഒരുപക്ഷെ സാങ്കേതിക വിദ്യ കൊണ്ട് ഒരുപാട് മികവ് നേടാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതൊന്നുമില്ലാതിരുന്ന കാലത്ത് ഈ സാങ്കേതിക വിദ്യകളെ വെല്ലുന്ന രീതിയിലുള്ള അധ്യാപനം നടത്തിയിട്ടുള്ളവരാണ് എന്നെ പഠിച്ചത്. ഞാനൊരു ആ കാര്യത്തിൽ ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ അപാരമായ കാരുണ്യം, അനുഗ്രഹം ലഭിച്ചിട്ടുള്ളവരാണ്. അതിൽ ഞാൻ അഭിമാനിക്കുന്നു. മറ്റൊന്ന് എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത്, ഞാൻ ഇതുവരെ
എന്നെ ക്ഷണിച്ചിട്ടുള്ള ഒരു കോളേജുകാരോടും ഞാൻ നോ പറഞ്ഞിട്ടില്ല. ഒടുവിൽ എന്നെ പറ്റി ഞങ്ങളുടെ കോളേജിൽ പറയുന്നത്, ആരെങ്കിലും ഒന്ന് വന്ന് ടീച്ചറിന്റെ കതക് തുറന്നിട്ട് പ്രിൻസിപ്പലാണ് എന്നെ ഇന്നടത്ത് പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഏത് സ്ഥലത്ത് ടീച്ചറിനെ വിളിച്ചാലും ടീച്ചർ ഉടനെ ഓടിപ്പോകും. സത്യമാണ്, ഞാൻ പോയിട്ടുണ്ട്. ഞാൻ ചെമ്പൂര്, വെള്ളറട എന്നൊക്കെ പറഞ്ഞ് എത്രയോ ദൂരമുള്ള സ്ഥലത്ത് എൻ്റെ ഒരു വിദ്യാർത്ഥി വിളിച്ചിട്ട് പോയി. ഞാൻ കണ്ടിട്ടേ ഇല്ലാത്ത മനുഷ്യരെയും കേട്ടിട്ടേ ഇല്ലാത്ത ഭാഷകളും ഒക്കെ കേൾക്കാനിടയായി. പക്ഷെ അവർക്കൊക്കെ ഉണ്ടല്ലോ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അത് ലഭിക്കാത്തതിൻ്റെതായ സകല വിഷമങ്ങളും ഉള്ളവരാണ്. അപ്പം അങ്ങനെയുള്ളവരെ കാണാനും അവരെ മനസ്സിലാക്കാനും അവരോട് സംവദിക്കാനും എനിക്ക് സമയം കിട്ടി. നിങ്ങളൊക്കെ നേരെ തിരിച്ചാണ്. വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും ഉത്തമമായ അനുഭവങ്ങൾ ലഭിച്ച കുട്ടികളാണ് വർക്കല നെടുങ്കണ്ട കോളേജിലെ കുട്ടികൾ. ശരിയാണ്, ഞാനവിടെ പ്രാക്ടിക്കൽ ബോർഡ് മെമ്പറായിട്ട് വരുമ്പോൾ എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തായിരുന്ന മാധവൻ നായർ സാറായിരുന്നു പ്രിൻസിപ്പൽ. സാറിൻ്റെ മകൾ എൻ്റെ കൊളീഗാണ്. ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്തിട്ടുണ്ട്. സുനി, ഡോക്ടർ സുനി, ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്തു. അപ്പോൾ എല്ലാം കൊണ്ടും എൻ്റെ ഈ പ്രാരംഭമായ കാര്യങ്ങളിൽ ഞാൻ പറയുന്നത് സന്തുഷ്ടയാണ്. കിട്ടിയ വിദ്യാഭ്യാസത്തിനും എനിക്ക് കിട്ടാതെ പോയ വിദ്യാഭ്യാസത്തിനും നിങ്ങൾക്കൊക്കെ കിട്ടിയ വിദ്യാഭ്യാസത്തിനും ഒക്കെ ഞാൻ പ്രത്യേകമായിട്ട് സന്തോഷിക്കുന്നു, അതിൽ സന്തോഷിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഈ വിഷയത്തിൻ്റെ ഏറ്റവും നല്ല ഒരു തുടക്കം ONV സാറിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു കവിതയാണ്. ഞാൻ സാറിൻ്റെ ഒക്കെ ആരാധന കൊണ്ട് ഒരുതരം എന്താ പറയേണ്ടത്, സാറിൻ്റെ വീട്ടിൽ വേലയ്ക്ക് നിന്നാലും മതിയായിരുന്നു എന്ന് ഉള്ള മട്ടിൽ അത്ര താഴ്മയോടെ ക്ലാസ്സിലിരുന്ന് പഠിച്ചിട്ടുള്ളതാണ്. സാർ പറഞ്ഞിട്ടുണ്ട്, പഠിക്കാൻ ഇഷ്ടമുള്ള ഒരുപാട് കുട്ടികളെയാണ് ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു. സാറിൻ്റെ നിങ്ങൾക്കൊക്കെ സുപരിചിതമായ ഒരു കവിത നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ ഒരു ബൈബിള് പോലെ പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ വേദം പോലെ പഠിച്ചിരിക്കണം. ആധുനികർക്ക് മനസ്സിലാകാവുന്ന ഭാഷയിൽ സാറ് പറഞ്ഞ ഒരു കവിതയുണ്ട്. ആ കവിത നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചൊല്ലാം. അത് കഴിയുമ്പോൾ നമ്മുടെ പെഡഗോജി വളരെ എളുപ്പമാകും, നമ്മുടെ ആർട്ടിസ്ട്രി വളരെ എളുപ്പമാകും. പൂവുകളായിരം കീറി മുറിച്ചു ഞാൻ പൂവിൻ്റെ സത്യം പഠിക്കാൻ, ഹൃദയങ്ങളായിരം കൊത്തി നുറുക്കി ഞാൻ ഹൃദയത്തിൻ തത്വം പഠിക്കാൻ. 100 സഹോദരരെ കൊല ചെയ്തു ഞാൻ, 5 പേർ കുരുക്ഷേത്രം ജയിക്കാൻ. പെരുവിരൽ ദക്ഷിണ ചോദിച്ചു ഞാൻ ശിഷ്യൻ വിരുദ്ധനായി വില്ലെടുത്തപ്പോൾ. ഈ കവിത ശ്രദ്ധിച്ചാൽ അറിയാം നമ്മുടെ വിദ്യാഭ്യാസം എങ്ങനെയാണ് നമ്മിലേക്ക് വന്നതെന്നും നാം അതെങ്ങനെയാണ്. സാർ ഒടുവിൽ അത് നിർത്തുന്നത് എന്താണ്? ദീപങ്ങളൊക്കെ കെടുത്തി ഞാൻ പ്രാർത്ഥിച്ചു, ദീപമേ നീ നയിച്ചാലും. ഒരു ചെറിയ വ്യത്യാസം വരുത്തിക്കോളൂ. ദീപങ്ങളൊക്കെ കൊളുത്തി നാം പ്രാർത്ഥിപ്പു. കണ്ടോ, ഇത്ര മതി. ദീപങ്ങളൊക്കെ കെടുത്തി പ്രാർത്ഥിക്കുന്നതിന് പകരം കിട്ടുന്നിടത്തോളം ദീപങ്ങൾ, നമ്മൾ ഈ മൺചെരാതുകൾ കത്തിച്ച് ദീപാവലി ആഘോഷിക്കുന്നത് പോലെ സകല ദീപങ്ങളും കൊളുത്തിക്കൊണ്ട് ചെയ്യേണ്ട മാനസികമായി ഞാൻ ചെയ്യുന്നത്, ആ ദീപങ്ങളൊക്കെ കൊളുത്തി ഞാൻ പ്രാർത്ഥിച്ചു, ദീപമേ നീ നയിച്ചാലും. ഈ കവിത ഒരു പെഡഗോജിക് അനാലിസിസ് ആണെന്ന് ഞാൻ സാറിനോട് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു, ശ്രീദേവി ഇങ്ങനെ ഓരോരോ പേരുകളൊക്കെ പറയും, ഇത് അതൊന്നുമല്ല, ഇത് എൻ്റെ കവിതയാണ് എന്ന് പറഞ്ഞു, സാറിൻ്റെ കലയാണ് എന്ന് പറഞ്ഞു. ഞാനിതിനകത്ത് കാണുന്ന കൃത്യമായ പഠന തന്ത്രങ്ങൾ ഞാൻ അവസാനിപ്പിച്ച ആ വരി തന്നെയാണ്. നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും ഒരു തത്വശാസ്ത്രത്തിൻ തൈ നടും. പക്ഷെ തൈ നട്ട് നാം എന്നും പിഴുതു നോക്കുന്നു വേരെണ്ണാൻ. അധ്യാപകർ ഓർമ്മിക്കണം, നമ്മുടേതല്ലാത്ത ഒരു വലിയ തെറ്റ് സഹിച്ചുകൊണ്ടാണ് നാം എന്നും അധ്യാപകരായിട്ടിരിക്കുന്നത്. നമ്മൾ കോഠാരി കമ്മീഷൻ എന്ന് കേട്ട് അന്തം വിട്ടു പഠിച്ച്
പ്രാവർത്തികമാക്കുന്ന സമയം കൊണ്ട് കമ്മീഷൻ റിപ്പോർട്ട് പെട്ടെന്ന് മറഞ്ഞു പോകും. രാധാകൃഷ്ണൻ കമ്മിറ്റി എന്ന് പറഞ്ഞൊരു കമ്മീഷൻ വരും, നമ്മളത് പഠിക്കും, നമ്മളതിനു വേണ്ടി ചത്തുറക്കം വിളിച്ചിരിക്കുമ്പോഴത്തേക്കും അത് പ്രായോഗികമാക്കുന്നതിന് മുമ്പേ അത് അസ്തമിക്കും. പിന്നെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി എന്നൊരെണ്ണം വരും, നമ്മളത് ചത്തു പഠിക്കും, പ്രായോഗികമാക്കാൻ നോക്കും, അത് അസ്തമിക്കും. ഇത് നമ്മുടെ തെറ്റല്ല. എന്തുകൊണ്ട്? അതിൽ പറയുന്ന പോലെയാണ്, തത്വശാസ്ത്രങ്ങൾ ജനിക്കുമ്പോൾ അതിന് ശക്തിയുണ്ടോ മതിയാകുമോ എന്നറിയാനായിട്ട് പിഴുതു നോക്കുന്നു വേരെണ്ണാൻ. അത് ഭംഗിയായിട്ട് കിളുക്കുമോ ഇല്ലയോ എന്നറിയാൻ പഞ്ചതന്ത്രത്തിൽ ചെടി പറിച്ചു നോക്കിയത് മനുഷ്യനല്ല, ഒരു കുരങ്ങൻ. ഒരു കുരങ്ങന് ആ പ്രവൃത്തി ചെയ്യാം. പക്ഷെ ആ കുരങ്ങനെ അനുകരിച്ചുകൊണ്ട് മനുഷ്യൻ എല്ലാ സമയവും അസമയവും ചെടികളാകുന്ന തത്വശാസ്ത്രങ്ങളെ പറിച്ചു നോക്കും. ഇപ്പൊ നിങ്ങൾക്കറിയാം, നിങ്ങൾ SSA വന്നപ്പോൾ അന്തം വിട്ട അധ്യാപകരുണ്ട്. സർവശിക്ഷ അഭിയാൻ എന്ന് പറഞ്ഞിട്ടിരുന്ന് മാസങ്ങളോളം നമ്മുടെ SCRT ഞാൻ കേൾക്കുകയും കാണുകയും പറയുകയും ചെയ്തു. ഒന്നാന്തര ഒരു കുഞ്ഞിനെ നമ്മൾ സൃഷ്ടിച്ചു. അതിൻ്റെ പരിണിത ഫലം എനിക്കറിയാം. ആ കുഞ്ഞ് ഞെരടി പീച്ചി കളഞ്ഞ ഒരു ചെടി വളഞ്ഞും പുളഞ്ഞും കിളുത്തു വന്നതുപോലെയാണ് കിളുത്തു വന്നിരിക്കുന്നത്. ഇന്നും നിങ്ങൾക്കറിയാം, നിങ്ങൾ ഓരോ ജോലി ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ആത്മാർത്ഥമായ വിശ്വാസമുണ്ട്. ഒരു തത്വശാസ്ത്രമാണ്, ഒരു ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷൻ. അതാണ് നമ്മൾ ഈ നടുന്നത്. അത് പൂക്കണേ, കായ്ക്കണേ, സത്ഫലങ്ങൾ ഉണ്ടാക്കണേ എന്ന പ്രാർത്ഥനയോടുകൂടി കുറെ അധികം ആളുകൾ ജോലി ചെയ്യുന്നതിലെ ഏറ്റവും കൂടുതൽ സന്തോഷത്തോടെ ആത്മാർത്ഥതയോടെ ചെയ്യുന്ന ആളുകളാണ് നമ്മുടെ വർഗം, അധ്യാപക വർഗം. പഠിപ്പിക്കുന്നവരും പഠിച്ചുകൊണ്ടിരിക്കുന്നവരുമായ നിങ്ങൾ. നിങ്ങളുടെ പേര് ശ്രദ്ധിച്ചോളൂ. BEd ട്രെയിനീസിനെ ആയിരുന്ന കാലത്ത് ഞങ്ങളെ വിളിച്ചിരുന്നത് അധ്യാപക വിദ്യാർത്ഥികൾ എന്നാണ്, ടീച്ചർ പ്യൂപ്പിൾ. നിങ്ങൾ ഒരേ സമയം അധ്യാപകനാകാൻ ശ്രമിക്കുന്ന പ്രോസ്പെക്റ്റീവ് ടീച്ചേഴ്സാണ്. സോ അധ്യാപക വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് എനിക്കിനി പറയാനുള്ളത്. നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഏറ്റവും ശുഷ്കാന്തിയോടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു പ്രത്യേക കോഴ്സിന് വേണ്ടി നിങ്ങൾ വന്നപ്പോൾ, ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു വന്നപ്പോൾ, അവിടുത്തെ അന്തരീക്ഷവും ഈ അന്തരീക്ഷവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾ ആദ്യം തന്നെ ഒരു ചിട്ടയും ഡിസിപ്ലിനും പഠിക്കുന്നത് ട്രെയിനിങ് കോളേജിൽ വരുമ്പോഴാണ്. ആദ്യമൊക്കെ നിങ്ങളിലെ ചെറുപ്പക്കാർക്ക് പലർക്കും പുരികം ചൊളിക്കാൻ ഇടയാകുന്നത്ര ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ദിനചര്യയാണ് ട്രെയിനിങ് കോളേജിലുള്ളത്. മടുക്കും നിങ്ങൾക്ക് ആദ്യമൊക്കെ. ഉറങ്ങണ്ടേ ടീച്ചർ എന്ന് ചോദിച്ചിട്ടുള്ളവരുണ്ട്. രാത്രി മുഴുവനും ചാർട്ട് വരയ്ക്കുകയും രാത്രി മുഴുവൻ നോട്ട്സ് എഴുതുകയും ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെ നല്ല ആളാകാൻ എനിക്ക് കഴിയും? ഞാനൊരു ഉറക്കം തൂങ്ങിയല്ലേ എന്ന് ചോദിച്ച വിദ്യാർത്ഥിയാണ്. ഞാൻ അയാൾക്കെതിരായിട്ട് പറഞ്ഞു, രാത്രിയുടെ യാമങ്ങൾ മുഴുവൻ ഉറങ്ങാനുള്ളതാണെന്ന് ആരാ പറഞ്ഞത്? താനത് ശീലിച്ചത് കൊണ്ട് വരുന്നതാണ്, അല്ല ഉറങ്ങാനുള്ളതല്ല. രാത്രിയുടെ എത്രയോ യാമം നിങ്ങൾക്ക് ഉണർന്നിരിക്കാനാണ്, ജാഗ്രതവത്തുകളായിരിക്കാനുള്ള സമയം. അത് വേണം. അതിന് ഞാൻ പല കുറുക്കുവഴികളും പെൺകുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ജോലി കഴിഞ്ഞ് ഒന്ന് പോയി കിടന്ന് ഉറങ്ങണം, സത്യം. എന്നിട്ട് പതുക്കെ ഉണർന്നു വന്നിട്ട് കൃത്യമായിട്ട് എന്തെങ്കിലും എഴുതാനും പഠിക്കാനും ഉള്ളത് പിറുപിറുപ്പില്ലാതെ പരിഭവമില്ലാതെ ഇതെന്നെ നന്നാക്കാനാണ്, ഞാൻ നന്നാവുകയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് പഠിക്കുകയും എഴുതുകയും ചെയ്യുന്ന കുറേ കുട്ടികളെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. അവരെന്നോട് പറഞ്ഞത്, അവർക്ക് BEd എന്നൊരു കോഴ്സ് കിട്ടിയപ്പോൾ അവരുടെ സ്വഭാവത്തിന് വന്ന മാറ്റങ്ങൾ, അവരുടെ ജീവിത വീക്ഷണത്തിന് വന്ന മാറ്റങ്ങൾ, കുട്ടികളെ പറ്റിയുള്ള വീക്ഷണത്തിന് വന്ന മാറ്റങ്ങൾ, ടീച്ചറെ ഈ എഡ്യൂക്കേഷൻ പോളിസികളൊക്കെ എന്താണെന്ന് മനസ്സിലായപ്പോൾ കിട്ടിയ ഒരു ആത്മധൈര്യം ഒക്കെ പറഞ്ഞു. നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്ട്രെസ്സോ സ്ട്രെയിനോ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ആദ്യം നിങ്ങൾ മാറ്റിക്കളയണം. കുറച്ച് സമയം കൊണ്ട് കൂടുതൽ ജോലി ചെയ്യുന്നു എന്ന പരിഭവം മാറ്റാനാണ് ദ്വിവർഷ കോഴ്സാക്കി ഇത് മാറ്റിയത്. 2 വർഷം കിട്ടുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, സാമാന്യം മാസ്റ്റർ ഡിഗ്രികൾ എടുക്കുന്നതിൻ്റെ സമയമാണ്. അത്രയും സമയത്തിൽ എത്രയും സമയമാണ് നിങ്ങൾ കൃത്യമായി ഉപകരിക്കത്തക്ക രീതിയിൽ ഉപയോഗിക്കുന്നത് എന്ന് നന്നായിട്ട് ശ്രദ്ധിക്കും. പിന്നൊന്ന്, ആർക്കും ചെയ്യാവുന്ന ഒന്നാണ് BEd എന്ന് പലരും ധരിച്ചിട്ടുണ്ട്.
ആർക്കും ചെയ്യാം, സത്യമാണ്. പക്ഷെ ആർക്കും ചെയ്യുമ്പോൾ കിട്ടുന്ന ഫലം യഥാർത്ഥത്തിലുള്ള അധ്യാപനത്തിൻ്റെതല്ല. വളരെ ചുരുക്കം ആളുകൾക്കാണ് നല്ല അധ്യാപകൻ എന്ന പേര് കിട്ടുന്നത്. ഞാൻ ഈ പുല്ലിംഗം ഉപയോഗിക്കുമ്പോൾ സ്ത്രീകളെ മാറ്റിയിട്ടല്ല. ടീച്ചർ എന്നുള്ളത് ഇറ്റ് ഹോൾഡ്സ് ഗുഡ് ഫോർ ദ ഫെമിനിൻ ജെൻഡർ ആസ് വെൽ ആസ് ദി മാസ്കുലിൻ ജെൻഡർ. രണ്ടുപേരും അധ്യാപകനാണ്. നമ്മളിപ്പോൾ ഓരോന്നിനെയും പിടിച്ച് പുറകെ ചെന്ന് സ്ത്രീപക്ഷം എന്ന് ഒരു പക്ഷേ ഞാൻ പറയുന്നില്ലാത്തതിന്റെ കാരണം അതാണ്. ടീച്ചർ എന്ന് പറയുന്ന ആ ഒരു ഇംഗ്ലീഷ് ടേം ഏറ്റവും വലിയ ഫിലോസഫർക്ക് തുടങ്ങി താഴോട്ട് വന്ന് സ്കൂൾ അധ്യാപകർക്ക് വരെ ആപ്ലിക്കബിൾ ആണ്. അത് ഓർക്കുക. അപ്പൊ ഞാനിപ്പോ ഈ ചൊല്ലിയ ഇത് നിങ്ങളൊന്ന് മനനം ചെയ്ത് നോക്കിയാൽ അറിയാം. ഞാനെന്നാണ് തുടങ്ങിയിരിക്കുന്നത്. അത് തന്നെ ശ്രദ്ധിക്കൂ. ആരാണ് പൂവുകളൊക്കെ കീറിമുറിച്ച് നോക്കിയത്? ഞാനാണ്. ആരാണ് ദീപങ്ങൾ കെടുത്തുന്നത്? ഞാനാണ്. ആരാണ് ദീപങ്ങൾ കൊളുത്തുന്നത്? ഞാനാണ്. ആരാണ് പെരുവിരൽ ദക്ഷിണ ചോദിക്കുന്നത്? ഞാനാണ്. ആരാണ് ഭൂമിതൻ പുത്രിയെ കാട്ടിലെറിഞ്ഞ് ഭൂപാലധർമ്മം പുലർത്തുന്നത്? ഞാനാണ്. അല്ലേ? എല്ലാം ചൂണ്ടുന്നത് ആരുടെ നേർക്കാണ്? എൻ്റെ നേർക്കാണ്, നിങ്ങളുടെ നേർക്കാണ്. ഞാൻ എന്ന് സാറ് പറഞ്ഞത് അതുകൊണ്ടാണ്. നമുക്കിതിൽ നിന്ന് മാറി നിൽക്കാൻ ഒക്കില്ല. നമുക്ക് ഒരു കാരണവശാലും നമ്മുടെ കുട്ടികൾ പറയുന്നു നമ്മളോട്, ടീച്ചറിന്റെ ക്ലാസ് എനിക്ക് ഒരു ഗുണമായിട്ട് തോന്നുന്നില്ല, ഞാൻ ബൈജൂസ് ആപ്പ് വെച്ച് പഠിച്ചോളാം. വിത്ത് ഡ്യൂ റെസ്പെക്ട് ടു ബൈജൂസ് ആപ്പ്, ഞാൻ പുച്ഛിക്കുകയല്ല. അങ്ങനെ ഒരു കുട്ടി പറയുമ്പോൾ ആ കുട്ടിക്ക് നിങ്ങളെ കൃത്യമായ തരത്തിൽ അധ്യാപകനാകാൻ കഴിയുന്നില്ലെങ്കിൽ അപ്പുറം ഇപ്പുറം ഒന്നും നോക്കണ്ട, സ്വയം ചൂണ്ടുക. ഞാനാണ് ഉത്തരവാദി. എന്നെ ഒരാൾക്ക് മതിപ്പില്ലെങ്കിൽ, എന്നെ ഒരാൾക്ക് അധ്യാപകൻ എന്ന നിലയിൽ ബോധിച്ചിട്ടില്ലെങ്കിൽ, വട്ടിയൂർക്കാവിലെ പാവം പിള്ളേര് ട്യൂഷൻ ഹോമിൽ പോയിട്ട് തിരിച്ചു വന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന പോലെ അല്ല അവിടെ സാറുമാർ പഠിപ്പിക്കുന്നത്. എന്തൊരു ഡിസിപ്ലിൻ! എന്തുകൊണ്ട്? അവർ പൈസ കൊടുത്ത് പഠിക്കുകയാണ് ട്യൂഷൻ ഹോമിൽ. വിദ്യ വിലയ്ക്ക് വാങ്ങിക്കുകയാണ്. നമ്മളാരും വിദ്യ വിലയ്ക്ക് വിൽക്കാനിരിക്കുന്നവരല്ല. അപ്പൊ ഈ റെഗുലർ അധ്യാപകരെ കൂടുതൽ ബഹുമാനിക്കുക എന്ന് പറയുന്നതിന് പകരം അവരെക്കാൾ ഗൈഡിനെ ആശ്രയിക്കുകയും ആപ്പുകളെ ആശ്രയിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം നമുക്കത് മറക്കാനൊക്കുകയില്ല. സാങ്കേതിക വിദ്യയുടെ ഈ സൗകര്യം ഇല്ലായിരുന്നെങ്കിൽ ഇക്കാലത്ത് നാം എന്ത് ചെയ്തേനെ? വീട്ടിൽ തന്നെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ നമ്മളെപ്പോലത്തെ ആളുകളല്ല, തിരിച്ചറിവില്ലാത്തവരാണ്. അവർക്ക് ഭ്രാന്ത് പിടിക്കും അവിടെ ഇരുന്നിട്ട്, അനങ്ങാമേല. പൂച്ചുവിലങ്ങിട്ട പോലെ അമ്മയും അച്ഛനും കൂടെ മുറിയിൽ അടച്ചിട്ടാൽ അവരെന്ത് ചെയ്യും? അപ്പൊ നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകൾ തുടങ്ങും. അതുകൊണ്ട് ടെക്നോളജി നമ്മുടെ ശത്രുവല്ല, ടെക്നോളജി നമ്മുടെ ബന്ധുവാണ്. വെള്ളയമ്പലത്തിരുന്നു കൊണ്ട് നെടുങ്കണ്ടയിലുള്ളവരുമായിട്ടാണ് ഞാൻ സംവദിക്കുന്നത്. ഇറ്റ്സ് എ ബ്ലെസ്സിങ്, ഇറ്റ്സ് എ ബ്ലിസ്, നല്ല കാര്യം. പക്ഷെ ഇതിനു മുമ്പുണ്ടായിരുന്നതായ ടെക്നീക്കുകൾ അതുകൊണ്ട് മറക്കപ്പെടാൻ പാടില്ല. ഞാൻ ഇപ്പൊ നിങ്ങൾക്കൊരു കവിത ചൊല്ലിക്കേൾപ്പിച്ചത് ഞാൻ ഭാഷാധ്യാപിക ആയതുകൊണ്ടാണ്. എൻ്റെ ഒരു പ്രത്യേകമായ കഴിവ് എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങൾക്കും അതിനകത്തെ കവിത്വം എന്താണെന്ന് മനസ്സിലാക്കാനും അത് ആപ്ലിക്കബിൾ ആകുന്ന ഭാഗത്തൊക്കെ ഉപയോഗിക്കാനും ഞാൻ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് ഇപ്പൊ ഞാൻ പറയുകയാണ്, നിങ്ങളത് ആരാണെന്ന് എന്നോട് പറയണം. ഞാനൊരു കൊട്ടേഷന്റെ മലയാളം പറഞ്ഞാൽ, ഞാൻ BEdന് പഠിച്ച ഒന്നാമത്തെ ക്ലാസ്സിൽ ശങ്കരൻ നായർ സാർ പറഞ്ഞ ഇതാണ്. നിങ്ങൾ പറയൂ, ഞാൻ പറയാൻ പോണ കാര്യം ആരാണ് പറഞ്ഞതെന്ന് പറയൂ എന്ന് പറഞ്ഞു. ഒരു കൊട്ടേഷൻ സാർ പറഞ്ഞു. എനിക്ക് ജന്മം തന്നത് എൻ്റെ പിതാവും എന്നെ ഞാനാക്കി മാറ്റിയത് എൻ്റെ ഗുരുവും. ഇതാര് പറഞ്ഞതാണ് സാർ ചോദിച്ചു. എനിക്കതിൻ്റെ ഇംഗ്ലീഷ് അറിയാമായിരുന്നത് കൊണ്ട് ഞാൻ കൈപൊക്കി. ഞാൻ പറഞ്ഞു, സോക്രട്ടീസിനെ പറ്റി അലക്സാണ്ടർ പറഞ്ഞതാണിത്. അപ്പൊ സാറ് പറഞ്ഞു, എന്നാ പിന്നെ ഇംഗ്ലീഷ് കൂടെ പറഞ്ഞോളൂ. ഞാനാണല്ലോ എന്നെ പറ്റി പറയാൻ ഏറ്റവും യോഗ്യ, അതുകൊണ്ട് പറഞ്ഞതാണ്, അല്ലാതെ അഹം തൊട്ട് തീണ്ടുന്ന പോലെ പറഞ്ഞതല്ല. നിങ്ങളുടെ കൂട്ടത്തിൽ എനിക്കറിയാം ആരൊക്കെയോ ഇത് ഓർക്കുന്നുണ്ട്. നമ്മളെയൊക്കെ ജനിപ്പിക്കുന്ന ബയോളജിക്കൽ പേരൻസ് എന്ന് പറയുന്നവരെക്കാൾ നമുക്ക് കുറച്ച് കഴിയുമ്പം അടുപ്പം വരുന്നത് നമ്മുടെ അധ്യാപകരോടാണ്. ഇപ്പൊ അതിന്റെ പേര് മാറിയത് നിങ്ങൾ കണ്ടല്ലോ, പുതിയ പേര് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. എ പേരന്റ് ഈസ് എ പാർട്ട്ണർ.
ഈ പാർട്ട്ണർ കുട്ടിയെ കൂടുതൽ അറിയുന്നയാളാണ്. അതാണ് അധ്യാപക വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത്. അച്ഛനമ്മമാര് കുട്ടികളെ അറിയുന്നതിനേക്കാൾ കൂടുതൽ ഇൻ ഡെപ്ത് അറിവ് കിട്ടേണ്ടത് അധ്യാപകർക്കാണ്. ഒരു കുഞ്ഞ് കണ്ണ് തിരുമ്മുകയും എഴുതുന്ന സമയത്ത് കണ്ണിന് വിഷമമുണ്ടെന്ന് കാണിക്കുകയും ബോർഡിന്റെ അടുക്കലേക്ക് വന്ന് എഴുതുകയും ചെയ്യുമ്പോൾ എൻ്റെ മകന്റെ ടീച്ചർ എനിക്കൊരു കുറിപ്പ് കൊടുത്തയച്ചു. നാരായണൻ നായർ ക്ലാസ്സിലിരിക്കുമ്പം കണ്ണിനെന്തോ വ്യത്യാസം കാണിക്കുന്നു, അടുത്തോട്ട് വന്നാണ് ബോർഡിൽ നോക്കി എഴുതുന്നത്, ടീച്ചർ ദയവായിട്ട് കണ്ണ് ടെസ്റ്റ് ചെയ്യണം. അസ്റ്റിഗ്മാറ്റിസം ആയിരുന്നു അവന്. 2ാം ക്ലാസ്സിൽ പാവം കുഞ്ഞ് കണ്ണാടി വെച്ചു. ഇത് ഞാനല്ല കണ്ടുപിടിച്ചത്, അവന്റെ അധ്യാപികയാണ് കണ്ടുപിടിച്ചത്. ഉടൻ തന്നെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തു. അവന് ബൈ ബർത്ത് കിട്ടിയിരിക്കുന്ന ഒരു അസുഖമാണെന്ന് പറഞ്ഞു. ഇത് ഒരുപക്ഷെ ഞാൻ അറിയുന്നതിന് മുൻപ് അവനെ ശ്രദ്ധിച്ച ഒരു അധ്യാപിക കണ്ടുപിടിച്ചതിൽ എനിക്ക് എത്ര സന്തോഷമുണ്ട്. എൻ്റെ വർഗക്കാരുടെ ബോധപൂർവമായ സമീപനങ്ങളെ പറ്റി എനിക്ക് നല്ല അഭിമാനം ഉള്ളത് കൊണ്ട് ഞാൻ അത് പറഞ്ഞു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്ന് പറഞ്ഞയാള് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. അവിടെ പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യം ശ്രദ്ധിച്ചോളൂ. കിങ് ഫിലിപ്പ് പറഞ്ഞത് നമ്മുടെ രാജ്യം മാസിഡോണിയ കൊച്ചാണ്. മൈ സൺ, മാസിഡോണിയ ഇസ് ടു സ്മോൾ എ പ്ലേസ്, നോട്ട് ഫിറ്റ് ഫോർ യു. നിനക്ക് പറ്റിയതല്ല, പൊക്കോ, പോയി ഇഷ്ടംപോലെ രാജ്യങ്ങള് നിന്റെ കീഴിലാക്കിക്കൊള്ളൂ എന്ന് പറഞ്ഞു. നമുക്കറിയാമല്ലോ, അലക്സാണ്ടറിനെ ചരിത്രത്തിൽ നമ്മൾ അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്നാണ് വിളിക്കുന്നത്. പക്ഷെ എത്ര എത്ര ആളുകളുടെ കണ്ണീരാണ് അലക്സാണ്ടർ കാണാതെ പോയത് എന്ന് പഠിപ്പിക്കുമ്പോഴാണ് ചരിത്രത്തിൽ അധ്യാപകൻ പ്രവേശിക്കുന്നത്. കലിംഗ യുദ്ധം കഴിഞ്ഞിട്ട് അശോകന് വന്ന മാറ്റങ്ങൾ പഠിപ്പിക്കുമ്പോൾ മനുഷ്യരുടെ വശത്ത് നിന്ന് ചിന്തിക്കാൻ പ്രജകളുടെ വശത്ത് നിന്ന് ചിന്തിക്കുന്ന ഒരു ചക്രവർത്തിയെ നമ്മൾ കണ്ടുപിടിച്ചു, നമ്മൾ കൊടുത്തു. നമ്മൾ പറഞ്ഞു അശോക ദ ഗ്രേറ്റ് എന്ന് പറഞ്ഞു ചരിത്രത്തിൽ. എന്തുകൊണ്ട്? അദ്ദേഹം കലിംഗദേശക്കാരുടെ കണ്ണീര് കണ്ടിട്ട്, വിധവകളായ സ്ത്രീകൾ ഉരുളുന്ന കണ്ടിട്ട് ഒരു സ്ത്രീ പർവം മഹാഭാരതത്തിലേത് നേരിട്ട് കാണാനിടയായി. കുന്തിയും ഗാന്ധാരിയും സുഭദ്രയും ഉത്തരയും എല്ലാം കരയുന്ന കാര്യം അദ്ദേഹത്തിന് മനസ്സിലായി, തിരിച്ചറിഞ്ഞു. ഒരു പർവം മുഴുവനും മഹാഭാരതത്തിൽ സ്ത്രീ പർവമായിട്ട് കൊടുത്തിരിക്കുന്നതിന്റെ പ്രസക്തി ഞങ്ങൾ MA പഠിപ്പിക്കുമ്പം കൃഷ്ണപിള്ള സാർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ആർക്കൊക്കെയാണ് പർവ്വങ്ങൾ കൊടുത്തിരിക്കുന്നതെന്ന് നോക്കൂ. അർജുന പർവം എന്ന് പറയണമില്ല, കർണപർവമുണ്ട് എന്ന് പറഞ്ഞു. ഇതാണ് ശരിയായ അധ്യാപക ധർമ്മം. അവർക്കറിയാവുന്ന കാര്യങ്ങൾ, അവർ ശ്രദ്ധിച്ച കാര്യങ്ങൾ ദിങ്മാത്ര സൂചനകളായി കൊടുക്കുക നമ്മുടെ വിദ്യാർത്ഥികൾക്ക്. ലെറ്റ് ദം വർക്ക് ഓൺ ഇറ്റ്, ഡിസ്കവർ. വിദ്യാഭ്യാസം നമ്മൾ പറയുന്നത് അങ്ങനെയല്ലേ, ലേണിംഗ് ഈസ് ഡിസ്കവറിയാണ്, കണ്ടെത്തുകയാണ്. ആ കണ്ടെത്തലിനുള്ള ചൂണ്ടുപലകകളാണ് അധ്യാപകര്, അവരുടെ വ്യക്തിത്വം, അവരുടെ ക്ലാസ്സുകൾ. ഓരോ കുഞ്ഞും വീട്ടിൽ വന്ന് പറയണം, അമ്മേ അച്ഛാ എൻ്റെ ക്ലാസ്സിൽ വന്നൊന്ന് ഇരുന്ന് നോക്കണം, എന്നെ എന്തു ഭംഗിയായിട്ടാണ് ഫിസിക്സ് പഠിപ്പിക്കുന്നത്, കണക്ക് പഠിപ്പിക്കുന്നത്, ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത്. അമ്മേ നമ്മൾ പറയുന്ന പോലെ അല്ല ഇംഗ്ലീഷ് പറയേണ്ടത്, നല്ല ഭംഗിയായിട്ട് ജംപ്ഡ് ഓവർ ദ ഹില്ലെന്നൊന്നും അല്ല പറയേണ്ടത്, ജംപ്ഡ് എന്നാ പറയേണ്ടതെന്ന് ഒരു കുഞ്ഞു വന്ന് പറയുമ്പോൾ അവിടുത്തെ ഇംഗ്ലീഷ് സാറിനെ അദൃശ്യമായിട്ട് ആ കുട്ടി വീട്ടിൽ കൊണ്ടുവരും. ഞങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ അച്ഛനും അമ്മയ്ക്ക് പ്രത്യേകിച്ചും ഞങ്ങളെ പഠിപ്പിച്ച സകല അധ്യാപകരെ അറിയാം. ചുരുക്കം ചിലർ ബന്ധുക്കളാണ്, അതിരിക്കട്ടെ. അല്ല, എന്തുകൊണ്ട്? ഞങ്ങളുടെ സംസാരത്തിൽ നിന്ന് ഇന്ന അധ്യാപകര് കൊള്ളാവുന്നവരാണെന്ന് പ്രകടമാവുകയാണ്. ഇതുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. എത്ര അധ്യാപകരെ പറ്റി കുട്ടികൾ വീട്ടിൽ പറയുന്നു, എത്ര അധ്യാപകരുടെ വീട് സന്ദർശിക്കണമെന്ന് പറയുന്നു, എൻ്റെ പിറന്നാളിന് സാറിനെ വിളിക്കണമെന്ന് പറയുന്നു, എൻ്റെ അധ്യാപികയെ അവരുടെ വീട്ടിൽ ചെന്ന് അമ്മയൊന്ന് കാണണം എന്ന് പറയുന്നു. ഇതൊക്കെ ചെയ്യും. ഇതാണ് ശരിക്കും വിദ്യാഭ്യാസത്തിന്റെ സാമൂഹിക തലം. നമുക്കറിയാമല്ലോ, നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകരോട് പേരൻസിന്റെ ആദ്യത്തെ വികാരം എന്താണെന്നറിയാമോ? ശത്രുത. ഓടി ഒരു കുഞ്ഞിന്റെ കയ്യെ പിടിച്ച് വലിച്ചുകൊണ്ട് വന്നിട്ട് നമ്മളോട് പറയുന്നത് എന്താണെന്നറിയാമോ? ഞാൻ ഒന്നാന്തര ഉടുപ്പ് തയ്ച്ചിട്ട് കൊടുത്തു, നോക്ക് ടീച്ചറെ അതിരിക്കുന്ന ഇരിപ്പ്. അപ്പൊ നിങ്ങൾ നോക്കണം, നോക്കിയിട്ട് പറയണം. കുട്ടികളാവുമ്പോൾ ഓടിയും ചാടിയും കളിക്കും. ഇവൾ ഇഷ്ടപ്പെട്ടില്ലേ ഓടിയപ്പോ എന്ന് ചോദിക്കൂ. അതിനിടയ്ക്ക് വീണു, അപ്പൊ ഉടുപ്പ് ചീത്തയായി, നനച്ചിടൂ,
കഴിവ്. ഒരു വൃത്തിയുടെ പേരിൽ ഒരു കുഞ്ഞിനെ മറ്റൊരു കുഞ്ഞിൽ നിന്ന് മാറ്റാമോ എന്ന് ചോദിക്കും. അപ്പൊ അധ്യാപിക ഉണരുകയാണ്. ഈ അമ്മ ചമ്മിപ്പോവും, നമ്മുടെ പിള്ളേരുടെ ഭാഷയെ പറഞ്ഞ പ്ലിങ് ചമ്മിപ്പോവും. എന്നിട്ട് തീർച്ചയായിട്ടും ഈ അധ്യാപിക കുഞ്ഞിനെ പിന്നെ വഴക്ക് പറയില്ല. അതാണ് എന്താന്നോ, സ്കൂളിൽ നടക്കുന്ന കാര്യങ്ങൾ കുട്ടികൾ ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതും നമ്മളോട് ഒന്ന് പറയും. ചെവി രണ്ടും തുറക്കണം, മനസ്സ് തുറക്കണം, എന്നിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ചെല്ലണം. എൻ്റെ വീട്ടിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളൊരു ചൊല്ല് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്, നോബഡി ക്യാൻ ഗോ റോങ് ഇൻ ദിസ് ഹൗസ് എന്ന് പറയും. തെറ്റിയ ഉടനെ തിരുത്തും ആളുകൾ വന്ന്. ഇതാണോ സ്പെല്ലിംഗ് എന്ന് ചോദിക്കും, ഇങ്ങനെയാണോ ഇതിന്റെ അർത്ഥം എന്ന് ചോദിക്കും. അതാണ് അതിന്റെ സത്യം. ഇപ്പൊ എൻ്റെ ബ്രദറ്, എന്നേക്കാൾ 2 വയസ്സിന് മൂത്തയാൾ, ഇന്നലെ എന്നോട് ഇവിടെ ഇരുന്ന് പൊതുവെ ചോദിച്ചു, പ്രോസിക്യൂട്ട് എന്ന വാക്കിന് പൂർണ്ണമാക്കുക, മുഴുവനാക്കി തീർക്കുക എന്ന അർത്ഥം ഉണ്ടോ എന്ന് ചോദിച്ചു. എന്തുകൊണ്ട്? അദ്ദേഹം പരിചയപ്പെട്ടത് പ്രോസിക്യൂട്ട് എന്ന് പറയുന്നത് പ്രോസിക്യൂട്ടറുമായി ബന്ധപ്പെട്ട ഒരു ടേമാണ്. ഇങ്ങനെ ഒരു അർത്ഥം ഉണ്ടോ? ഉണ്ട്. ഉടനെ ചെക്കി നോക്കിയിട്ട് മകൾ പറഞ്ഞു കൊടുത്തു, ടു ഫിനിഷ് എ പ്രോബ്ലം. ഉണ്ട്. ഇതെന്താ ഞാൻ സൂചിപ്പിക്കുന്നത്? ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു കുറുക്ക് വഴിയിലൂടെ നേടാവുന്നതല്ല വിദ്യാഭ്യാസം. അത് ഓർമ്മിക്കുക ഒട്ടുമല്ല. കുറുക്ക് വഴികൾ എപ്പോഴും എന്തിനുള്ളതാണെന്നറിയാമോ? അവിദ്യക്കുള്ളതാണ്, വിദ്യക്കുള്ളതല്ല. വിദ്യക്ക് രാജപാതകൾ മാത്രമേ ഉള്ളൂ. ഓൺലി റോയൽ റോഡ്സ് ക്യാൻ ലീഡ് യു ടു എഡ്യൂക്കേഷൻ. ഇതൊന്നും ഞാൻ പറയുന്നതല്ല, എൻ്റെ അധ്യാപകർ BEdന് പറഞ്ഞതാണ്. ഞാൻ എന്തേ അത് ഓർത്തെടുത്തിരിക്കുന്നു? നിങ്ങൾക്കിത് നല്ലതാണ് എന്നുള്ളത്. അതുപോലെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ എന്ന് പറഞ്ഞാൽ അധ്യാപികമാർ, അവരുടെ ടീച്ചർ ട്രെയിനീസിനെ കൈകാര്യം ചെയ്യുന്ന അധ്യാപികമാർ ഓർക്കേണ്ടത്, BEdന് വരുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് അവരുടെ വിഷയത്തിലാണ് ഗ്രാജുവേഷൻ ഉള്ളത്, വിദ്യാഭ്യാസത്തിലല്ല. എത്ര കുട്ടികൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ടീച്ചറെ ഞങ്ങൾക്ക് എല്ലാം അറിയാമെന്ന് പറഞ്ഞ് വന്ന് പഠിച്ചിട്ട് ഇവിടെ 4 ക്ലാസ്സിൽ ഇരുന്ന് കഴിയുമ്പം ഒന്നും അറിയാൻ മേലായിരുന്നല്ലോ എന്ന് തോന്നി. ചൈൽഡ് സ്റ്റഡി അങ്ങോട്ട് തുടങ്ങുക ക്ലാസ്സിൽ, കുട്ടിയെ അറിയുന്നതിന് എന്താണ് കാരണം. അത് കഴിയുമ്പം വിവരമുള്ള കുട്ടികൾ ഹോസ്റ്റലിൽ ഇരുന്ന് ചർച്ച ചെയ്യും. നമ്മൾക്ക് എന്തുകൊണ്ട് ഇത് തോന്നിയില്ല? ബിക്കോസ് ഒരു വിദ്യാഭ്യാസത്തിന്റെ കേന്ദ്ര ബിന്ദു ദ ലേണർ, ടീച്ചർ അല്ല, ദ ലേണർ. അപ്പൊ ആ ലേണറിന്റെ കാര്യങ്ങൾ നിങ്ങൾ എന്തു മനസ്സിലാക്കുന്നു എന്ന് പ്രായോഗികമായിട്ട് ക്ലാസ്സിൽ നിങ്ങൾ പറയുന്നത് BEd വിദ്യാർത്ഥികളെയും MEd വിദ്യാർത്ഥികളെയും പഠിപ്പിക്കുമ്പോഴാണ്. ദേ ബിക്കം യുവർ ലേണേഴ്സ്. ഒറ്റ ഡിഗ്രി വ്യത്യാസമൊക്കെ ആയിരിക്കും ഒരാൾക്ക് നമ്മളിൽ നിന്ന് വ്യത്യാസമുള്ളത്. ഞാൻ MEdകാരെ പഠിപ്പിക്കുമ്പോൾ എനിക്ക് PhD ഇല്ല. ഒറ്റ ഒരു വിഷയം എനിക്ക് അവരെക്കാൾ 1 ഡിഗ്രി എനിക്ക് കൂടുതലുള്ളൂ. പക്ഷേ ഐ കുഡ് സോർട്ട് ഓഫ് ഡിക്റ്റേറ്റ്, അവരോട് പറയാനൊക്കും എനിക്ക് ഈ 1 ഡിഗ്രി മതി, നിങ്ങളെക്കാൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാം. സോ ബി കോൺഫിഡൻറ്റ് ആസ് ടീച്ചർ ട്രെയിനേഴ്സ്. ഈ പരിശീലകന് നല്ല പോലെ വിവരമുണ്ടെങ്കിലേ പരിശീലിപ്പിക്കാൻ സാധിക്കും. അത് മനസ്സിലാക്കാം. ഈ പരിശീലകരായി നമ്മൾ എന്നും നമ്മൾ പരിശീലിപ്പിക്കുന്ന ആളുകളെ പറ്റി ഓർക്കുക. അവരെ എങ്ങനെ നന്നായി കൃത്യമായി മനുഷ്യത്വമുള്ള അധ്യാപകരാക്കിക്കൊണ്ട് വരണം എന്ന് ചിന്തിക്കും. അതിന് ഇഷ്ടംപോലെ പുസ്തകങ്ങളുണ്ട്. പക്ഷെ ഏറ്റവും നല്ലത് ഈ പുസ്തകങ്ങൾ അവർ വായിക്കുമോ ഇല്ലയോ എന്ന് സംശയമുണ്ടെങ്കിൽ ലൈബ്രറി പീരീഡ് പോലെ ഒരു പീരീഡ് എടുത്ത് നിങ്ങൾ കുട്ടികളും ചേർന്ന് വായിച്ചു കൊടുക്കുക. ടു സെർവ് വിത്ത് ലവ് എന്ന് പറഞ്ഞ സിനിമ ഇട്ട് കാണിക്കുക. മൈൻഡ് യുവർ ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു CD ഇട്ട് കാണിക്കുക. അധ്യാപനം എന്ന് പറയുന്നത് അധ്യാപകന്റെയും വിദ്യാർത്ഥിയുടെയും കൂടെയുള്ള ഒരു രീതിയാണ്. പഠിപ്പിക്കണം, അവർക്ക് മനസ്സിലാവും. എല്ലാ വിഷയവും നമ്മൾ നല്ലപോലെ ഓഡിയോ വിഷ്വലിന്റെ സൗകര്യത്തോടെ നല്ല സിനിമകളുടെ കയ്യിൽ വെച്ചിട്ട് ഒക്കെ പഠിക്കും. കൂട്ടത്തിൽ നിങ്ങൾക്ക് സാറേ സാമ്പാറേയും പഠിപ്പിക്കാം, അതിനും ദോഷമില്ല. അതുപോലെ ഇന്റലിജൻസ് അഥവാ ബുദ്ധി, അത് പഠിപ്പിക്കുമ്പോൾ ഇപ്പൊ നമ്മൾ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് അല്ലേ പഠിപ്പിക്കുന്നത്. ഞാനത് പഠിച്ചില്ല. ഞങ്ങൾ പഠിച്ചപ്പം IQ എന്ന് പറയുന്നത് ഇമോഷണൽ IQ ഉണ്ടെന്ന് പോലും 67-ൽ BEdന് ഞാൻ പഠിച്ചില്ല. പക്ഷെ ഇപ്പൊ എനിക്കറിയാം. മെന്റൽ ഏജ് എന്ന് പറയുന്നത് ഉണ്ടാകുന്നത് ക്രോണോളജിക്കൽ ഏജിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വരുന്നത്
എങ്ങനെയാണ് ഇമോഷണൽ ഐക്യുവിന്റെ ഫലമായിട്ടുണ്ടാകുന്നത്, മൾട്ടിപ്പിൾ ഇന്റലിജൻസ് കൊണ്ടുണ്ടാകുന്നത്, ഇതൊക്കെ ഇപ്പൊ എനിക്കറിയാം. അന്നറിയാത്ത പലതും കാലികമായ പുതിയ പുതിയ കാര്യങ്ങൾ നമുക്കറിയാം. എന്ന് മാത്രമല്ല, വിദ്യാഭ്യാസം ഒരു പാക്കേജ് ആണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഇന്നത്തെ നിങ്ങളുടെ ഈ ശീർഷകം ടൈറ്റിൽ വളരെ മീനിങ് ആകുന്നത്. ദി ആർട്ട് ഓഫ് ലേണിംഗ്, ദി ആർട്ടിസ്ട്രി ഓഫ് ടീച്ചിങ് എന്നൊക്കെ പറയുന്നതിന് ഒരുപാട് അത്യാവശ്യമുള്ളത് ടെക്നോളജി എത്ര സഹായിക്കുമോ അത്രയും തന്നെ അധ്യാപകരിലെ ആർട്ടിസ്റ്റ് മുമ്പോട്ട് വരണം. ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പടം വരയ്ക്കുന്ന ആളെന്നോ പെയിന്റ് ചെയ്യുന്ന ആളെന്നോ അല്ല അർത്ഥം. സംബഡി ഹു possesses an art. It could be an art of speech, could be an art of writing, could be an art of drawing, could be an art of teaching geometry, algorithm, whatever. ബയോളജി നന്നായിട്ട് പടം വരയ്ക്കണ്ടേ ബയോളജി സാറിന്? ബോർഡിൽ പടം വരയ്ക്കുന്ന ഒരു ബയോളജി സാറിനെ ഞങ്ങൾ ആരാധിക്കും, കുട്ടികൾ ആരാധിക്കും. എന്ത് ഭംഗിയായിട്ടാണ് ട്രക്കിയ തൊട്ട് സാർ ഈ വരച്ചു വെച്ചിരിക്കുന്നത്. ഈശ്വര, ഇതാണോ നമ്മുടെയൊക്കെ ഉള്ളിലുള്ളത്? നേരെ മറിച്ച് ചുമ്മാ വെർബലൈസ് ചെയ്ത് മൗത്ത് ഇങ്ങനെയല്ല പഠിപ്പിക്കും. ബയോളജി സാറ് ഒരു ആർട്ടിസ്റ്റാണ്. ബോർഡിൽ വരയ്ക്കാനും അവിടെ നമ്മുടെ ചാർട്ടുകളോ നല്ല വെർച്വൽ ആയിട്ടുള്ള പിക്ചേഴ്സോ ഇട്ട് കാണിക്കാൻ ബാധ്യതയുണ്ട്. അതുകൊണ്ടാണ് BA ട്രെയിനീസിനോട് നമ്മൾ പറയുന്നത് എയ്ഡ്സ് ടു ലേണിംഗ് നിങ്ങൾ എപ്പോഴും കരുതിയിരിക്കണം. ചുമ്മാ ക്ലാസ്സിലോട്ട് ചെന്നിട്ട് കുറെ ചപ്പടാച്ചിയൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി വന്നാൽ പോരാ. ഇറ്റ് ഹാസ് ടു ബി ഒബ്ജക്റ്റീവ് ബേസ്ഡ്. സബ്ജക്റ്റീവ് ബേസ്ഡ് എന്ന് പറയുന്നത് വളരെ നല്ലതാണ്, പ്രൊവൈഡഡ് ദ ടീച്ചർ സബ്ജക്ട് ഡസ് പൊസസ് ഓൾ ദി ആർട്ടിസ്റ്റ്. വേണം. ഇല്ലെങ്കിൽ നമുക്കിതൊക്കെ അടുപ്പിച്ച് കിട്ടുന്നത് പോലെ എടുത്തിട്ടും പഠിക്കും. അതെന്നെ സംബന്ധിച്ച് നിങ്ങൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യമാണ്. കണക്ക് സാറ് കയ്യും വീശി വന്ന് കണക്ക് പഠിപ്പിക്കാറേയില്ല. കണക്ക് സാറിന് കണക്ക് പഠിപ്പിക്കാൻ ഗണിതം ലളിതകരമാക്കുന്നതിന് എന്തെല്ലാം പഠന സഹായികൾ വേണോ അത് കൊണ്ടുപോകുന്നു. വൈ? അതാണ് കോൺക്രീറ്റ് ആയിട്ടുള്ള രീതിയിൽ ശാസ്ത്രത്തെ കാട്ടിക്കൊടുക്കും. അതിനാണ് പഴയ സപ്പോസ് ദിസ് ഈസ് എ ടെസ്റ്റ് ട്യൂബ് ഇപ്പൊ ഇല്ലല്ലോ, ചിരിക്കാൻ മാത്രമേ അതുള്ളൂ. ഒരു ചോക്ക് എടുത്തിട്ട് പഴയ സാറുമാർ ഇങ്ങനെ കാണിച്ചിട്ട് സപ്പോസ് ദിസ് ഇസ് എ ടെസ്റ്റ് ട്യൂബ് എന്ന് പറയുമ്പോൾ ഒരു കുട്ടി പറയും നോ ദാറ്റ് ഇസ് എ ഫിംഗർ എന്ന് പറയും. അതാണ് പഴയ വിദ്യാഭ്യാസവും പുതിയ വിദ്യാഭ്യാസവും തമ്മിലുള്ള വ്യത്യാസം. നമുക്കെല്ലാം ഉണ്ട്, ചുറ്റും ലാബുണ്ട്, എഡ്യൂക്കേഷണൽ ലാബുണ്ട്. യു ഹാവ് ഓൾ ദ ഫെസിലിറ്റീസ്, യൂസ് ഇറ്റ് വൈസ്ലി. ഞാനിപ്പോൾ കണ്ടു ചില അധ്യാപകര് ഭയങ്കര കള്ളത്തരമാണ് കാണിക്കുന്നത്. ഒന്നുമേ അവരുടെ വ്യക്തിത്വം മുമ്പോട്ട് കൊണ്ടുവരാതെ ജസ്റ്റ് ഡെമോൺസ്ട്രേറ്റ്, അത്രേ ഉള്ളൂ. അങ്ങനെ വിത്ത് ദ യൂസ് ഓഫ് ദ ടീച്ചിങ് എയ്ഡ് യു പ്രൂവ് യുവർ സെൽഫ് എ മോർ എഫിഷ്യൻറ്റ് ടീച്ചർ. അതിനാണ് നമ്മൾ ഫെസിലിറ്റേറ്റർ എന്ന് വിളിക്കുന്നത്. എ ടീച്ചർ ഈസ് എ ഫെസിലിറ്റേറ്റർ, ഓൾമോസ്റ്റ് എ ഫെലിസിറ്റേറ്റർ ടു. നല്ല മനുഷ്യനായിരിക്കണം എന്നുള്ളത്. അപ്പൊ ഈ പോയിന്റുകൾ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഇത് ഐ ആം ടോക്കിംഗ് ടു ദ ടീച്ചർ. ട്രെയിനീസിനെ പഠിപ്പിക്കുന്ന അധ്യാപകരോടാണ് ഞാൻ ഇത്രയും നേരവും എൻ്റെ ഈക്വൽസിനോടാണ് സംസാരിക്കുന്നത്. ഇനി ഇതിന്റെ റിസീവിങ് എൻഡ് നോക്കൂ. ഇത് ഗിവിങ് എൻഡാണ്. യു ആർ ഗിവിങ് ഇറ്റ്, ഗിവിങ് എൻഡാണ്. ഇനി ഇതിന്റെ റിസീവിങ് എൻഡ് നോക്കൂ. ഹൂ ഇസ് ദ റിസീവർ? നിങ്ങളെക്കാൾ ഒരു പക്ഷേ ഒരു ഒറ്റ ഡിഗ്രിയുടെ കുറവുള്ള ഒരാളാണ് പഠിക്കാൻ വന്നിരിക്കുന്നത്. ഡോണ്ട് എവർ അണ്ടർ എസ്റ്റിമേറ്റ് യുവർ സ്റ്റുഡൻറ്. നന്നായിട്ട് അവർക്ക് അറിയാമെന്ന് തന്നെ തുടങ്ങണം. യു സ്റ്റാർട്ട് വിത്ത് ടെല്ലിങ് ദം. ഞാൻ പറയും ക്ലാസ്സിൽ എന്നേക്കാൾ നിങ്ങൾക്ക് അറിവ് കുറഞ്ഞ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ഈ ഒരു കോഴ്സിലെ കാര്യങ്ങൾ പഠിക്കും. ഒരു പക്ഷെ അതും നിങ്ങൾക്ക് അറിയാമായിരിക്കും. യു മേ ഡിസ്കവർ ഇറ്റ്. ഓ ടീച്ചറെ ഇത് ഞങ്ങൾക്ക് അറിയാമായിരുന്നു എന്ന് പറയാം. അതാണ് നല്ലത്. അല്ലാതെ ഒരു അപരിചിതനും കൂടെ അല്ല ക്ലാസ് എടുക്കേണ്ടത്. പരിചിതന്മാരാണ് ക്ലാസ് എടുക്കേണ്ടത്. യു ഹാവ് ബിക്കം ഫ്രണ്ട്സ്. അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഭാഷ പറഞ്ഞോളൂ, നിങ്ങളിപ്പോൾ ആരായിരിക്കുന്നതെന്നറിയാമോ? നല്ല പാർട്ട്നേഴ്സാണ്. യു ആർ പാർട്ട്നേഴ്സ് ടു ബിൽഡ് അപ്പ് എഡ്യൂക്കേഷൻ. അതാണ്. എടുക്കൂ, നല്ല പാർട്ട്നേഴ്സ് ആയിട്ടിരിക്കൂ. എത്ര ഗുണം ചെയ്യും അത്. നമ്മളെ എന്തെല്ലാം കാര്യങ്ങൾ കുട്ടികൾ പഠിപ്പിക്കും. ഞാൻ എൻ്റെ ഒരു മാലാഖമാരുടെ ശബ്ദം എന്ന് പറഞ്ഞതിനകത്ത് എഴുതിയിട്ടുണ്ട്, കൊച്ചു ഗുരുനാഥന്മാർ എന്ന് എഴുതിയിട്ടുണ്ട്. നമ്മുടെ കുട്ടികളെ യു ഹാവ് ടു ട്രീറ്റ് ദം ആസ് ടീച്ചേഴ്സ്, പക്ഷേ ഇൻ സൈസ് ദേ ആർ സ്മോൾ.
ചിലപ്പോൾ നമ്മളെക്കാളും വലിയ കുട്ടികളും ക്ലാസ്സിൽ ഉണ്ടാവും, ഇല്ലെന്നല്ല. പക്ഷെ ഫിസിയോളജിക്കലി മേ ബി, ബൈ എക്സ്പീരിയൻസ് മേ ബി ദേ ആർ സ്ലൈറ്റ്ലി നമ്മളെക്കാളും ഡ്വാർഫ്സ് ആയിരിക്കും. ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ദം. അവർക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാം. അവർ വീട് കാണുന്നു, ജീവിക്കുന്നു, കൂട്ടുകാരുടെ വീട്ടിൽ പോകുന്നു, കാണുന്നു, ജീവിക്കുന്നു ഒക്കെ. സത്യത്തിൽ മോഡൽ സ്കൂളിൽ എന്നോട് ചോദിച്ചാൽ ഏറ്റവും നല്ല ഒരു ദൃശ്യം ടീച്ചർ കണ്ടത് ഏതാണെന്ന് ചോദിച്ചാൽ എൻ്റെ കണ്ണ് നിറയുന്ന ഒരു കാഴ്ച ഞാൻ പറയും. ഇന്റർവെൽ സമയത്ത് ഉണ്ണാനായിട്ട് വിടുമ്പം ഓരോ മരത്തിൻ്റെയും ചുവട്ടില് ശാന്തിനികേതനം പോലെയുള്ള ശാന്തിയോടെ പെട്ടികൾ തുറന്ന്, ലഞ്ച് ബോക്സ് തുറന്ന് കുട്ടികൾ ഇങ്ങനെ ഇരിക്കും. എന്തൊരു സുഗന്ധമാണെന്നറിയാമോ? ഞാൻ നടക്കും, ഈ മണം ആസ്വദിക്കാൻ ഇങ്ങനെ നടക്കും. എല്ലാ കുട്ടിയും പെട്ടി തുറന്നാ ചെയ്യുന്നത് അവരവരുടെ ലഞ്ച് ബോക്സിൽ നിന്ന് ഏതാണോ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമുള്ളത് അത് ഷെയർ ചെയ്യും. ഞാൻ കണ്ടിട്ടുണ്ട് ഈ നോൺ വെജിറ്റേറിയൻ കഴിക്കാതെ മുട്ടയൊക്കെ കഴിക്കാൻ കൊതിയുള്ള പിള്ളേർ മറ്റേതിനകത്ത് കൈ വെക്കുമ്പോൾ പകുതി മുട്ട മുറിച്ചു കൊടുക്കും. ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ ഇത് കാണിക്കുന്നതെന്നറിയാമോ? എസെൻഷ്യലി നമ്മൾ പഠിപ്പിക്കാൻ എടുക്കുന്ന കുട്ടികൾ വളരെ നല്ലവരാണ്. അവരെ ചീത്തയാക്കുകയും അവരെ സ്വാർത്ഥമതികളാക്കുകയും അഹങ്കാരികളാക്കുകയും ചെയ്യാതെ, എന്നിട്ട് അവരിരുന്ന് ആഹാരം കഴിക്കുമ്പോൾ ഒരുപാട് മണ്ടത്തരങ്ങൾ പറയും. ഞാനിങ്ങനെ ചുമ്മാ വടിയില്ലാതെയാണ് ഞാൻ പോകുന്നത്, ചുമ്മാ നടക്കും. ഞാൻ അവരുടെ പ്രിൻസിപ്പലും കൂടെയാണ് നടക്കും. എന്നിട്ട് ഞാൻ ചോദിക്കും, എടോ എന്തൊക്കെയാ ഇന്ന് എല്ലാവർക്കും കഴിക്കാൻ എന്നൊക്കെ ചോദിക്കും. അയ്യോ ടീച്ചറെ മീൻ പറ്റിച്ചുണ്ട് എന്ന് പറയും. ഞാൻ പറയും ഞാൻ മീൻ കൂട്ടുമില്ല. ഉടനെ ഒരു പയ്യൻ പറയാണ്, തൊലച്ചു. മീൻ കൂട്ടാത്ത അധ്യാപിക എന്തിനു കൊള്ളാം? റൈറ്റ്. അവന്റെ വീക്ഷണം, അയ്യേ മീൻ കൂട്ടിയില്ലേ? ഞാൻ പറഞ്ഞില്ല. പിന്നെ എന്തോന്ന്. സോ എനിക്കറിഞ്ഞൂടാ നിങ്ങളിൽ എത്ര പേർക്ക് വളരെ സൗകര്യം കിട്ടിയിട്ടുണ്ട് ടീച്ചർ ട്രെയിനീസുമായിട്ട് അടുക്കാനെന്ന് എനിക്കറിഞ്ഞുകൂടാ. ദേ ആർ യുവർ ചിൽഡ്രൻ. അവര് ചിലപ്പോൾ കല്യാണം കഴിഞ്ഞ ഒരു അമ്മമാരും കാണും, അച്ഛന്മാരും ചിലപ്പോൾ കാണും. ബട്ട് സ്റ്റിൽ ആസ് യുവർ കപ്പാസിറ്റി ആസ് എ പാർട്ട്ണർ ഓർ എ ടീച്ചർ, അവരുമായിട്ട് നിങ്ങൾക്ക് നല്ലൊരു ബോണ്ടിങ് ആവശ്യമാണ്. അൺലെസ് യു ബോണ്ട് പ്രോപ്പർലി, ടീച്ചർ പ്യൂപ്പിൾ ആക്ടിവിറ്റീസ് ഒരിക്കലും ഭംഗിയാവില്ല. അതിന് ഞങ്ങൾ മലയാളത്തിൽ പറയുന്ന ഒരു വാക്കുണ്ട്, ആർക്കാനും വേണ്ടി ഓക്കാനിക്കും. ഇറ്റ്സ് സോ സോർട്ട് ഓഫ് നമുക്കേ അല്ലാത്തൊരു കാര്യം പോലെയാണ് പലരും ചെയ്യുന്നത്. അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ അവർക്ക് തോന്നണം ഇതെല്ലാം ഞങ്ങൾക്ക് പുതിയ അറിവുകളാണ്, വേണ്ട അറിവുകളാണ്. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം ഇതിനകത്തുണ്ടോ? ഞാനൊരു ദിവസം സോഷ്യൽ സ്റ്റഡീസിന് ക്ലാസ് എടുത്തപ്പോൾ ചോദിച്ചു, ജനഗണമന എന്ന് പറയുന്നത് നമ്മൾ ഈ കേൾക്കുന്ന അത്രേ ഉള്ളോ? ഹിസ്റ്ററി സ്റ്റുഡൻസ് ആണ്. കൈവക്കാൻ പറഞ്ഞു. ഇത്രേ ഉള്ളോ എന്ന് ചോദിച്ചു. 3 പേരൊഴിച്ച് ബാക്കി എല്ലാവരും കൈവക്കും. ഇത്രേ ഉള്ളൂ. What does it show? ആ 3 കുട്ടികളല്ലാത്ത ബാക്കിയുള്ളവർക്ക് യാതൊരു തരത്തിലുള്ള സന്ദർഭം അധ്യാപകർ കൊടുത്തിട്ടില്ല, വീട്ടിൽ നിന്ന് കൊടുത്തിട്ടില്ല, ലൈബ്രറി കൊടുത്തിട്ടില്ല. രവീന്ദ്രനാഥ ടാഗോറിന്റെ ജനഗണമന മുഴുവനും അവർ കേട്ടിട്ടില്ല. അവരെ കുറ്റം പറയാൻ പാടില്ല. ബാക്കി എത്രയുണ്ട് ടീച്ചർ എന്ന് കുട്ടി ചോദിക്കണം. അപ്പൊ ടീച്ചർ അയ്യോ എന്ന് പറഞ്ഞ് ഓടി ഒളിക്കരുത്. അപ്പൊ ടീച്ചർ ഇത് കേട്ടിരിക്കണം, കൂടുതലുണ്ടെന്നറിയണം, മൂലകൃതി ബംഗാളിയിലായിരുന്നെന്നറിയണം. എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ നാഷണൽ ആന്തത്തിനെ പറ്റി അറിയണോ അത് അധ്യാപക വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കണം. അതിനൊരു ചൂണ്ടുപലകയായിരിക്കണം അധ്യാപകർ. പക്ഷെ പടക്കളത്തിലെ അഭിമന്യുവിനെ പോലെ ഞെക്കിക്കൊല്ലാൻ ഇടയാകരുത്. എല്ലാം അറിയാമെന്ന് ഭാവിച്ച് കയറുകയും അറിവില്ലായ്മയിൽ അവിടെ സംശപ്തകന്മാരാൽ കൊല ചെയ്യപ്പെടുകയും ചെയ്യരുത്. അത്രേ ഉള്ളൂ, രക്ഷപ്പെടാം. ഇനി ഏറ്റവും നിങ്ങൾക്ക് പ്രധാനമായ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇന്ന് എനിക്ക് ഏകദേശം എനിക്ക് തോന്നുന്നു എനിക്ക് 10:36 10:30 ഞാൻ കെൻ ഐ സ്പീക്ക് ടിൽ ഒരു 15 മിനിറ്റും കൂടെ സംസാരിക്കാമോ? അപ്പൊ ഞാൻ ഇന്നത്തെ പറയാൻ പോകുന്നത്, നിങ്ങളുടെ കുട്ടികൾ ചോദിക്കുന്ന, അധ്യാപക വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളൊരു ഡയറിയിൽ എഴുതിയിടണം. എന്തിനാണത്? എന്താണ് നമ്മുടെ ഈ പഠന പ്രത്യേകതയുടെ ലിമിറ്റേഷൻ, അല്ലെങ്കിൽ എന്താണ് ഈ കുട്ടികളെ വിഷമിപ്പിക്കുന്ന പ്രശ്നങ്ങൾ എന്നെഴുതിയത്. ഒരു കുട്ടി പറയുകയാണ്, ഞങ്ങൾ മലയാളം മീഡിയത്തിൽ പഠിച്ചിട്ട് വന്നവരാണ്, ഇംഗ്ലീഷിൽ നിങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ മനസ്സിലാകുന്നില്ല. ഇറ്റ്സ് എ പ്രോബ്ലം. ഫിലോസഫി പഠിപ്പിക്കുന്ന ടീച്ചർ ഇംഗ്ലീഷേ പറയൂ,
ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. കുട്ടികൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഇംഗ്ലീഷിലും മലയാളത്തിലും എടുക്കും, തീർന്നു. അതാണ് ഇത് ഞാൻ എടുത്തു പറയുന്നത്. നമ്മൾ പഠിപ്പിക്കുമ്പോഴത്തെ മീഡിയം എന്ന് പറയുന്നത് നമ്മുടെ ഭാഷയാണ്. നമ്മുടെ ഭാഷയ്ക്ക് നല്ല ശുദ്ധമായ ക്ലാരിറ്റി വേണം. അത് സംസ്കൃതമായാലും തമിഴായാലും മലയാളമായാലും ഇംഗ്ലീഷ് ആയാലും ഹിന്ദി ആയാലും ആസ് ഫാർ ആസ് പോസിബിൾ അതിനെടുക്കാവുന്ന ക്ലാരിറ്റി കൊടുക്കണം. അധ്യാപകരെല്ലാം ശ്രദ്ധിച്ചു തന്നെ ക്ലാസ് എടുക്കാൻ പാടും, അല്ലാതെ എടുക്കാൻ പാടില്ല. നമ്മളെപ്പറ്റി ബോധവാന്മാരായിരിക്കണം, എന്നിട്ട് വേണം ക്ലാസ്. രണ്ടാമത്, തെമാറ്റിക് ആയിട്ട് എന്ത് തീമാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്, അതിനെപ്പറ്റി എന്തൊക്കെയാണ് നമ്മൾ കരുതിയിരിക്കേണ്ടത്, പറയേണ്ടത്. ഭാഷയുടെ പ്രത്യേകതകളാണോ പറയേണ്ടത്, ഈ തീമിനെ പറ്റിയാണോ പറയേണ്ടത്? ഞാൻ മലയാളം ടീച്ചർ ആയതുകൊണ്ട് ഉദാഹരണങ്ങൾ എപ്പോഴും മലയാളം പറയുകയാണ്. മലയാളം അല്ലാത്ത ഉദാഹരണങ്ങളും എനിക്ക് പറയാനുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഒരു ഉദാഹരണം പറയാം. പത്തനാപുരത്തെ ഒരു കോളേജിലെ ബയോളജി ക്ലാസ്സിൽ ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. എല്ലാ കുട്ടികളും ടീച്ചിങ് എയ്ഡ് ഉണ്ടാക്കിയപ്പം ഒരു കുട്ടി നമ്മുടെ ആന്തരികാവയവങ്ങളുടെ ടീച്ചിങ് എയ്ഡ് ഉണ്ടാക്കിയത് ഒരുപാട് തിളങ്ങുന്ന മുത്തുകൾ കൊണ്ടാണ്. അപ്പൊ ഞാൻ ക്ലാസ് ഒക്കെ കണ്ടു കഴിഞ്ഞ് ടീച്ചിങ് എയ്ഡൊക്കെ നോക്കിയപ്പോൾ ഞാൻ ചോദിച്ചെടോ, ബയോളജി ടീച്ചർ ആയതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഈ തിളങ്ങുന്ന മുത്തുകൾ കൊണ്ട് ആന്തരികാവയവങ്ങൾ ഉണ്ടാക്കിയാണ്. നമ്മളാരും നമ്മുടെ ലിവർ കണ്ടിട്ടില്ല സാധാരണഗതിയിൽ, നമ്മൾ കണ്ടിട്ടില്ല നമ്മുടെ ലങ്സ്. അപ്പോ ഏകദേശം യഥാർത്ഥമായിരിക്കുന്നതിന്റെ അടുത്തേക്കല്ലേ വരേണ്ടത് എന്ന് ചോദിച്ചു. അപ്പൊ ആ കുട്ടി പറഞ്ഞു, അങ്ങനെയൊന്നല്ല ടീച്ചറെ, ഞങ്ങളോട് പറഞ്ഞത് മാക്സിമം ഡിഫറെന്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഓക്കെ, കുഴപ്പമില്ല, യൂസ് ചെയ്യൂ. പക്ഷേ ലങ്സ് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് നിങ്ങൾ കോഴിയെ കൊന്ന് വീട്ടിൽ കണ്ടിട്ടുള്ള കുട്ടിക്കറിയാം എന്താണ് അതിന്റെ ശ്വാസകോശം, എങ്ങനെയാണ് അത് സോഫ്റ്റ് ആയിരിക്കുന്നത് എന്ന് ആ കുട്ടിക്കറിയാം, തൊട്ട് നോക്കുമ്പോൾ അറിയാം. അപ്പൊ അതിനെ നിങ്ങൾ നല്ല ഒരു കട്ടിയുള്ള മുത്തു കൊണ്ടുണ്ടാക്കി വെച്ചാൽ കുട്ടി എന്താ വിചാരിക്കുന്നത്, അത് അകത്തിരുന്ന് തിളങ്ങുമെന്നും ഇത്രയും കട്ടി അതിനുണ്ടെന്നും. ഫാർ അവേ ഫ്രം റിയാലിറ്റി, ഫാർ അവേ ഫ്രം സയന്റിഫിക് എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞു. ആ കുട്ടി കരഞ്ഞു. ഞാൻ പറഞ്ഞു കരയാനല്ല പറഞ്ഞത്, കാര്യം മനസ്സിലാക്കാനാ എന്ന് പറഞ്ഞു. അപ്പൊ ആ കുട്ടി എൻ്റെ അടുത്ത് ചോദിക്കുക, ടീച്ചർ മലയാളം ടീച്ചറല്ലേ? ഞാൻ പറഞ്ഞു അതെ. ഞാൻ പക്ഷേ ചെയർമാൻ ആയതുകൊണ്ടാണ് നിങ്ങളെ എൻ്റെ അടുത്തേക്ക് വിട്ടിരിക്കുന്നത്. അല്ല, ഞങ്ങളുടെ ബയോളജി ടീച്ചർ പഠിപ്പിച്ചത്. ഞാൻ പറഞ്ഞു താൻ പറയും, ഞാൻ ഈ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം താൻ പറയും എന്ന് പറഞ്ഞു. അവസാനം ബയോളജി ടീച്ചർ സോറി പറഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ മനസ്സിലാക്കാതെ പറഞ്ഞതും അവര് മനസ്സിലാക്കാതെ ചെയ്തതുമാണ് ടീച്ചർ, ഇനി ഇത് ചെയ്യില്ല. നിങ്ങൾ പറയും, ബയോളജി ടീച്ചറിന് ലങ്സ് പഠിപ്പിക്കുമ്പം ആസ്ബസ്റ്റോസിന്റെ സാധനങ്ങൾ കൊണ്ട് ലങ്സ് ഉണ്ടാക്കി വെക്കാം, നിറം കൊടുക്കുന്നത് നിങ്ങൾ പച്ചയാണ് ഇടുന്നതെങ്കിലോ? കുട്ടികൾ സംശയിക്കും. ഓഡിയോ വിഷ്വൽ കാണുമ്പം നമ്മുടെ ലങ്സിന് പച്ച നിറമാണെന്ന് വിചാരിക്കും. അല്ലെങ്കിൽ പിത്താശയത്തിൽ നിന്ന് വരുന്ന നിറം ഇന്നതാണെന്ന് പറഞ്ഞിട്ട് പിത്താശയത്തിന്റെ നിറത്തിന് വരാൻ പിങ്ക് കൊടുത്തു നോക്കൂ. ഇറ്റ്സ് ഫാർ അവേ ഫ്രം റിയാലിറ്റി. ചെയ്യരുത് അങ്ങനെ. ഇത് ഞാൻ പറഞ്ഞ എന്തിനാണോ, ജോഗ്രഫി പഠിപ്പിക്കുമ്പോൾ വടക്കു നോക്കുക പെരിയാറു തന്നോട് അടുത്തു മൂവാറ്റുപുഴ കിടക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഒറ്റ കുട്ടി എന്നോട് ചോദിച്ചു, ടീച്ചറെ വടക്ക് നോക്കുക എന്ന് പറഞ്ഞത് എന്തിനു? വേറെ ആരും ചോദിച്ചു. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് നോർത്ത് സൗത്ത് എന്ന രീതിയിൽ ജോഗ്രാഫിക്കൽ ആയിട്ടുള്ള ടേംസ് പറയുമ്പോൾ തുടങ്ങുന്നത്? ഞാൻ ഉത്തരം പറയില്ല. ദാറ്റ്സ് എ പോയിന്റ് ടു പോണ്ടർ, ടു ഫൈൻഡ് ഔട്ട്. നിങ്ങളുടെ ടീച്ചറിനോട് ചോദിക്കൂ, നിങ്ങൾ ചിന്തിക്കും എന്തുകൊണ്ടാണ് നമ്മൾ വടക്കു നിന്ന് എന്ന് തുടങ്ങുന്നത്. നമ്മളങ്ങനെ BEd വിദ്യാർത്ഥികളെ നമ്മൾ സ്പൂൺ വഴി കോരി കുടിപ്പിക്കേണ്ടതല്ല. അവർ പഠിക്കട്ടെ, അവർ പറയും. അതാ. അതുപോലെ ഓഷ്യൻ കറൻസ് പഠിപ്പിച്ചപ്പോൾ എൻ്റെ ഒരു കസിൻ എന്നോട് പറഞ്ഞു, സത്യമായിട്ട് നമ്മളൊക്കെ ഉഷ്ണജലപ്രവാഹം ശീതജലപ്രവാഹം എന്നൊക്കെ സ്കൂളിൽ പഠിച്ചല്ലോ, നമ്മളിത് കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. പ്രവാഹങ്ങൾ കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചു ക്ലാസ്സിൽ. ഉഷ്ണജലപ്രവാഹവും ശീതജലപ്രവാഹവും ഉണ്ടെന്ന് പറയും. അപ്പൊ കുട്ടികളൊക്കെ പറഞ്ഞു, ആ പാഠപുസ്തകത്തിൽ അങ്ങനെ ഉണ്ട് ടീച്ചറെ എന്ന് പറഞ്ഞു. ഒരു ജോഗ്രഫി സാറിന് അറിയണം എന്താണ് ഈ പ്രവാഹം, എവിടെയാണുള്ളത്, എന്തുകൊണ്ടുണ്ടാകുന്നു അറിയണ്ടേ. എനിക്കൊരു 10-20 വയസ്സ് വരെ
ഭൂമധ്യരേഖ എനിക്ക് തൊടാൻ സാധിക്കുമെന്ന് വിചാരിച്ച ആളാണ് ഞാൻ. മധ്യരേഖയുടെ അടുത്തെങ്ങാനും പോയാൽ മതി, നമുക്ക് തൊടാം എന്ന് വിചാരിച്ചു. ഞാനിത് പറഞ്ഞത് എന്തിനാണെന്നറിയാമോ? നമ്മളുടെ ബുക്കിഷ് നോളജ് എന്ന് പറയുന്നതും അതിന്റെ പ്രായോഗിക വശവും തമ്മിൽ വളരെ വ്യത്യാസം. സോ മേക്ക് ഷ്യൂർ നമ്മുടെ ഈ വെർച്വൽ ക്ലാസ്സുകളിൽ ദ ബെസ്റ്റ് പാർട്ട് ഇസ് ദാറ്റ് വെർച്വൽ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് അതൊക്കെ കാണിക്കാം. പഠിക്കട്ടെ, കുട്ടികൾ പഠിക്കട്ടെ. പിന്നെ നമ്മൾ ഡിസെക്ഷനോ ഡൈസെക്ഷനോ ചെയ്ത് ഇതൊക്കെ കാണിച്ചു കൊടുക്കുമല്ലോ, തവളെ കീറി മുറിച്ചിട്ട് കാണിച്ചു കൊടുക്കുമല്ലോ, അതൊക്കെയാണ് വേണ്ടത്. ഇതാണ് നമ്മുടെ ലേണിംഗ് ബൈ ഡൂയിങ് എന്ന് പറയുന്നത്. ആ ടേമാണ് ശാസ്ത്രീയവും പകുതി ശാസ്ത്രീയവും ആയിട്ടുള്ള എല്ലാ പഠനങ്ങൾക്കും തിയറിയെ ഇറ്റ് ഹാസ് ടു ബി റീഇൻഫോഴ്സ്ഡ് വിത്ത് ലേണിംഗ് ബൈ ഡൂയിങ്. ലെറ്റ് ദം ഡൂയിങ്. അതിനല്ലേ നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യിക്കുന്നത്. കുട്ടികളെ കൊണ്ട് എക്സ്പെരിമെന്റ് ചെയ്യിക്കുകയല്ലേ ചെയ്യുന്നത്, ക്ലാസ്സിൽ ചെന്ന് ഇങ്ങനെ പറയുകയല്ലല്ലോ ചെയ്യുന്നത്. വൈ? ഒരു നല്ല എക്സ്പെരിമെന്റ് ചെയ്ത് കഴിയുമ്പോൾ കൃത്യമായ ഡയറക്റ്റ് എക്സ്പീരിയൻസ് ഓഫ് എക്സ്പെരിമെന്റിങ് ആ ട്രെയിനിയുടെ മനസ്സിലോട്ട് കയറണം. റൈറ്റ്? കയറട്ടെ. അപ്പൊ അയാൾ മനസ്സിലാക്കുന്നത് ദാറ്റ് സംതിങ് മച്ച് ബെറ്റർ ദാൻ വെർബലൈസിങ് വാട്ട് ഡു യു മീൻ ബൈ സംതിങ്. അതാണ് ഇപ്പൊ ഞാൻ അതിശയിച്ചു. രേഖാംശം അക്ഷാംശം എന്ന് ഞാൻ പറഞ്ഞപ്പോ എൻ്റെ അനന്തരവൾ എന്നോട് ചോദിക്കുന്നു, അതെന്തോന്നാ ചിറ്റേ എന്ന് ചോദിക്കുന്നു. രേഖാംശം അക്ഷാംശം എന്ന് പറഞ്ഞാൽ എന്താ? അവളുടെ കുറ്റമല്ല, അവള് കേട്ടിട്ടില്ല. ലോഞ്ചിറ്റ്യൂഡെന്നോ ലാറ്റിറ്റ്യൂഡെന്നോ പഠിച്ച ഒരു കുട്ടിക്ക് അതിനിങ്ങനെ ഒരു മലയാളം ടേം ഉണ്ടെന്ന് പഠിച്ചിട്ടില്ല. ഞാനും എൻ്റെ ചേട്ടനും കൂടെ ഉടനെ പറയും അതിന്നതാണ് എന്ന് പറയും. അക്ഷം എന്ന് പറഞ്ഞാൽ ആക്സിസ് ആണ്, അതിനെ ചുറ്റി പോകുമ്പോൾ അതിനെ മുറിക്കും എന്നുള്ളത് കൊണ്ടാണ് അക്ഷത്തെ അംശിക്കുന്നത് എന്ന് പറയുന്നത്. ഇത് ഞാൻ പറഞ്ഞതല്ല, ശ്രദ്ധിക്കണം, എൻ്റെ അധ്യാപകൻ. അപ്പൊ നിങ്ങൾ പറയും മാർക്ക് ആർക്കാ പോകേണ്ടത്? എൻ്റെ അധ്യാപകർക്കല്ലേ. ഞാൻ കൊടുക്കുന്നു. എന്നെ പഠിപ്പിച്ച സകല അധ്യാപകർക്കും 100-ൽ 100 കൊടുത്താലും പോരാ, എനിക്ക് ബോധ്യപ്പെടണം. അപ്പോ അധ്യാപനം എന്ന് പറയുന്നത് വളരെ സന്തോഷത്തോടെ ചെയ്യേണ്ട ഒരു ജോലിയല്ല, സന്തോഷത്തോടെ ചെയ്യേണ്ട ഒരു അനുഭവ പരമ്പരയാണ് എന്ന് മനസ്സിലാക്കുക. അനുഭവം മാത്രമല്ല, അതൊരു പരമ്പരയാണ്. അപ്പൊ എന്താണ് നമ്മൾ പറയുന്നത്? അത് മുമ്പോട്ടും പുറകോട്ടും പോകും അല്ലേ? അതിനാണ് അതിനെ പാരമ്പര്യം എന്ന് വിളിക്കുന്നത്. ഞാൻ നിങ്ങളോട് ഇന്ന് പറയുന്നത് അധ്യാപന പാരമ്പര്യം എന്നൊരെണ്ണമുണ്ട്. അതുകൊണ്ടാണ് കാലികമായിട്ട് ഇന്നും നിങ്ങളുടെ ക്ലാസ്സുകളിൽ മെക്കോളേസ് മിനിറ്റ് എന്ന് പറയില്ലേ? ആ പാവ സായിപ്പാണ് ലോകത്തിലെ ഏറ്റവും ചീത്താന്ന് നമ്മൾ വിചാരിക്കില്ലേ? മെക്കാലേസ് മിനിറ്റ്സ് ആണ് നമ്മുടെ ഇന്ത്യയുടെ സകല വിദ്യാഭ്യാസത്തിനും എതിരായിട്ട് നിൽക്കുന്നത് എന്ന് വിചാരിക്കും. അതൊന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്, BEdനുള്ള എത്ര കോളേജുകളിൽ മെക്കാലേസ് മിനിറ്റ്സിന്റെ പടമുണ്ട്? പടം എന്ന് പറഞ്ഞാൽ അങ്ങേര് സ്വന്തം കൈ കൊണ്ട് എഴുതിയതുണ്ട്. ഇല്ല, ട്രെയിനിങ് കോളേജിലുണ്ട്, ഞങ്ങളെ കാണിച്ചിട്ടുണ്ട്. പുള്ളി പറഞ്ഞിരിക്കുന്നത് എന്താ? പാർലമെന്റിൽ നടത്തിയ പ്രസംഗമാണ്. സോമൻ സാറ് ക്ലാസ്സിൽ വന്ന് വായിക്കുകയാണ്, മെക്കോളയുടെ ശബ്ദത്തിൽ വായിക്കുകയാണ്. I have traveled across India many times. I haven't found a thief or a beggar. Just imagine. ഇതാ തുടങ്ങി. എന്നിട്ട് മെക്കാളെ പ്രഭു പറയുകയാണ്, ഇന്ത്യക്കാരെ വശത്താക്കാൻ ഞാനൊരു കാര്യം കണ്ടുപിടിച്ചു. എനിത്തിങ് ഫോറിൻ ഈസ് ബെറ്റർ എന്നവർ ധരിച്ച് വശായ വിഡ്ഢികളാണ്. നമ്മളെ മെക്കാളെ പ്രഭു വിളിച്ചത് അങ്ങനെയാണ്. എനിത്തിങ് ഇംഗ്ലീഷ്, എനിത്തിങ് ഫോറിൻ ഈസ് മച്ച് ഗ്രേറ്റർ. അതുകൊണ്ട് കൃത്യമായ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പാക്കി നമുക്ക് ആവശ്യമുള്ള ശിരസ്തദാർമാരെയും പ്യൂൺ അങ്ങനെയുള്ള തൊഴിലാളികളെയും നമുക്ക് സൃഷ്ടിക്കണം. അതിനാണ് ഈ മെക്കാളേസ് മിനിറ്റ്സ് പാർലമെന്റിൽ പാസ്സാക്കുന്നത്. എപ്പോഴെങ്കിലും സൗകര്യം കിട്ടുമ്പോൾ നിങ്ങളുടെ ലൈബ്രറിയിൽ ഇല്ലെങ്കിൽ ആരെങ്കിലും ഇവിടെ വരികയാണെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു ഫോട്ടോ കോപ്പി തരാം. ബിക്കോസ് ഇറ്റ്സ് സച്ച് എ ഗ്രേറ്റ് ഓണസ്റ്റ് ഡിക്ലറേഷൻ. ഇതല്ലേ ബ്രിട്ടീഷുകാർ നമ്മളോട് ചെയ്തത്? ഇന്നും അങ്ങനെയല്ലേ? ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന് വേണ്ടി നമ്മൾ ഓടുകയല്ലേ? മലയാളം സ്കൂളുകളിൽ 5 പിള്ളേരിക്കുമ്പോൾ 500 പിള്ളേരെ നമ്മൾ ഇംഗ്ലീഷ് മീഡിയത്തിലാക്കും. അതിന്റെ പ്ലസ് പോയിന്റോ മൈനസ് പോയിന്റോ അല്ല, എല്ലാത്തിനും ഉണ്ടല്ലോ. സകല വിഷയത്തിനും പ്ലസ് പോയിന്റും മൈനസ് പോയിന്റും. സോ ഞാൻ പറയുന്നത്, ഈ അധ്യാപക വിദ്യാർത്ഥികൾ എന്ന് പറയുന്നവര് നിങ്ങളുടെ BEd ട്രെയിനീസും
MA റിസർച്ച് ഫെലോസും ഒക്കെ നന്നായി ഈ വെള്ളമില്ലാത്തടത്ത് മുങ്ങിയിട്ട് കാര്യമില്ല. വെള്ളത്തിൽ മുങ്ങിയാലേ അതിന്റെ അനുഭവം മനസ്സിലാവൂ. സോ അവർ ചെയ്യേണ്ടത് പുസ്തക പുഴുക്കളാകാതെ കൃത്യമായിട്ട് പഠന സമ്പ്രദായങ്ങളിലൂടെ പോയിട്ട് വിച്ച് ഇസ് കമ്പാരിറ്റീവ്ലി യൂസ്ഫുൾ, വിച്ച് ഇസ് ഫങ്ഷണൽ ഫോർ ദ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സീൻ എന്ന് കണ്ടുപിടിക്കും. പറയാനുള്ള ധൈര്യവും പറയും. ഈ പാഠങ്ങളല്ല ഞങ്ങൾക്ക് വേണ്ടത്, കുട്ടികൾക്ക് ഈ പാഠങ്ങളെക്കാൾ വ്യത്യസ്തങ്ങളായ പാഠങ്ങൾ വേണം. അതിനൊക്കെ എനിക്കറിയാം ഒരുപാട് വൈതരണികൾ നമ്മൾ കടക്കണം. നമ്മുടെ ഇഷ്ടത്തിന് ഇതൊന്നും ഒക്കില്ല. ബിക്കോസ് നമ്മുടെ സിസ്റ്റം ഈസ് എൻ ഇൻക്ലൂസീവ് സിസ്റ്റം ഇൻ എ ബിഗർ സിസ്റ്റം. പറ്റില്ല. പക്ഷെ ഞാൻ പറയുന്ന പഠിപ്പിച്ചു വെക്കാമല്ലോ. പണ്ടാരാണ്ട് പറയും ഒരു തോട്ട ഉണ്ടാക്കി കൈവച്ചോ, ഒരു ആനയെ കിട്ടിയാൽ തോണ്ടാമല്ലോ. കിട്ടിയില്ലേ തോണ്ടണ്ട, അത്രേ ഉള്ളൂ. അതുപോലെ യു ബി പ്രിപ്പയർഡ് മെന്റലി ആൻഡ് ഇമോഷണലി ടു ഓവർകം ദിസ്. ഒരുപാട് തരത്തിലുള്ള ഹേർഡിൽസ് ഉണ്ട്. അതൊക്കെ നമ്മൾ ചാടി മറിഞ്ഞോടിയാലേ പറ്റൂ. അപ്പൊ എനിക്ക് തോന്നുന്നു, ഞാനൊന്ന് ചുരുക്കി പറഞ്ഞാൽ ഞാൻ പറഞ്ഞതിന്റെ ഒരു ആശയം, there is nothing wrong with the educational system. There is nothing wrong with the teaching of BA training. There is nothing wrong with the MA research. എന്തിനാ കുഴപ്പമുള്ളത്? എനിക്ക് പൂവുകൾ കീറിമുറിക്കുന്ന എനിക്ക് തത്വം പഠിക്കാനേ പറ്റിയിട്ടുള്ളൂ, സത്യം പഠിക്കാനേ പറ്റിയിട്ടുള്ളൂ. അതിനെ പ്രയോഗത്തിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ അതിനെ പ്രാവർത്തികമാക്കാൻ കഴിയുന്ന അധ്യാപകരായിട്ട് വരട്ടെ. ചൈൽഡ് സൈക്കോളജി പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ലേണർ എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവായ ഒരു കുട്ടിയാണ്. അതിനെ മുഖത്ത് നോക്കി ചീത്ത വിളിക്കാൻ പാടുണ്ടോ? സൈക്കോളജി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ കുട്ടിയെ എടോ തന്റെ കോങ്കണ്ണുകൊണ്ട് എന്ന് പറയാമോ? കോങ്കണ്ണുള്ള ഒരു കുഞ്ഞിനോട് കണ്ണാടി വെക്കണമെന്ന് പറയാം, നന്നായിരിക്കട്ടെ കാണാം എന്ന് പറയാം. പേരിടുക, ഇരട്ടപ്പേരിടുക, ഇതൊക്കെ ദോഷകരമായ കാര്യങ്ങളാണെന്ന് അറിയാനാണ് നമ്മൾ സൈക്കോളജി പഠിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും ലേണിംഗ് സൈക്കോളജി. ഒരു കുട്ടി ഒരു അക്ഷരത്തിന്റെ പുറകിലിരുന്ന് കഷ്ടപ്പെടുമ്പോൾ എണീപ്പിച്ച് നിർത്തി അടിക്കുകയാണോ വേണ്ടത്? എന്തുകൊണ്ടാണ് അവനത് എഴുതാൻ പറ്റാത്തത്? ഒരു കുട്ടി എന്നോട് ചോദിച്ചിട്ടുണ്ട്, ടീച്ചറെ പൂജ്യമെന്നിടുന്നതും എന്നിടുന്നതും ഒരുപോലെ. ഒരു സാറ് പറയുന്നു വലത്തോട്ട് ക്ലോക്ക് വൈസ് ഇട്ടാലേ അത് ശരിയാവുള്ളൂ. എന്ത് കുഴപ്പം? I tell you, nothing is wrong. പൂജ്യം എന്നെഴുതുന്നത് എന്നാകുമ്പോൾ എഴുതി പൂജ്യം ഇടുമ്പോൾ വലത്തൂന്ന് ഇടത്തോട്ട് വരണമെന്നും 10 എഴുതുമ്പം 1 കഴിഞ്ഞിടുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോകണമെന്നും who has decided? ഇല്ല, ഒരു സാറും പറഞ്ഞിട്ടില്ല, ഒരു ആചാര്യനും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നല്ല തുറന്ന മനസ്സോടെ കാര്യങ്ങൾ പഠിച്ചപ്പം തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ തിരുത്താനുള്ള നിതാന്തമായ സന്നദ്ധതയോടെ അധ്യാപകർ ക്ലാസ്സിൽ വിഷയങ്ങൾ കൈകാര്യം ചെയ്യണം. വേറൊന്ന്, ഒരിക്കലും ഇന്റഗ്രേറ്റഡ് അല്ലാതെ ഒന്നും പഠിപ്പിക്കരുത്. ബിക്കോസ് എവറി സബ്ജക്ട് ഹാസ് എ ബോണ്ടിങ് വിത്ത് അനദർ സബ്ജക്ട് ഉണ്ട്. ഉദാഹരണം പറയുമ്പോൾ ഞാൻ ക്ലാസ്സിൽ പറയും, ഭാഷയും ഭക്ഷണവും ഒരുപോലെയാണ്. ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തിയാൽ നിങ്ങൾക്ക് എത്ര പേർക്ക് അത് ഫില്ലപ്പ് ചെയ്യാൻ കഴിയും? ഭാഷ ഭക്ഷണം ഒരുപോലെയാണ്. ഭാഷ മൗത്ത് ഉപയോഗിക്കേണ്ടതാണ്, ഭക്ഷണം മൗത്ത് ഉപയോഗിക്കേണ്ടതാണ്. ഭാഷയ്ക്ക് ചുണ്ട് വേണം, പല്ല് വേണം, ചവയ്ക്കണം, ഉമിനീര് വേണം, എല്ലാം വേണം. ഭക്ഷണത്തിനോ ഇതിനെല്ലാം രുചികരമായ മണം, നിറം, കൊതി വരുത്തുന്ന, വെള്ളം ഊറിക്കുന്ന കാര്യങ്ങൾ ഒക്കെ വേണം. ഭക്ഷണം ചവയ്ക്കണം, കടിച്ചു പറിക്കണം. ഭാഷണം കടിച്ചു പറിക്കണം, ഭാഷണവും ചവയ്ക്കണം, വിഴുങ്ങണം. ചില ഭാഷണങ്ങൾ നമുക്ക് വിഴുങ്ങണം. സോ ആ അനാലജി പറയുമ്പോൾ എന്താ ഈ ടീച്ചർ ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് തലയിലെ ചാരവസ്തു ഇളക്കി നോക്കണം. റൈറ്റ്? അപ്പോ ഞാൻ പറയുന്നു, നിങ്ങൾക്കിനി ഇന്ററാക്റ്റീവ് സെഷനും കൂടെ ഉള്ളത് കൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇത്രയും വർഷത്തെ അനുഭവത്തിൽ നിന്ന് സത്യസന്ധമായിട്ട് പറയുകയാണ്, ഇറ്റ്സ് ഓൾവേസ് എന്താ പറയുന്നത്, ഇറ്റ്സ് എ പ്ലഷർ ടു ബി എ ലേണർ ആൻഡ് എ ടീച്ചർ. And it's a pleasure to be an educated learner and an educated teacher. And it is much more great to know that you are a human being with all the faculties open. ഈ ഫാക്കൽറ്റീസ് നന്നായി വരുമ്പോഴേ
ഞാനൊരു നല്ല മനുഷ്യൻ കൂടെ ആകുന്നുള്ളൂ. ഒരു ചോദ്യം, നിങ്ങൾക്ക് ഒരു നല്ല ടീച്ചറിനെയാണോ വേണ്ടത്, നല്ല മനുഷ്യനെയാണോ വേണ്ടത്? നല്ല മനുഷ്യനും നല്ല ടീച്ചറും കൂടെ ആയ ഒരു മിശ്രജീവിയെയാണോ വേണ്ടത്? So, with these points to ponder, I conclude my session and I am waiting for your responses to my speech. Thank you very much, Shiba. Thank you very much, Sangeeta, Viti, whoever is my friend. Thank you very much. I'm all ears. You can now it's your turn to ask me questions if you want some kind of explanation or clarity. Can I stop it now? I've stopped it, or you want me to talk more? I think it's better that you all ask me your views, explain it to me so that I can answer. Can we stop now? ടീച്ചറോട് ചോദിച്ചോളൂ. അസ്ന ടീച്ചർ എന്തോ ചോദിക്കാൻ വന്നു. ഇല്ല ടീച്ചർ, ഞാൻ ടീച്ചറിന്റെ നല്ലതായിട്ട് യൂസഫ് അലി കേച്ചേരിയുടെ ഈശ്വരനെ പറ്റിയുള്ള ഒരു കവിത കൂടെ ചൊല്ലാം. ഓക്കെ, തീർച്ചയായും ടീച്ചർ. കൺക്ലൂഡ് മൈ സ്പീച്ച്. ഇതിന്റെ പേര് ഈശ്വരൻ തിരക്കിലാണ്, ഗോഡ് ഈസ് വെരി ബിസി. കവി യൂസഫ് അലി കേച്ചേരി. വളരെ തിരക്കിലാണീശ്വരൻ, വളരെ തിരക്കിലാണീശ്വരൻ, ഇളം തൂവൽ മുളയ്ക്കും കിളികളെ പറക്കാൻ പഠിപ്പിച്ചും, നിമിഷം തോറും പെറ്റുപെരുകും മത്സ്യക്കുഞ്ഞിൻ നിരയെ സമർത്ഥമായി നീന്തുവാൻ ശീലിപ്പിച്ചും. വളരെ തിരക്കിലാണീശ്വരൻ, കാട്ടാളന്റെ വയറിൻ തീയായി പിഞ്ചുമാൻകിടാങ്ങളെ ചുട്ടും, കഥ തൻ ചൂട്ടും വീശി രാവൊരായിരം എന്നും, കവിതയ്ക്കുയിരേകി മരണത്തിനെ കൊന്നും. വളരെ തിരക്കിലാണീശ്വരൻ, എന്നിട്ടും ഞാൻ വിളിച്ചാൽ വിളിപ്പുറത്തുണ്ടവൻ, വിദൂരത്തും ക്ഷീണത്വമേശാദേകകാലത്തിൻ അരികത്തും. വാണുകൊണ്ടാടും മായാലീലയാൽ അനന്വയൻ, അവനും ഞാനും രണ്ടല്ലെന്നുണർത്തുകയാവാം. അജനാം അനാദിമധ്യാന്തനാ സർവജ്ഞൻ. ഔപചാരികമായ എൻ്റെ ക്ലാസ് നിങ്ങളുടെ എല്ലാ സമ്മതത്തോടെ ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു വെരി മച്ച്. Mita? Thank you, teacher. Okay. സൗണ്ട് കിട്ടുന്നില്ലല്ലോ ശരി ടീച്ചർ, കേൾക്കാൻ പറ്റുന്നില്ല ടീച്ചർ പറയും. ടീച്ചർ മ്യൂട്ട് ചെയ്തേക്കുവാന്ന് തോന്നുന്നു. നമ്മുടെ ഡൗട്ട് ക്ലിയർ ചെയ്യുന്ന സെഷൻ ആണെങ്കിൽ അതായിരിക്കും ടീച്ചർ ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നു. അതെ അതെ, കുട്ടികൾ ചോദിക്കാൻ വേണ്ടിയുള്ളതായിരിക്കും. ദർശന ചോദിച്ചോളൂ. ഞാൻ ചോദിക്കാം ടീച്ചറെ, കുട്ടികൾ ശ്രീദേവി ടീച്ചർ, എന്റെ പേര് അമിത് എന്നാണ്. ഞാൻ ഈ കോളേജിലെ ശ്രീദേവി ടീച്ചറെ, ടീച്ചർ വീണ്ടും മ്യൂട്ടായി. ശ്രീദേവി ടീച്ചർ വീണ്ടും മ്യൂട്ടായി പോയി. ടീച്ചർ പറയാൻ പറഞ്ഞു ടീച്ചർ. മ്യൂട്ടായില്ല. ടീച്ചറെ നമസ്കാരം. ടീച്ചറെ നമസ്കാരം. നമസ്കാരം.
എൻ്റെ പേര് അംജിത്ത് എന്നാണ്. ഞാൻ ഈ ശ്രീനാരായണ ട്രെയിനിങ് കോളേജിലെ കായിക വിഭാഗം അധ്യാപകനാണ്. ടീച്ചറുടെ ക്ലാസ് ഞാൻ വളരെ ശ്രദ്ധയോടെ കൂടി കേട്ടുകൊണ്ടിരിക്കുകയാണ്. കാര്യം പ്രീവിയസ് ഡേയിൽ ഞാൻ സംസാരിച്ച വിഷയം ഈ വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷനുള്ള കാര്യമായിരുന്നു ഞാൻ സംസാരിച്ചത്. കാര്യം എൻ്റെ വിഷയത്തിനകത്ത് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ നമ്മൾ ഇപ്പോഴും ഒരു അപ്പിയറൻസ് എന്ന് പറയുന്ന ഒരു സാധനം വലിയ പ്രധാനപ്പെട്ട. എനിക്ക് ടീച്ചറിനെ ഇപ്പം നേരിട്ട് പരിചയമില്ല, പക്ഷേ ടീച്ചറിൻ്റെ ഒരു അപ്പിയറൻസ് എനിക്ക് വീഡിയോയിലൂടെ ടീച്ചറിനെ കാണാൻ പറ്റുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർ പറയുന്ന വിഷയവും എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഭാഗവത പാരായണം കേൾക്കുന്ന ആ ഒരു സ്റ്റൈലിലാണ് ഞാൻ കേട്ടുകൊണ്ടിരുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പുതിയ തലമുറയിലുള്ള ടീച്ചേഴ്സ് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവരറിയണം. അവരെന്തിനൊക്കെയോ വേണ്ടിയുള്ള വലിയൊരു മത്സരത്തിലാണ്. ഞാനൊരു കായികാധ്യാപകനാണെങ്കിൽ ഓടി മുന്നേറുക എന്നുള്ള ഒരു വലിയ കാര്യം. എനിക്കാണ് കോപ്പ അമേരിക്കയുടെ ആ പ്രസ്താവന പിൻവലിക്കണം അംജിത്തെ. കായികാധ്യാപകനാണ് എങ്കിലും എന്ന് പറയരുത്. യു ആർ വൺ ഓഫ് ദ ബെസ്റ്റ്. അല്ല, ഞാൻ പറയാണ്. അപ്പൊ നമ്മള് കോപ്പ അമേരിക്കയില് പിന്നെയാണ് ഒരു 2 ടീമുകളുടെ ക്യാപ്റ്റന്മാരെ ഹഗ് ചെയ്തിരിക്കുന്ന സെഷൻ വരെ ഞാൻ കുട്ടികളുടെ ക്ലാസ്സിനകത്ത് സംസാരിച്ചു. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരു വാല്യൂ എന്ന് പറയുന്ന സാധനം ഏത് സാധനത്തിനകത്തും വാല്യൂ എന്ന് പറയുന്ന സാധനം കാണണം. അപ്പൊ അതിന്റെ ഒരു കുറവ് ഇപ്പോഴത്തെ ഫീൽഡിനകത്ത് വരുന്നത്. ഇപ്പോൾ ടീച്ചറിനെ കണക്കുള്ള ഇത്രയും എക്സ്പീരിയൻസ് ഉള്ളവരുടെ ക്ലാസ്സുകൾ എന്ന് പറയുന്നത് നമ്മളെ കണക്കിൽ ഞാനും ഒരു 10-15 വർഷമായിട്ട് സർവീസിന് വന്നിട്ട്, പക്ഷേ എന്നാലും ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ ഞങ്ങൾക്ക് നമ്മുടെ മുമ്പേ നടന്നുപോയ ആൾക്കാരുടെ ഈ ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കും ഒരു പ്രചോദനമാണ്. കാര്യം എവിടെയെങ്കിലൊക്കെ നമ്മൾ ചിലപ്പോൾ ഒന്ന് ഡൈവേർട്ട് ചെയ്ത് പോകാനുള്ള സാധ്യത കൂടുതലാണ് ടീച്ചർ. അപ്പോൾ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ ഞാൻ ഉൾപ്പെടുന്ന എൻ്റെ സുഹൃത്തുക്കളെ അധ്യാപകരും കുട്ടികൾക്ക് വളരെ ഫലപ്രദമായ രീതിയിൽ തന്നെ അത് ഉണ്ടായി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവിധ ഇത് ടീച്ചറിനെ അറേഞ്ച് ചെയ്ത പ്രിൻസിപ്പളായാലും റീത്ത ടീച്ചറായാലും എല്ലാവർക്കും എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്. ടീച്ചർ താങ്ക് യു. അംജിത്ത്. ഒരിക്കലും നമ്മുടെ ഒരു പ്രൊഫഷനെ നമ്മൾ കൊച്ചാക്കി കാണരുത്. കായികാധ്യാപകൻ ഈസ് പെർഹാപ്സ് ദ ബെസ്റ്റ് ടീച്ചർ. പഠിപ്പിക്കുന്ന പിള്ളേരെ കയ്യിൽ കിട്ടുന്ന അധ്യാപകൻ. ഞാനൊരു കായികാധ്യാപകനാണെങ്കിലും എന്ന് പറയരുത്. ഷുഡ് നോട്ട് ബി എങ്കിലും വേണ്ട, ഐ ആം എന്ന് പറയാം. ഞാൻ ഔട്ട് ഓഫ് ദ ബോക്സ് അല്ല, ഇതൊരു എഡ്യൂക്കേഷൻ സ്ഥാപനം ആകുമ്പോഴേ ടീച്ചർ, എഡ്യൂക്കേഷൻ സ്ഥാപനം ആകുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഫിസിക്കൽ എഡ്യൂക്കേഷനും ഒരു കോയിന്റെ 2 സൈഡാണെന്ന് അറിയാം. പക്ഷേ എന്നാലും കൂടുതൽ ഞാൻ പല തിയറീസ് പറയുമ്പോൾ തന്നെ കുട്ടികളുടെ ഞാൻ റെഫർ ചെയ്യാറുണ്ട്. ഇന്ന സ്മിത ടീച്ചർ പഠിപ്പിച്ചോ, സംഗീത ടീച്ചർ പഠിപ്പിച്ചോ എന്ന് ചോദിക്കുമ്പോൾ കുട്ടികൾ കാര്യം പല കാര്യങ്ങളും ബി എഡിനകത്ത് സിലബസിൽ പഠിപ്പിച്ച പല കാര്യങ്ങളും ഞങ്ങളുടെയും തിയറിയിൽ വരുന്ന സാധനമാണ്. അപ്പം ചോദിക്കുമ്പോൾ കുട്ടികൾ പറയാ ഇന്നത് സംഗീത ടീച്ചർ പഠിപ്പിച്ചു, അപ്പം ഞാൻ ഇതും അതുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ എങ്ങനെയാണ് എൻ്റെ വിഷയം ടീച്ചർ നേരത്തെ പറയുമ്പോഴത്തെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഫിസിക്സ് എങ്ങനെ പഠിപ്പിക്കണം, കെമിസ്ട്രി എങ്ങനെ പഠിപ്പിക്കണം, ഞാൻ എൻ്റെ വിഷയം എങ്ങനെ ക്ലാസ് റൂമിൽ കൊണ്ടുവരികയും അത് നമ്മൾ പഠിപ്പിക്കുന്നതിന് വേണ്ടി എൻ്റെ വിഷയം എങ്ങനെ ടൂൾ ആക്കാമെന്നുള്ള കാര്യമാണ് ഞാൻ സംസാരിക്കുന്നത്. ഒരിക്കലല്ലാതെ ഫുട്ബോളിനെ കുറിച്ചോ ക്രിക്കറ്റിനെ കുറിച്ചോ വലിയ ആധികാരികമായിട്ടൊന്നും ഞാൻ സംസാരിക്കാറില്ല. എൻ്റെ വിഷയം എങ്ങനെ നിങ്ങളുടെ വിഷയമായിട്ട് മെർജ് ചെയ്തുകൊണ്ട് അത് ക്ലാസ് റൂം സിറ്റുവേഷനകത്ത് അവതരിപ്പിക്കാം. ഇതാണ് ഞാൻ സംസാരിക്കുന്നത്. എല്ലാ വിഷയവുമായിട്ട് ഒരുമിച്ചിരിക്കാം. താങ്ക് യു അംജിത്ത്. യു ആർ എ ഗുഡ് ടീച്ചർ. താങ്ക് യു മാഡം. താങ്ക് യു. Who else? ടീച്ചർ റീത്തയാണ്. നെടുങ്കണ്ട കോളേജിൽ തന്നെ ഞാൻ ഇന്നലെ സംസാരിച്ചിരുന്നു ടീച്ചറിനോട്. എനിക്ക് പറയാനുള്ളൊരു സന്തോഷം അറിയിക്കാനാണുള്ളത്. ടീച്ചറെ ശരിക്കും നമ്മൾ ഈ ടീച്ചർ തന്നെ പറഞ്ഞു ടെക്നോളജി ഒരു ബൂണാണ്, നമുക്കിപ്പോ ഇന്നൊരു അനുഗ്രഹമാണെന്ന്. അത് വളരെ കറക്റ്റ്. കാര്യം ഇപ്പൊ നമുക്ക് ശരിക്കും ടീച്ചറിനെ ആക്സസ് ചെയ്യാൻ പറ്റുന്നത് തന്നെ ഈ ടെക്നോളജി ഉള്ളത് കൊണ്ടാണ്. നമുക്ക് ഈ ക്ലാസ് അല്ലെങ്കിൽ നമുക്കിത് സാധ്യമാകുമോ എന്നുള്ളത് വളരെ ഡൗട്ട്ഫുൾ ആയ ഒരു കാര്യമാണ്. ശരിക്കും വലിയ സന്തോഷം ടീച്ചറിന്റെ അടുത്ത്. ടീച്ചറിന്റെ വാക്കുകൾ ഇപ്പോഴും ടീച്ചറിന്റെ ചിന്തകളും വാക്കുകളും പഴയതുപോലെ തന്നെ അത്രയും എന്താ പറയാ അത്രയും ഷാർപ്പായിട്ട് തന്നെ ഉണ്ട്. അത് വളരെ കേട്ടതിൽ വളരെ സന്തോഷം. മുമ്പ് ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ പഠിക്കുമ്പോഴും ഒക്കെ കേട്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും ലാസ്റ്റ് ടീച്ചറിന്റെ ഒരു ടോക്ക് കേട്ടത് നമ്മുടെ സുകുമാരൻ നായർ സാർക്ക് ഒരു സെൻഡ് ഓഫ് കൊടുത്തിരുന്നല്ലോ ടീച്ചർ. അന്നത്തെ ടീച്ചറിന്റെ ടോക്കാണ് ലാസ്റ്റ്. പിന്നെ അതിന് ശേഷം അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായിട്ടില്ല. ഇന്ന് ഈ ടെക്നോളജിയോടാണ് ഏറ്റവും കൂടുതൽ നന്ദി. ടീച്ചറിനെ വീണ്ടും നമുക്ക് കേൾക്കാനായിട്ട് കാണാനായിട്ട് ഒരു ഭാഗ്യം ഉണ്ടായി. ഒത്തിരി താങ്ക്സ് ടീച്ചർ. കാര്യം ഞങ്ങളുടെ കോളേജിന് അതൊരു വലിയ അനുഗ്രഹമാണ് ടീച്ചറിന്റെ ഒരു സാന്നിധ്യം, ടീച്ചറിന്റെ സംസാരം. കുട്ടികൾക്കും ഈ വർഷത്തെ കുട്ടികൾക്കും അത് ശരിക്കും ഒരു ഇതുവരെയുള്ള ഒരു പഴയ ബാച്ചുകൾക്കും ഉണ്ടാവാം, പക്ഷെ ഇപ്പോഴത്തെ ഒരു ബാച്ചുകൾക്ക് ആർക്കും കിട്ടാത്ത ഒരു ഭാഗ്യമാണ് ടീച്ചർ. താങ്ക് യു സോ മച്ച്. അങ്ങനെയൊന്നുമില്ല, എന്നെ ചുമ്മാ ചെത്തക്കൊമ്പേ കേട്ടാൽ ഐ എം എ ഗുഡ് ടീച്ചർ ആയിരുന്നു. എനിക്ക് ഒരു അപ്പോളജി അതിനെ പറ്റിയില്ല. ബട്ട് എനിക്കറിയാവുന്ന എന്റെ അധ്യാപകരെ നിങ്ങളെ കാണിച്ചില്ലല്ലോ എന്നുള്ള സങ്കടമാണ് എനിക്ക്. ഡോക്ടർ വേദമണി മാനുവലിനെ കണ്ടില്ലല്ലോ എന്നാ ഞാൻ
സംഗീതയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, യു ഹാവൻ സീൻ ഹിം, അതെ അതെ സ്റ്റുഡന്റ്. അപ്പൊ സംഗീത പറയാണ്, ടീച്ചർ പറഞ്ഞപ്പോ ഇത്രയും കിട്ടിയപ്പോ അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ ഞാൻ ഇരുന്നെങ്കിൽ എന്തായിരുന്നേനെ. സോ അതാ ഞാൻ ഐ ആം സംബഡി, ഒരു എന്താ പറയുന്നത്, മോശമൊന്നും ഞാൻ പറയില്ല, ഐ എം എ ഗുഡ് ടീച്ചർ. പക്ഷേ ഐ ഹാവ് ബീൻ എ സ്റ്റുഡന്റ് ഓഫ് സോ മെനി ഗ്രേറ്റ് ടീച്ചേഴ്സ്, ചാൻസ്. ദൈവത്തിന് നന്ദി പറയും ഞാൻ. ഒത്തിരി നല്ല അധ്യാപകരുടെ ശിഷ്യയായിരുന്നു. ONV സാറ് മറ്റു മീറ്റിങ്ങിന് പോകുമ്പം എണീറ്റ് നിന്ന് സാറ് പറയുന്നു, ഞാൻ പ്രസംഗിക്കുന്നില്ല, എന്റെ ശിഷ്യ ശ്രീദേവിയെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഗുരു പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെ തന്നെ പറയില്ല. സാറ് പറയും, ഏത് മീറ്റിങ്ങിന് ഞങ്ങൾ ഒരുമിച്ച് പോയാലും സാറ് പറയും, ഞാനും കൂടെ ശ്രീദേവി പറയുന്നത് കേൾക്കാൻ വന്നതാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് കാലത്തൊട്ട് തൊഴുതിട്ടേ ഞാനപ്പോൾ മനസ്സുകൊണ്ട് തൊഴുതിട്ടേ ഞാൻ ക്ലാസ് എടുത്തു. I had been a student of so many great teachers. നല്ല മനുഷ്യർ, നല്ല അധ്യാപകർ. ഞങ്ങൾക്കും അതിനൊരു ഭാഗ്യമായി. ടീച്ചറെ ഞാൻ കഴിഞ്ഞ ദിവസം, ഷീബ ടീച്ചറാണ് സർ, ടീച്ചറെ ഷീബയാണ്. ആ അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഞങ്ങളുടെ ഗ്രേറ്റ് ടീച്ചേഴ്സിനെ എല്ലാം ഞങ്ങളെ കോളേജിൽ കൊണ്ടുവരാൻ. ഞങ്ങളുടെ കോളേജിൽ റിമോട്ട് ആണെന്ന് ടീച്ചറിന് അറിയാം. അപ്പൊ എന്നാലും അന്ന് ഞാൻ എന്നാലും ഇപ്പൊ ടീച്ചറിന് വരാൻ കുറച്ച് ദൂരം കൂടുതൽ. എന്തായാലും ടീച്ചറ് കൊറോണാദികളൊക്കെ മാറി കഴിയുമ്പോണ്ടല്ലോ എനിക്ക് വലിയ ഇഷ്ടമാണ് ട്രാവൽ, എനിക്ക് ഇഷ്ടമാണ്, നിങ്ങളെയൊക്കെ പരിചയപ്പെടാൻ എനിക്ക് ഇഷ്ടമാണ്. അങ്ങനെയാണ് ഞാൻ സംഗീതം പരിചയപ്പെട്ടത്. കൊളുത്തും ഞാൻ അധ്യാപകരുമായിട്ട് ഞാൻ നന്നായിട്ട് കൊളുത്തും. അത് വേദമണി സാർ ഒത്തിരി പ്രാവശ്യം കോളേജിൽ വന്നിട്ടുണ്ട്, വിജയലക്ഷ്മി ടീച്ചറിന് സമയത്ത്. വിജയലക്ഷ്മി എന്റെ ഒരു സ്റ്റുഡന്റ് ആയിരുന്നു. വിജയലക്ഷ്മിക്ക് ഞാൻ ഒരുപാട് തരത്തില് ശക്തി കൊടുത്തിട്ടുണ്ട്. വാസ്തു വിജയലക്ഷ്മിക്ക് എപ്പോഴും ഞാൻ ഡൗട്ടിങ് ടോം എന്നായിരുന്നു വിളിക്കുന്നത്. സംശയം ഒഴിഞ്ഞൊരു സമയം വിജയലക്ഷ്മിക്ക് ഇല്ലായിരുന്നു. പക്ഷെ ഷി വാസ് സോ സോർട്ട് ഓഫ് ഒരു പ്ലെയിൻ നല്ലൊരു സ്ത്രീ ആയിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ പറയും, വിജയലക്ഷ്മി കുറച്ചും കൂടെ ബ്രേവ് ആയിരിക്കണം, കുറച്ചും കൂടെ മിടുക്കിയായിരിക്കണം, സീരിയസ് ആയിരിക്കണം, പെട്ടെന്ന് ആരെങ്കിലും ഒരു കമന്റ് പറഞ്ഞാൽ തണുത്തു പോകരുത് എന്ന് പറയും. എനിക്ക് വലിയ ഇഷ്ടമുള്ള ടീച്ചറായിരുന്നു വിജയലക്ഷ്മി. ടീച്ചർ ഇത്തിരി ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ടീച്ചർ ഒത്തിരി അധ്യാപകരെ കൊണ്ടുവരുമായിരുന്നു. ടീച്ചേഴ്സ് സുകുമാരൻ നായർ സാറ്, വേദമണി സാറ്, എല്ലാരെയും. ഞാന് ഒരു യൂണിവേഴ്സിറ്റി കോളേജിലും വിമൻസ് കോളേജിലും കോട്ടൺ ഹിൽ സ്കൂളിലും എൻ്റെ കോട്ടയത്തെ സ്കൂളിലുമായിട്ട് ഒരുപക്ഷെ അതിശയോക്തി ഇല്ലാതെ ഞാൻ പറയാം, ഞാൻ ക്ലാസ്സിൽ ഇരുന്ന് പഠിച്ചിടത്തോളം അധ്യാപകരുണ്ടെങ്കിൽ നമുക്ക് നല്ല ടീച്ചർ ആവാതെ വയ്യ. വീണ് കിട്ടുന്ന മുത്തുകൾ അവരുടെ അതാ പെറുക്കിയിട്ടുണ്ട്. എൻ്റെ മനസ്സിൽ മുത്തുകൊണ്ട് മുറവും പറയൊക്കെ നിറഞ്ഞു, മനസ്സ് മാത്രം നിറയാതെ. സ്റ്റുഡൻസ് നിങ്ങൾക്ക് ടീച്ചറിനോട് ഇന്ററാക്ട് ചെയ്യാം. ടീച്ചറെ. ടീച്ചർ നമസ്കാരം ടീച്ചർ, ഞാൻ സ്മിത, ഞാൻ ഇവിടെ വർക്ക് ചെയ്ത ടീച്ചറാണ്. വളരെ ഞങ്ങൾക്ക് അങ്ങേയറ്റം നന്ദിയുണ്ട് ടീച്ചറിനോട്. ഇങ്ങനെ ഒരു സുലഭ അവസരം ഒരുപാട് കേട്ടിട്ടുണ്ട്. ടീച്ചറിന്റെ ക്ലാസ്സുകളെ കുറിച്ചും എനിക്ക് നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷേ നേരിട്ട് ക്ലാസ് ഇരിക്കാനും സാധിച്ചിട്ടില്ല. പക്ഷേ ടീച്ചറിനെ കുറിച്ച് ഒത്തിരി കേട്ടിട്ടുണ്ട്. ഒരുപാട് ഡിപ്പാർട്ട്മെന്റിൽ വരുമ്പോഴും ഒക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ വളരെ സന്തോഷം. ടീച്ചർ പറഞ്ഞ ഓരോ കാര്യങ്ങളും നമ്മുടെ എല്ലാ കുട്ടികളും എക്കാലത്തെയും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഓരോ അധ്യാപകരും അവർ ഏറ്റെടുക്കുന്ന കർത്തവ്യം എത്രത്തോളം ആഴത്തില് ആ ഒരു ഉത്തരവാദിത്വം അവരുണ്ടായിരിക്കണമെന്നുള്ളതിന്റെ എല്ലാ തിരിച്ചറിവുകളും ടീച്ചർ അവർക്ക് കൊടുക്കുന്നു. വളരെ സന്തോഷം ടീച്ചർ, നന്ദിയുണ്ട് അങ്ങേയറ്റം. താങ്ക് യു വെരി മച്ച്. ഞാനൊരു വാക്ക് പറഞ്ഞോട്ടെ. കണ്ടോണ്ടിരിക്കുക. സത്യം പറഞ്ഞാൽ എനിക്ക് ടീച്ചറെ കണ്ടപ്പോഴേ ഒരു ദൈവത്തെ കണ്ടൊരു പ്രതീതിയാണ്. എന്റെ ഭഗവാൻ, എന്നെ നാണിപ്പിക്കാതെ മിനി, മിനി നാണിപ്പിക്കാതെ. അല്ല ടീച്ചർ, സത്യം പറയാം, ഞാൻ വെറുതെ ഇങ്ങനെ ഒരു എന്താ ഓർണമെന്റിലായി പറയുന്നതല്ല. ഞങ്ങളുടെ കോളേജ് ടീച്ചർ വന്നിട്ടുണ്ട്. ഞാൻ കൊല്ലം ഫാത്തിമ മെമ്മോറിയൽ ട്രെയിനിങ് കോളേജാണ്. ടീച്ചറിനെ ഞാനാണ് അന്ന് ഇൻവൈറ്റ് ചെയ്ത് ഞങ്ങളുടെ കോളേജിൽ കൊണ്ടുപോയത്. വർഷങ്ങൾക്ക് മുമ്പാണ്, 2006-2007 തോന്നുന്നു. ഇന്ന് ഞാൻ അപ്രതീക്ഷിതമായിട്ടാണ് ഈ ഒരു ബ്രോഷർ കണ്ടത്. അന്നേരം ഞാൻ ഉടനെ ടീച്ചറിനോട് പറഞ്ഞു എനിക്ക് ലിങ്ക് ഇട്ട് തരണേന്ന്. ടീച്ചർ ആ നിമിഷം എനിക്ക് ഇട്ടു തന്നു. താങ്ക് യു സോ മച്ച് സ്മിത ടീച്ചർ. അപ്പൊ എനിക്ക് അങ്ങനെ എല്ലാ ടീച്ചറും, ഷീബ ടീച്ചർ, റീത്ത ടീച്ചർ, സംഗീത ടീച്ചർ, എല്ലാവരും, പ്രമോദ് സാറിനെയൊക്കെ വർഷങ്ങൾക്ക് ശേഷം ഞാനിന്ന് കണ്ടു. ഞങ്ങളുടെ സോഷ്യൽ സയൻസ് ഫ്രാറ്റർണിറ്റി ആയിരുന്നല്ലോ. എനിക്കറിയാൻ വയ്യ എന്താണ്, എനിക്ക് എന്താ പറയാന്ന്. ടീച്ചറിന്റെ ആ ഓരോ വാക്കും ഞാൻ സശ്രദ്ധം വീക്ഷിച്ചു. വേദമണി സാറിന്റെ ഒരു സാറിന്റെ ഒരു സ്റ്റുഡന്റ് ആയിരുന്നു മാം ഞാന്. പക്ഷെ സാറിന്റെ ഡോക്ടർ വേദമണി മാനുവൽ സാറ്, സോമൻ സാറ്,
എത്ര പേരെ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ അതിന് സാറിന്റെ അതെ 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 ഉദ്ദേശാധിഷ്ഠിത ശേഷം ബോധനം എന്ന് പറഞ്ഞാൽ ഉടനെ സാറിനെ ഓർമ്മ വരും. സാറ് നല്ല മനുഷ്യരാ. ഞാന് PhD വിഷയമായിട്ട് പോയപ്പോ ഞാൻ കണ്ടിട്ടുള്ള 10 നല്ല അധ്യാപകരുടെ പേര് പറഞ്ഞാൽ അതിലൊരു 3-മതോ 4-മതോ സോമൻ സാർ വരും. അത്ര ഗ്രേറ്റ്. വലിയ ഇഷ്ടമാണ് സാറിന്. ബഹുമാനത്തോടു കൂടി. സാറ് കമ്മീഷണർ ആയിരുന്നപ്പം ഞാൻ പരീക്ഷാ ഭവനിലൊക്കെ ഒത്തിരി ജോലി സാറ് പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ബിക്കോസ് സാർ എന്നെ വിളിച്ച് ശ്രീദേവി പോയിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റിങ് ശരിയാണോ എന്ന് നോക്കൂ എന്ന് പറയും. ഒരൊറ്റ ഓട്ടമാണ്. കൊച്ചു കുഞ്ഞോടുന്ന പോലെ ഞാൻ ഓടും സാറ് പറഞ്ഞാൽ. എത്ര സമയമില്ലെങ്കിലും 7 മണിക്കൊക്കെ ഞാൻ വൈകുന്നേരം വീട്ടിൽ വന്ന് നല്ലോണം വഴക്ക് കേട്ടിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡ് 7 മണി വരെയാണോ ക്ലാസ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ അല്ല, സോമൻ സാറ് പറഞ്ഞാൽ 7 മണി വരെ ക്ലാസ്. അങ്ങനെ നല്ല മനുഷ്യൻ. ഇനി പഴയ പോലെ തന്നെ സുന്ദരി ആയിട്ടിരിക്കുന്നു കേട്ടോ. ഒരു കുഴപ്പമില്ല. എന്തൊരു ഭംഗി. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. വയസ്സായ ടീച്ചർ, ഞങ്ങൾക്ക് വയസ്സായിട്ടുണ്ട്. എന്നോടാണോ പറയുന്നത്? 80 വയസ്സിനോടാണോ നിങ്ങളൊക്കെ വയസ്സായി എന്ന് പറയുന്നത്? സത്യം ടീച്ചർ, ഞങ്ങൾക്ക് എന്താ പറയുക, സത്യം ടീച്ചർ, എനിക്ക് വല്ലാത്തൊരു എനിക്ക് ലിങ്ക് കിട്ടുമോ കേറാൻ പറ്റുമോ എന്ന് ഞാൻ ഇങ്ങനെ വളരെ വിഷമിച്ചിരിക്കുവായിരുന്നേ. പെട്ടെന്നാണ് എനിക്ക് ലിങ്ക് കിട്ടിയത്. ഞാൻ അന്നേരം റെഡിയല്ലായിരുന്നു. ആക്ച്വലി കിട്ടോ എന്ന് വല്ലാത്ത ആശങ്കയില്ല. അവിടുത്തെ എല്ലാ കുട്ടികളൊക്കെ കയറി കഴിച്ചിട്ട് നമുക്ക് ഔട്ട്സൈഡേഴ്സിന് കയറാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞാൻ ഇങ്ങനെ ഒരേ വല്ലാത്തൊരു അവസ്ഥ ഇരിക്കുന്നു. സത്യം പറയുന്നത് ഞാനൊരു കാർലോസ് സാർ ഉണ്ടായിരുന്നപ്പം സാർ എനിക്ക് ഒരാഴ്ച മലയാളത്തിന്റെ ഒരു സാറ് ഫാത്തിമ അവിടെ ഉണ്ടായിരുന്നു. സാർ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ച് ചോദിച്ചു, ടീച്ചറെ ഇന്ന കാര്യങ്ങളൊക്കെ വ്യാകരണം പഠിപ്പിക്കുന്നത് വാസ്തവത്തിൽ ശരിയാണോ ചോദിച്ചു. അപ്പൊ ഞാൻ കാര്യകാരണ സഹിതം എന്തുകൊണ്ടത് ശരി, എന്തുകൊണ്ടത് തെറ്റെന്നൊക്കെ പറയുമായിരുന്നു. വേറെ ഒരു പരിചയവും ഞങ്ങൾ തമ്മിലില്ല. അതുപോലെ ഞങ്ങളുടെ കോമേഴ്സിന്റെ പ്രദീപ് കുറച്ചു നാള് പഠിപ്പിച്ച സ്ഥലമാണ്. അപ്പൊ എന്നോട് വന്ന് അവിടുത്തെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയാം, നന്നായിട്ട് നിങ്ങളെയൊക്കെ അറിയാമല്ലോ. സോ മിന്നിക്ക് പ്രത്യേക താങ്ക്സ്. താങ്ക് യു ടീച്ചർ, സോ മച്ച്. ശിവ ടീച്ചർ, റീത്ത ടീച്ചർ, എല്ലാവർക്കും നന്ദി. സംഗീത ടീച്ചറിനോട് ഞാൻ നന്ദി പറയാൻ വിട്ടുപോയി. താങ്ക് യു സോ മച്ച്. സ്മിത ടീച്ചർ, താങ്ക് യു. ഓക്കെ, താങ്ക് യു ടീച്ചർ, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. താങ്ക് യു. സുന്ദരിമാരാരെങ്കിലും കയറാൻ പറഞ്ഞു. ടീച്ചറിന്റെ മ്യൂസിക് ഭയങ്കരല്ലേ. അപ്പൊ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടെ. അപ്പൊ സോറി ഫോർ ദി ഇന്ററപ്ഷൻ. അപ്പൊ വേദമണി സാറിന് ആദ്യം കാണുമ്പോൾ ഇപ്പൊ സാർ എനിക്കൊന്ന് ആര് വന്നാലും, ഏത് കുട്ടി വന്നാലും, മാത്തമാറ്റിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ഫിസിക്സ് ആണെങ്കിലും സാർ അവിടെ ഒരു മ്യൂസിക്കിന്റെ എലിമെന്റ് അവിടെ കണ്ടെത്താൻ ശ്രമിക്കാറുണ്ട്. അപ്പൊ ഞാനാണെങ്കിൽ പാട്ടിയൊക്കെ പാടുന്ന കൂട്ടത്തിലാണ്. പക്ഷെ എന്നെ കണ്ട ഉടനെ സാറ് ചോദിച്ചത് ഒരു പാട്ട് പാടുമെന്നാണ് എന്നോട് ചോദിച്ചത്. ഞാൻ പറഞ്ഞു, അപ്പൊ ഞാൻ പലരോടും പറഞ്ഞത് സാർ എല്ലാവരും മ്യൂസിക് എലിമെന്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നു പറഞ്ഞു. പക്ഷെ എന്താണെന്ന് എനിക്കറിയില്ല. അന്നേരം ഞാനൊരു ലളിതഗാനം ഒന്നും ഇങ്ങനെ പാടിയായിരുന്നു. അതിനുശേഷം എന്റെ തീസിസിൽ മ്യൂസിക് കമ്പണന്റ് ഉൾപ്പെടുത്തിയ സാറാണ്. വളരെ താങ്ക്സ് ടീച്ചർ. ഞാൻ മാത്സും മ്യൂസിക്കും കൂടെയുള്ള ഹൈ കോറിലേഷൻ ആണ് സുകുമാരൻ നായർ സാറിന്റെ PhD തീസിസ്. സാറ് ഞങ്ങൾക്ക് വായിച്ചു കേൾപ്പിച്ചിട്ടുണ്ട്. ഹൈ കോറിലേഷൻ മാത്തമാറ്റിക്കൽ ആയിട്ട് അല്ലാതെ മ്യൂസിക് കാണാനേ പറ്റില്ല. ഇറ്റ്സ് പ്യുവർ മാത്സ്. ഇതൊരു സുഖമാണ് കേട്ടോണ്ടിരിക്കാൻ. സാർ ഉടനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യും കേട്ടോ. ഇന്ന രാഗത്തിന്റെ 1-ാം കാലം ഇങ്ങനെ, 2-ാം കാലം ഇങ്ങനെ എന്ന് പറഞ്ഞ് സാർ ഉടനെ ആരോഹണം അവരോഹണം പറ്റും. ഞാൻ ഇത് പറയട്ടെ, വേദമണി മേനോൻ സാർ റിട്ടയർ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് സാറിനെ പറ്റി പറയാൻ ഒരു കൊച്ചു പാട്ടുണ്ടെന്ന് പറഞ്ഞു. ശ്രീദേവി പാട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പാടി, ചൊല്ലത്താൻ നിனைப்பது புரியவில்லை, അത് சொன்னாலும் யாருக்கும் புரியவில்லை. അപ്പൊ സാറ് പറയാ, இந்த மாதிரிയാ എന്റെ ക്ലാസ് എന്ന് താനേ പറയുന്നതെന്ന്. എന്ത് പറഞ്ഞാലും ആർക്കും മനസ്സിലാകുകയുമില്ല, അത് പറഞ്ഞു കൊടുത്താൽ അവർക്കും മനസ്സിലാവില്ല. അങ്ങനെയാണോ? ടീച്ചറിന് വേണ്ടി എന്തായാലും ഇത്രയും പാട്ടിന്റെ പറഞ്ഞിട്ട് ഒരു ലൈൻ ഒന്ന് പറയട്ടെ. ടീച്ചറിന് വേണ്ടി, എല്ലാ ടീച്ചേഴ്സിന് വേണ്ടി ഒരു ലൈൻ. ഒരു ലൈനായിട്ട് ഒരു പാട്ട് നിൽക്കത്തില്ല, 2 ലൈൻ. അതോ എനിക്ക് ടീച്ചറിനെ കണ്ടപ്പോ ആ ഒരു എന്താ അപ്പൊ ഇപ്പോഴെനിക്ക് മനസ്സിൽ തോന്നുന്നതാണേ. കോവിലാദ്യം നിവേദിച്ച പൂജാമലരാണമ്മ, തന്ത്രികൾ മുറുക്കും മുൻപിളം ചുണ്ടിൽ നീട്ടിയ സ്വരരാഗശ്രുതിയാണമ്മ, മധുരാനുഭൂതിയാണമ്മ. ആത്മാവിൻ കോവിലാദ്യം നിവേദിച്ച പൂജാമലരാണമ്മ.
ഞാൻ സത്യം പറഞ്ഞ ഇമോഷണലി കരച്ചിൽ വരുന്നു. ഭയങ്കര എന്തു നന്നായിട്ടാ പാടിയത്. എനിക്ക് സത്യം പറഞ്ഞ ഇമോഷണലി ടീച്ചറിനെ കണ്ടപ്പോ എനിക്ക് ആ ഒരു ലൈൻ സത്യം സൂപ്പർ പാട്ടായിരുന്നു. എന്റെ അമ്മയും എല്ലാ ടീച്ചേഴ്സിനും വളരെ ഇഷ്ടമാണ്. മിനി സാറ് വെറുതെ അല്ല പറയുന്നത്. സാറിന് എല്ലാം പൂന്നുള്ളി പൂന്നുള്ളി കൈവിരൽ എന്നുള്ള പാട്ടുണ്ടല്ലോ, സാർ ഒരു ദിവസം ക്ലാസ്സിൽ പാടി. സാർ അതിന്റെ ഇത് പറഞ്ഞിട്ട് പറഞ്ഞു, ഒരു റാണി എന്നൊരു കുട്ടി ഉണ്ടായിരുന്നു എന്റെ ക്ലാസ്, നന്നായിട്ട് പാടും ശ്രീദേവി, റാണിക്ക് ലിറിക്സ് ഒക്കെ കൊടുത്ത് പാടാൻ പറയാന്ന് പറഞ്ഞു. പാടി, റാണി അത് പാടി. തളിരിട്ട കിനാക്കൾ. അയ്യോ സാറി, ഗീത ടീച്ചറിന്റെ പാട്ടാണ് നമ്മുടെ ഗീത MS ഗീത ടീച്ചർ പാടായിരുന്നു. സാറിന് വേണ്ടി എന്റെ ഹസ്ബൻഡ് കുറെ പാട്ട് കളക്ട് ചെയ്ത് CD-ലാക്കി കൊടുത്തായിരുന്നു. ഓൾഡ് സോങ്സ്. ഞാൻ പാടുന്നതിൽ സാറിന് ഏറ്റവും ഇഷ്ടം മനസ്സിലുണരൂ ഉഷസന്ധ്യയാണ്. സാറിന്റെ ബുക്സിന്റെ പബ്ലിക്കേഷന്റെ പുറത്തൊരിതുണ്ടായിരുന്നു നമ്മുടെ മലയാള കവിതയെ കുറിച്ച് പരാമർശിച്ചു. നാടിന്റെ ഗ്രാമീണ ഭംഗി, ആ പുളിയിലെ കരം. അത് ആരാ പറഞ്ഞു കൊടുത്ത? ശ്രീദേവി എഴുതി കൊടുത്തു. ഞാൻ ഇപ്പോഴും ഓർമ്മയില്ല. മലയാള ഭാഷ സാർ പറഞ്ഞു, അന്ത മലയാള ഭാഷ തൻ മാതക ഭംഗി ഒരു കടലാസിൽ എഴുതി തരണം, അത് ബുക്കില് ഞാൻ കണ്ടിട്ടുണ്ട്. ആ പുസ്തകത്തിന്റെ പുറത്ത് ഇങ്ങനെ പുസ്തകത്തിന്റെ പുറത്ത് മിനി പറഞ്ഞു കേട്ടോ, മിനി സർട്ടിഫൈ ചെയ്ത കേട്ടോ. എന്ത് നല്ല മനുഷ്യരാ ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചത്. സത്യം. ഈ അനുഭവങ്ങളൊക്കെ ഉള്ളപ്പോ നമ്മൾ എങ്ങനെ മോശമാകും? നമ്മൾ നല്ല മനുഷ്യരാകുന്ന അങ്ങനെ. അതിനെ തുടർന്നാണ് എന്റെ ആർഷ ടീച്ചറിന് എനിക്ക് കിട്ടിയത്. സാറിന്റെ ആ ഒരു അദൃശ്യ ശക്തിയോടെ പ്രവർത്തിച്ചു. എന്റെ ആർഷ ടീച്ചർ നമ്മുടെ SNലെ തന്നെ തുടക്കം നമ്മുടെ ആശ മാം, ഡോക്ടർ ആശ JV ടീച്ചറാണ്. നല്ലൊരു ദിവസം ഞാൻ വിചാരിച്ചു, ശരിക്കും എനിക്ക് ഒരു അപരിചിതത്വവും തോന്നിയില്ല. ആ കുട്ടിയാ ദൈവമേ ചൊല്ലിയപ്പോഴേ ഞാൻ വിചാരിച്ചു, ഞാൻ തലശ്ശേരിയിലൊക്കെ താമസിച്ച ഓർമ്മ വന്നു ആ പ്രാർത്ഥന കേട്ടപ്പം. സുകുമാർ അഴീക്കോട് സാർ എന്നോട് പറയുകയും ചെയ്തു, നിങ്ങളാണ് ജനകീയമായിട്ട് ഉപനിഷത്താണെന്ന് പറഞ്ഞത് ആദ്യം. ഞാനത് പബ്ലിഷ് ചെയ്തു, അവിടെ എഴുതി പബ്ലിഷ് ചെയ്തു. ഇങ്ങനെയാണ് ഞാൻ പുസ്തകങ്ങളൊക്കെ എഴുതുന്നത്. നല്ലതെന്ന് തോന്നുമ്പോൾ പുസ്തകം. ഞാൻ കുറച്ച് ഇതൊക്കെ പതിപ്പുകൾ എനിക്ക് കൂടുതൽ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങളുടെ ലൈബ്രറിയിലേക്ക് എൻ്റെ പുസ്തകങ്ങൾ ഒന്നിട്ടുണ്ടെങ്കിൽ ഞാൻ തരാം. ഒരുപാട് വിലയാണ് അവരിട്ടിരിക്കുന്നു, എന്നാലും തരാം. അപ്പൊ നിങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആർക്കും ഒന്നും ചോദിക്കാനില്ലേ? BEd MEd കുട്ടികൾക്ക് ചോദിക്കേ. മോർണിംഗ് മാം, എൻ്റെ പേര് ദർശന എന്നാണ്. ഞാൻ ശ്രീനാരായണ ട്രെയിനിങ് കോളേജ് ഫിസിക്കൽ സയൻസിലെ സ്റ്റുഡൻറ് ടീച്ചറാണ്. മാം, വളരെ സന്തോഷമാണ്. കാരണം ഈ ടൈമിൽ ഇങ്ങനൊരു കോവിഡ് പാൻഡമിക് സിറ്റുവേഷനിൽ പോലും മാമിനെ ഇപ്പം സംഗീത ടീച്ചർ പറയുണ്ടായി 90s മിസ് ഇവിടെ അവസാനമായി ക്ലാസ് എടുത്തത്, പിന്നെ ഇപ്പോഴാണ് വരുന്നത് എന്ന്. അപ്പം ഞങ്ങൾ എത്ര ബ്ലെസ്ഡ് ബാച്ച് ആണെന്നാണ് ഞങ്ങളിപ്പോൾ മനസ്സിലാക്കുന്നത്. വെച്ചാൽ ഭയങ്കര സന്തോഷമായിട്ടൊരു സമയത്തിൽ കൂടെയാണ് ഇപ്പം ഞങ്ങൾ പാസ് ചെയ്യുന്നത്. മാം, എനിക്ക് ഒന്ന് അറിയാൻ ആഗ്രഹിക്കുന്നത്, നമ്മളിപ്പോൾ നമ്മുടെ ലൈഫിൽ പോകുന്ന വഴിക്ക് നമുക്ക് ഒരു സിറ്റുവേഷൻ ഉണ്ടാവുമല്ലോ, എന്തെടുക്കണം, ഏത് പ്രൊഫഷൻ ചൂസ് ചെയ്യണം, നമുക്ക് എന്താണെന്ന് തിരിച്ചറിയാൻ ഒരു ബുദ്ധിമുട്ട് വരുന്ന സമയം. മാമിന് ഈ ടീച്ചിങ് ഫീൽഡിനോട് ഇഷ്ടം തോന്നാൻ അല്ലെങ്കിൽ എത്തിച്ചേർന്ന ഒരു സാഹചര്യം പറയാമോ? സത്യമായിട്ട് പറഞ്ഞാല് എനിക്ക് ടീച്ചിങ് ഇഷ്ടമാകാനുള്ള പ്രധാന കാരണം എൻ്റെ 2 സഹോദരിമാര് വിമൻസ് കോളേജിലെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലുണ്ടായിരുന്നു. നല്ല പേരായിരുന്നു ശാന്തകുമാരി ടീച്ചറിനും സാവിത്രിക്കുട്ടി ടീച്ചറിനും. എത്ര കുട്ടികൾ അവരുടെ വയസ്സുകാലത്ത് എന്നോട് അവരുടെ കെയർ ഓഫ് ശാന്തകുമാരി ടീച്ചറിന്റെ അനിയത്തിയാണോ, സാവിത്രിക്കുട്ടി ടീച്ചറിന്റെ അനിയത്തിയാണോ എന്ന് ചോദിച്ചു. ഇത് മാത്രമല്ല, എൻ്റെ കുടുംബത്തിൽ ഒരുപാട് അധ്യാപകരുണ്ട്. അറ്റ കൈക്ക് എൻ്റെ അച്ഛൻ പോലും അഡ്വക്കേറ്റ് ആയിരുന്നെങ്കിലും കുറച്ചാണ് പഠിപ്പിച്ച ആളാണ്. ഈ അധ്യാപകരുള്ള ഒരു വീടായിരുന്നതിൻ്റെ ഒത്തിരി സൗകര്യങ്ങൾ അനുഭവിച്ച ഒരാളാണ് ഒരുപാട്. ഉദാഹരണത്തിന്, ഒരു സ്പെല്ലിങ് തെറ്റിച്ച് ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ തിരുത്താൻ കഴിവുള്ള ആളുകൾ ഞങ്ങളുടെ വീട്ടിൽ ഒരുപാടുണ്ടായി. അതുപോലെ എല്ലാവർക്കും ഇംഗ്ലീഷ് ലിറ്ററേച്ചറിനോടാകട്ടെ, സംസ്കൃതത്തിനോടാകട്ടെ, മലയാളത്തിനോടാകട്ടെ എല്ലാം ഇഷ്ടമുള്ള മനുഷ്യരായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ. അതുകൊണ്ട് സ്കൂളും അതെ. എൻ്റെ സ്കൂളെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വീടിനേക്കാൾ ബഹുമാനവും സ്നേഹവും ഉള്ളതാണ്. ഞങ്ങൾ എല്ലാവരും സ്കൂളിൽ വിട്ടില്ലെങ്കിൽ ആ സങ്കടം, ഒരു ദിവസം പോകാൻ പറ്റിയില്ലെങ്കിൽ ആ സങ്കടം, അത്രയ്ക്കൊരു എക്സ്റ്റൻഷൻ ഓഫ് ദ ഫാമിലി ആയിരുന്നു ഞങ്ങൾ. എനിക്ക് പഠിപ്പിക്കാനുള്ള ഇഷ്ടം വേറൊരു സത്യമുണ്ട്. എനിക്ക് മറ്റേ എഞ്ചിനീയറിങ്ങിനോ മെഡിസിനോ അഗ്രികൾച്ചറലിനോ ഒന്നും പോകാനുള്ള വിഷയങ്ങൾ അറിഞ്ഞും കൂടായിരുന്നു. ഞാൻ കണക്കിന് എപ്പോഴും തോറ്റു പോകുമായിരുന്നു. പിന്നെ എങ്ങനെ ഞാൻ ഫിസിക്കൽ സയൻസ് എടുക്കും? കുട്ടിക്ക് കണക്കിന് തോറ്റെങ്കിൽ ഫിസിക്കൽ സയൻസിലേക്ക് പോകാൻ പറ്റുമോ? പോകും. അതേസമയം എല്ലാ വിഷയത്തിനും ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ച് കണക്കിന് തോറ്റിട്ട് ഗ്രാൻഡ് ടോട്ടൽ ക്ലാസ്സിൽ എൻ്റെ ആയിരുന്നു വലുത്. അപ്പോഴോ മലയാളത്തിന് ഫസ്റ്റ് ആകും, ഇംഗ്ലീഷിന് ഫസ്റ്റ് ആകും, സോഷ്യൽ സ്റ്റഡീസിന് ഫസ്റ്റ് ആകും, പക്ഷെ കണക്കിന് ഞാൻ തോക്കും.
ഇനി സത്യം പറയാം, ഞാൻ കണക്കിന് തോറ്റിട്ട് എൻ്റെ അമ്മ എന്നെ പിച്ചിട്ടില്ല, അച്ഛൻ എന്നെ തല്ലിയിട്ടില്ല. എൻ്റെ വീട്ടിൽ ആരും എൻ്റെ നേരെ മൂത്ത ചേട്ടൻ കളിയാക്കും, അയ്യേ ഇങ്ങനെയാണോ, അത്രയും. പക്ഷെ അച്ഛൻ എഴുതി തരും പ്രോഗ്രസ് കാർഡിൽ, ശ്രീദേവി ക്യാൻ ഡു ബെറ്റർ, ഷീസ് വെരി പുവർ ഇൻ മാത്ത് എന്ന് എഴുതി തരും, അത്ര. പിന്നെ എങ്ങനെയാ ഞാൻ ഇഷ്ടപ്പെടാതിരിക്കുന്നത്? ഈ അധ്യാപകര് എന്നെ ഒരുപാട് ഭ്രമിപ്പിച്ചിട്ടുണ്ട്. അധ്യാപനം എന്ന് പറയുന്നത് എനിക്ക് ഒഴിവാക്കാൻ മേല. എന്നെ കോട്ടൺ ഹിൽ സ്കൂളിൽ പഠിപ്പിച്ച ഒരു ടീച്ചറിന് ഇപ്പൊ 97 വയസ്സുണ്ട്, സൂസൻ ഉമ്മൻ ടീച്ചർ. ഞാന് അനിയത്തി, ഞങ്ങൾ എല്ലാവരും കൂടെ ടീച്ചറിനെ കാണാൻ പോയി. ഞാൻ കരഞ്ഞത് എന്താണോ, ഞാൻ പറഞ്ഞു ടീച്ചറെ SSLCക്ക് മാത്രം ടീച്ചറിന്റെ ക്ലാസ്സിൽ ഇരുന്ന ഒരാളാണ് ഞാൻ എന്ന് പറഞ്ഞപ്പം ടീച്ചർ ചോദിക്കുക, ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന ആ സിസ്റ്റേഴ്സിന്റെ അനിയത്തിയല്ലേ? 97 വയസ്സുള്ള ടീച്ചർ ചോദിക്കുക. എനിക്കുണ്ടായ ഒരു സന്തോഷം, എന്നെ അന്ന് ടീച്ചർ നോട്ട് ചെയ്തു എന്നുള്ളതുകൊണ്ടല്ലേ അത് പറഞ്ഞത്. സൂസൻ ടീച്ചറിന്റെ കാലിൽ തൊട്ട് തൊഴുമ്പോൾ സത്യം പറഞ്ഞ എൻ്റെ അമ്മച്ചിയൊക്കെ തൊഴുന്ന അതേ സന്തോഷം എനിക്കുണ്ടായി. ടീച്ചർ ഞങ്ങളുടെയൊക്കെ തലയെ കൈവച്ച് അനുഗ്രഹിച്ച് ഞങ്ങൾ 9 പേരും കൂടെ അവിടെ കുറച്ചു നേരം ഇരുന്ന് ഒരു മണിക്കൂറൊക്കെ ഇരുന്ന് ടീച്ചറിന് ഉറങ്ങണ്ടേ എന്ന് ചോദിച്ച് കിടക്കേണ്ടത് കൊണ്ട് കിടത്തിയിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. സോ ഞാൻ ടീച്ചർ ആയതിൻ്റെ രഹസ്യം, എനിക്ക് എഞ്ചിനീയർ ആകാൻ പറ്റിയില്ല, ഡോക്ടർ ആകാൻ പറ്റിയില്ല, അഗ്രികൾച്ചറൽ യൂണിറ്റ്. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് മലയാളം MA എന്തിനാ എടുത്തതെന്ന്. ഞാൻ ഉത്തരം പറഞ്ഞു, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭാഷ മലയാളം, മാർക്ക് കൂടുതലുള്ളത് മലയാളം. പിന്നെ ഒരു രഹസ്യം കൂടെ, ഞാൻ അപ്പോഴത്തേക്കും കല്യാണവും കഴിച്ചായിരുന്നു. നമുക്ക് ഭർത്തൃമതിയായിട്ട് പഠിക്കാന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് വലിയ സൗകര്യമാണ്. ഒരാളുണ്ട് ഫീസ് തരാൻ, നോക്കാൻ. ഞങ്ങൾ 9 പേരുള്ള വീട്ടിലാണ് വളർന്നു വന്നത്. എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു എനിക്ക് പഠിക്കണം എന്ന് പറഞ്ഞപ്പോൾ പഠിച്ചുകൊണ്ട് എന്നെ കൊണ്ടുവിടും, വിളിച്ചുകൊണ്ട് വരും. ഞാൻ കഴക്കൂട്ടത്താണ് താമസിച്ചത്, യൂണിവേഴ്സിറ്റി കോളേജ് വരെ വരും. അപ്പൊ കുട്ടി പറഞ്ഞ പോലെ ഒരു ചോയ്സ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാതെ തരമില്ല, തലയിൽ എഴുത്താണ്. ഇത് ഫിസിക്സിന് വരണം ദർശന എന്നുള്ളത് എഴുതപ്പെട്ടിരിക്കുന്നു, ശ്രീദേവി മലയാളം ടീച്ചർ ആകണമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അത് ഞാൻ പക്ഷെ എനിക്ക് ഇംഗ്ലീഷ് ഇഷ്ടമായതുകൊണ്ട് ചേർന്ന് പഠിച്ചു ഇംഗ്ലീഷ് എന്നേക്ക്. അതും എനിക്കൊരു ഭാഗ്യമായി. ഒത്തിരി വായിക്കണം, ഒരുപാട് വായിക്കാൻ സൗകര്യം. എനിക്ക് വലിയ ഇഷ്ടമാണ്. ഫിസിക്സ് ഒക്കെ പഠിച്ചപ്പം കണക്കിന്റെ ഭാഗം അതിനകത്ത് വന്നാൽ, കാൽക്കുലേഷൻസ് വന്നാൽ എനിക്കൊന്നും അറിയാം. ഉത്തോലക തത്വം എന്ന് പറഞ്ഞാൽ ഉടനെ എനിക്കറിയാം. പക്ഷെ അതിന്റെ മാത്തമാറ്റിക്കൽ കാര്യങ്ങൾ വന്നാൽ എനിക്ക് തെറ്റിപ്പോകും. ഞാൻ വളരെ മോശമായിരുന്നു സയൻസിന്, അതുകൊണ്ടാണ് ഞാൻ ലാംഗ്വേജിലേക്ക് പോയത്. സത്യം വേണമല്ലോ പറയാൻ. പക്ഷെ മലയാളം എടുത്തിട്ട് എനിക്കൊരു പേരുണ്ടാക്കാൻ സഹായിച്ചത് സത്യം പറഞ്ഞാൽ ബാക്കി വിഷയങ്ങളും കൂടെ പഠിപ്പിച്ചു. ഞാൻ ട്രെയിനിങ് കോളേജിൽ ഫിസിക്കൽ സയൻസിന് ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്, ജിയോഗ്രഫിക്ക് ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്, ഫിലോസഫി ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്, ഹിസ്റ്ററി ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്, കണക്ക് ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. തെളിവ് ഇപ്പം ചോദിക്കാൻ പോകുന്നു നിങ്ങളോട്. ഒരു ഇരുട്ടത്ത് നിങ്ങൾക്ക് ഒരേ നിറമുള്ള 2 സോക്സ് ധരിക്കണം, ലൈറ്റ് ഇല്ല. ഒരു പെട്ടിയിൽ കറുപ്പും വെളുപ്പും മാത്രം സോക്സ് ഇരിപ്പുണ്ട്. പ്രോബ്ലമാണ്, കറുപ്പും വെളുപ്പും മാത്രം കുറേ സോക്സ് ഇരിപ്പുണ്ട്. മിനിമം എത്ര സോക്സ് എടുത്താൽ ലൈറ്റ് വന്നു കഴിയുമ്പം ഒരേ നിറത്തിലുള്ള സോക്സ് ഇട്ടുകൊണ്ടിരിക്കാൻ സാധിക്കും? പറയും, ഫിസിക്സ് ദർശന പറയും. മിനിമം പറയൂ, മിനിമം എത്ര എടുക്കണം? എംഫസിസ് മിനിമം എത്ര നിങ്ങൾക്ക് വേണേ പറയാം 20 സോക്സ് ഇങ്ങോട്ട് എടുത്താൽ തീർച്ചയായിട്ടും അതിനകത്ത് കറുപ്പും കാണും വെളുപ്പും കാണും എന്ന് പറയാം. അതിനാണ് വെച്ചത്. മിനിമം എത്ര എടുത്താൽ മാന്യമായിട്ട് നിങ്ങൾക്ക് വെളിച്ചം വരുമ്പോൾ ഒന്നുകിൽ 2 വെളുപ്പ് അല്ലെങ്കിൽ 2 കറുപ്പൊന്നും ഇടാം. എത്ര? 2 എടുക്കുമ്പോ അതിൽ 1 വെള്ളയും 1 കറുപ്പുമാണെങ്കിലോ? അതാ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ആ ഇരിക്കുന്ന മുഴുവനും എടുത്തിടാം. മിനിമം 12 മിനിമം എങ്ങനെയാകും? ദർശന 3 എണ്ണം എടുത്തു നോക്കിക്കേ. പ്രോബബിലിറ്റി പറ. 3 എണ്ണത്തില് 2 വെള്ള 1 കറുപ്പ് വരാം, 2 കറുപ്പ് 1 വെള്ള വരാം. ഇതല്ലേ ആദ്യം പറയേണ്ടത് ഫിസിക്സ് പഠിക്കാനുള്ള. ടീച്ചർ ഇതിനേക്കാളും വീക്കാണ് ഞാൻ മാത്സിൽ. ഞാൻ മാത്സ് കെമിസ്ട്രി മാത്രം പഠിച്ചാൽ മതി എന്ന് പറ ഞാൻ ഡിഗ്രി എടുത്തത്. പക്ഷെ അവിടെ കണ്ടപ്പോ മാത്സ് തീർന്നു. പക്ഷേ മാർക്കൊന്നും കുറവുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്കൊന്നും ഇഷ്ടമില്ലായിരുന്നു, മാത്സിനോടൊരു ഇഷ്ടമില്ല.
അപ്പൊ താൻ ചെയ്യേണ്ടിയിരുന്നത് ഇഷ്ടം ഏതിനോടായിരുന്നു? ഇഷ്ടം എനിക്ക് കെമിസ്ട്രി പഠിച്ചു തുടങ്ങിയപ്പോ എനിക്ക് കെമിസ്ട്രി ആയിരുന്നു ഇഷ്ടം. ഇപ്പൊ ഞാൻ എന്തും എനിക്ക് കെമിസ്ട്രിയാണ് ജീവൻ. അപ്പൊ കെമിസ്ട്രി മെയിൻ എടുത്ത് പഠിക്കണമെന്നൊരു വാശി പിടിക്കുകയും അതിനുള്ള മാർക്ക് സമ്പാദിക്കുകയും ചെയ്തിരുന്നോ? ഇല്ല മാം, അത് എന്നെ ജീവിത സാഹചര്യം കൊണ്ടെത്തിച്ചു. അങ്ങനെയാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. സെക്കൻഡ് ബെസ്റ്റ് ആണ് നമ്മൾ എപ്പോഴും എടുക്കുന്നത്. കെമിസ്ട്രി ഒത്തിരുന്നെങ്കിൽ ദർശന കെമിസ്ട്രി എടുക്കാനും അതിനുള്ള മാർക്ക് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ കയറുന്നത്. ഞാനും അതെ, എനിക്ക് കണക്കിന് മാർക്ക് ഉണ്ടായിരുന്ന ഞാൻ, എൻ്റെ 2 സഹോദരന്മാര് ഡോക്ടർമാരാ, 2 പേര് എഞ്ചിനീയർമാരാ, കണക്കിന്റെ അന്തകന്മാരാ അവരൊക്കെ. അവരുടെ ഇടയിൽ ഞാൻ എങ്ങനെ പോയി കണക്കെടുക്കും? ഞാൻ മലയാളം മതി എന്ന് പറഞ്ഞു. അതാ സത്യം. എനിക്ക് ഇംഗ്ലീഷ്, മലയാളം, ഹിസ്റ്ററി, ബയോളജി ഒക്കെ ഇഷ്ടമായിരുന്നു. പക്ഷെ കണക്ക്, ഫിസിക്സ് ഒന്നും അത്ര പോരായി. അപ്പൊ എന്റെ ഡിസിഷൻ മറ്റത് മതി. സത്യം പറയാനും സത്യം ചെയ്യാനും ഉള്ള കഴിവ് ഉണ്ടാകുമ്പോൾ നമുക്കറിയാം നമ്മൾ പഠിപ്പിക്കുന്നതൊക്കെ നന്നാവും. അപ്പൊ നല്ല ഫിസിക്സ് ടീച്ചറായിട്ട് വരട്ടെ ദർശന. കേട്ടോ? താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ഇനിയുണ്ടോ ടീച്ചറിനോട് ചോദിക്കാൻ? നമുക്ക് സമയം. ജൂലിയ, നമുക്ക് നന്ദിയിലോട്ട് പോയാലോ? ജൂലിയ. ഓക്കെ ജൂലിയ. ഓക്കെ ടീച്ചർ. നന്ദി പ്രകടനം ഒരു സുന്ദര കല. ഇനി എനിക്ക് ജൂലിയയുടെ ഒരു കാര്യം കൂടി ഇത് കഴിഞ്ഞ് പറയാനുണ്ട്. ഈ നന്ദി പ്രകടനമൊക്കെ നടത്തുമ്പോൾ ഉണ്ടല്ലോ, ദർ മസ്റ്റ് ബി സം ഇന്നോവേറ്റീവ് അപ്രോച്ച്. അടുത്തതായി അങ്ങനെ പറയരുത്. അതിന് പകരം യു ഫൈൻഡ് സംതിങ് എൽസ്. ആദ്യമായി, രണ്ടാമതായി, മൂന്നാമതായി എന്നൊന്നും പറയരുത്. നന്ദി പ്രകടനം നടത്തും. കേക്കട്ടെ? നന്ദി ഞാനല്ല മിസ്സേ പറയാൻ വേറൊരു കുട്ടിയെ ഇപ്പൊ രക്ഷയില്ല. ആ കുട്ടിക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാം. നന്ദി പറയാൻ പറയും. Okay, ma'am. Thank you, Sridevi, ma'am. We owe you special gratitude for your valuable time and interactive session. Your words really inspired and helped us for setting a foundation for our future life as teachers. Next, I welcome Vinisha VN for the vote of thanks. Thank you, Julia. ബഹുമാനപ്പെട്ട ടീച്ചർ, ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഷീബ ടീച്ചർ, നമ്മുടെ വിശിഷ്ടാതിഥി ശ്രീദേവി ടീച്ചർ, പ്രിയപ്പെട്ട അധ്യാപകരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ശ്രീ ആർ ശങ്കർ മെമ്മോറിയൽ വെബിനാർ സീരീസ് അണ്ടർ ദി പിനാക്കിൾ ഓഫ് കോഗ്നിഷന്റെ 4ാമത്തെ റിസോഴ്സ് സ്റ്റോക്ക് ആയിട്ടുള്ള ഷേപ്പിംഗ് ദ ആർട്ടിസ്ട്രി ഓഫ് പെർസ്പെക്റ്റീവ് ടീച്ചേഴ്സ് എന്ന വെബിനാറാണ് ഇന്ന് സംഘടിപ്പിച്ചത്. അധ്യാപക വിദ്യാർത്ഥികളായ നമുക്ക് ഓരോരുത്തർക്കും വളരെ ഫലപ്രദമായി വിനിയോഗിക്കാൻ പാകത്തിലുള്ള ഒരു വെബിനാറായിരുന്നു ഇന്നത്തേത്. ഒരു അധ്യാപകൻ എങ്ങനെ ആയിരിക്കണമെന്നും അധ്യാപനം എന്ന കലയെക്കുറിച്ചും ടീച്ചർ നമ്മളോട് പങ്കുവച്ചു. അധ്യാപനം എന്നതൊരു ജോലിയല്ല, അധ്യാപനം എന്നതൊരു അനുഭവ പരമ്പരയാണെന്നും ഉള്ള ടീച്ചർ നമ്മളോട് പങ്കുവച്ചു. വളരെയധികം പ്രചോദിപ്പിക്കുന്ന ഒരു ക്ലാസ് ആയിരുന്നു ഇന്നത്തേത്. ഈ പ്രോഗ്രാമിൽ കൃതജ്ഞത നിർവഹിക്കുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി നന്ദി പറയുവാനുള്ളത് അധ്യക്ഷസ്ഥാനം അലങ്കരിച്ച, അധ്യക്ഷ പ്രസംഗം നടത്തിയ നമ്മുടെ പ്രിൻസിപ്പളായ ഷീബ ടീച്ചറിനാണ്. നമ്മുടെ ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുവാൻ അനുമതി നൽകിയ, ഈ പ്രോഗ്രാമിന് എല്ലാവിധ പിന്തുണയും നൽകിയ ഷീബ ടീച്ചറിന് എൻ്റെയും കോളേജിൻ്റെയും നമ്മൾ ഓരോരുത്തരുടെയും പേരുള്ള നന്ദി അറിയിക്കുന്നു. അടുത്തതായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ വിശിഷ്ടാതിഥി ശ്രീദേവി ടീച്ചറാണ്. ടീച്ചർ ഞങ്ങളോട് പങ്കുവച്ച ആശയങ്ങൾ ശരിക്കും വിവരദായകമായിരുന്നു. ടീച്ചർ നൽകിയ വിലയേറിയ അറിവ് തീർച്ചയായും ഞങ്ങളുടെ ഭാവി പ്രവർത്തനങ്ങളിലും അധ്യാപന ജീവിതത്തിലും സഹായിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ടീച്ചറിന്റെ വിലയേറിയ സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിനും അറിവ് തന്ന് ഞങ്ങളെ ബോധവൽക്കരിച്ചതിനും എൻ്റെ വ്യക്തിപരമായ പേരിലും കോളേജിന്റെ പേരിലും ഞങ്ങൾ ഓരോരുത്തരുടെ പേരിലുമുള്ള നന്ദി അറിയിക്കുന്നു. താങ്ക് യു ടീച്ചർ. ഈ പ്രോഗ്രാമിന്റെ കൺവീനറായ റീത്ത ടീച്ചറിനും പ്രോഗ്രാം കോർഡിനേറ്ററായ സംഗീത ടീച്ചറിനും അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിന്റെ ഓർഗനൈസിംഗ് ടീമിനുമുള്ള നന്ദി ഈ ഘട്ടത്തിൽ ഞാൻ അറിയിക്കുകയാണ്. ഈ പ്രോഗ്രാമിന് ആശംസകൾ അറിയിച്ച പ്രമോദ് സാറിനും റിസോഴ്സ് പേഴ്സൺ ഇൻട്രൊഡ്യൂസ് ചെയ്ത വിജി ടീച്ചറിനുമുള്ള നന്ദി അറിയിക്കുന്നു. ഈ പ്രോഗ്രാമിൽ കോമ്പയറിംഗ് ഭംഗിയായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ജൂലിയ ജോസഫ്, ഈശ്വര പ്രാർത്ഥന ചൊല്ലിയ അശ്വിനി പ്രസന്നൻ, റിപ്പോർട്ടിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന അമൃത പ്രകാശ് എന്നിവർക്കുള്ള നന്ദിയും ഈ ഘട്ടത്തിൽ അറിയിക്കുകയാണ്. ഇവിടെ കൂടിയ ശ്രോതാക്കളായ നിങ്ങൾ ഓരോരുത്തരുടെയും സഹകരണമാണ് ഈ പ്രോഗ്രാമിന്റെ വിജയം. ഈ പ്രോഗ്രാമിൽ സഹകരിച്ച, പങ്കെടുത്ത, ഇന്ററാക്ട് ചെയ്ത എല്ലാ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കുമുള്ള നന്ദി അറിയിക്കുന്നു.
മറ്റു കോളേജിൽ നിന്നും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ടീച്ചർമാർക്കും ഉള്ള നന്ദി അറിയിക്കുകയാണ്. ഈ പ്രോഗ്രാമിന്റെ ഭാഗമായി ചേർന്ന് നിന്ന എല്ലാവർക്കുമുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അല്ല, നിങ്ങൾക്ക് നാഷണൽ ആന്തം ഒക്കെ ഉണ്ടോ ഇതിന് സെമിനാറിന്? ടീച്ചർ ഇല്ല, ഉണ്ടോ? ഉണ്ട്. जनगणमन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड उत्कल गंगा विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा तव शुभ नामे जागे तव शुभ आशीष मागे गाहे तव जय गाथा जन गण मंगलदायक जय हे भारत भाग्य विधाता जय हे